ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പണ്ടൊക്കെ എന്തായിരുന്നു അല്ലേ, ആലോചിച്ച് ഒരു 2019 കഴിഞ്ഞതിന് ശേഷം ഈ 20 ആ ടൈമൊക്കെ ആയതിനു ശേഷം അല്ലേ, കൊറോണ, വീട്ടിൽ തന്നെ ഇരിപ്പാണ്, ഓൺലൈൻ ക്ലാസ്, ഫ്രണ്ട്സിനൊന്നും കാണാൻ വയ്യ, എവിടെയും പോകാൻ വയ്യ. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു വന്ന ജനറേഷനാണ് നമ്മൾ അല്ലേ. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി, എല്ലാം ബാക്ക് ടു നോർമലായി. പക്ഷേ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കൊറോണ അല്ലാണ്ട് വേറെ പല അസുഖങ്ങളും വേറെ പല കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിനെയും ഡെയിലി റൊട്ടീൻസിനെയും ഒക്കെ മാറ്റി മറിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. നമ്മളും അനുഭവിച്ചേ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, പോട്ടെ, സാരമില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജി എസ് ടിയിൽ എന്താ പറയുക, നമ്മുടെ ഇമ്പോർട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. കാരണം നിങ്ങൾക്ക് ജി എസ് ടിയിൽ ഒരു വലിയ ക്വസ്റ്റൻ ചോദിക്കുകയാണെങ്കിൽ അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും കൂടെ വരുന്നൊരു ക്വസ്റ്റൻ ആയിരിക്കും. മേ ബി എല്ലാ ക്വസ്റ്റൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിക്കോ. അത് 22 സിലബസിൻ്റെ തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ക്വസ്റ്റൻസ് 16 സിലബസിനെ വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റൻ ചെയ്യുമ്പോൾ അറിയാലോ, എവിടെയെങ്കിലും അമെൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ആ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പഴയ സ്കാനേഴ്സും പഴയ ക്വസ്റ്റൻ ബാങ്ക്സും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഈ പറഞ്ഞ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടാവും. നിങ്ങളെ ഓൾഡ് സിലബസിലെ 2016 സിലബസിൽ, അതായത് 50 മാർക്കിനല്ല 100 മാർക്കിനായിരുന്നു ജി എസ് ടി ചോദിച്ചിട്ടുള്ളത്. 100 മാർക്കിനാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മിനിമം ഒരു മിനിമം അല്ല, ഒരു ആവറേജ് ഒരു 5 മുതൽ 10 മാർക്ക് വരെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന്, അതിനേക്കാളും കൂടുതൽ മാർക്സ് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. 5 മാർക്കൊക്കെ മിനിമം എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. കാരണം ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കുറേ കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണ്ട ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. ശരി, ആ ചാപ്റ്റർ നമ്മൾ 2 ദിവസമായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് ചോദിക്കാം? നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു വെയിറ്റേജ് 5 മാർക്സ് നിങ്ങൾക്ക് ഉദ്ദേശിക്കാം. 5 മാർക്സ് നിങ്ങളുടെ 50 മാർക്കിനാണെങ്കിൽ 5 മാർക്സ് എന്ന് പറഞ്ഞാൽ 10% വരും. ആ 10%-ന് മുകളിൽ വെയിറ്റേജ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ക്വസ്റ്റൻ ചോദിക്കാനുള്ള ചാൻസ് ഈ ചാപ്റ്ററിൽ നിന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ ക്വസ്റ്റൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ മീൻ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഐറ്റം എന്താണ്? ഇന്ന് പഠിക്കാൻ പോകണമല്ലോ, നമുക്ക് ലാസ്റ്റ് ദിവസം പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യാം. ശരി, ഫസ്റ്റ് ദിവസം നമ്മൾ സിമ്പിളായിട്ട് കുറേ ഓഡിസ് എന്താണ്, ഇൻപുട്ട് ടാക്സ് എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സ് എന്താണ്, ഇൻപുട്ട് ക്രെഡിറ്റ് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചു. അത് ഞാൻ സ്കിപ്പ് ചെയ്യണം. ശരി, അത് കഴിഞ്ഞ് നമുക്കിവിടെ പഠിക്കാൻ സെക്ഷൻ 16 സെക്ഷൻ 17 ഒക്കെയാണ് പഠിക്കാനുള്ളത്. സെക്ഷൻ 16 നമ്മൾ ഫസ്റ്റ് ഡേ പഠിച്ചു. സെക്ഷൻ 16 പറയുന്നത് എന്താ കഴിഞ്ഞാൽ, ഒരാൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം. ആരായിരിക്കണം? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം. അയാളുടെ കയ്യിൽ ഗുഡ്സ് ഉണ്ടായിരിക്കണം, അതിൻ്റെ ഇൻവോയ്സ് അയാളുടെ ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ ഗുഡ്സും അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് അയാൾ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കണം. യൂസ്ഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഫോർ ബിസിനസ് പർപ്പസ് ആയിരിക്കണം. പഠിച്ചില്ലേ? അതുപോലെ നമ്മൾ പഠിച്ച കാര്യമാണ് എന്താ പറയുക, ഈ ഗുഡ്സിൻ്റെ ITC ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ വരണം. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ എലിജിബിലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ വരൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരൻ ITC എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ പറഞ്ഞു ഒരു ഓർഡർ ഉണ്ട്, യൂട്ടിലൈസേഷൻ്റെ ഒരു ഓർഡർ. സത്യം പറഞ്ഞാൽ ഈ യൂട്ടിലൈസേഷൻ്റെ ഓർഡറിൽ നിങ്ങൾ പ്രാക്ടിക്കൽ വേൾഡിൽ അപ്ലൈ ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യം. അപ്ലൈ നമ്മൾ ചെയ്യും, അതായത് ഒരു പ്രോപ്പർ ടാക്സ് പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ പറഞ്ഞ ITCയുടെ യൂട്ടിലൈസേഷൻ, അതായത് നിങ്ങളിപ്പോൾ GST പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾക്കൊരു GSTയുടെ ക്ലൈൻറ്റ് ഉണ്ട്, അവർക്ക് ITC ഉണ്ടെങ്കിൽ ITC യൂട്ടിലൈസ് ആവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം. അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. പക്ഷേ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പരിപാടികളെല്ലാം നടക്കും. അതായത് നമ്മളെല്ലാ മാസവും നമ്മുടെ സപ്ലൈ എന്താ പറയുക, നമ്മൾ സപ്ലൈ നടത്തിയിട്ട് നെക്സ്റ്റ് മന്ത് 10th നമ്മൾ എന്ത് ഫയൽ ചെയ്യും? GSTR 1 ഫയൽ ചെയ്യും. അതുപോലെ നമ്മുടെ സപ്ലയറും ഫയൽ ചെയ്യും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ GSTR 2B വരും. നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി GSTR 3B ഫയൽ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ലെഡ്ജറിൽ നിന്ന് യൂട്ടിലൈസ് ആയിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അത് കമ്പ്യൂട്ടറിനെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇതാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ സംബന്ധിച്ച് നോക്കിയാൽ ITC യൂട്ടിലൈസേഷനൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും, നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ചെയ്തോളും, ഈ പറഞ്ഞ സെറ്റ് ഓഫ് ചെയ്തോളും. എന്നാണ് IGST, CGST, UTGST, ഇതാണ് അതിൻ്റെ ഓർഡർ. IGST അടുത്ത ആദ്യമേ IGSTക്ക് തന്നെ കൊടുക്കും, പിന്നെ CGSTക്കും SGSTക്കും ഇഷ്ടമുള്ള റേഷ്യോയിൽ കൊടുക്കാം. CGST ക്യാൻ ബി ഗിവൺ ടു അല്ലെങ്കിൽ ക്യാൻ ബി യൂട്ടിലൈസ്ഡ് വിത്ത് CGST ആൻഡ് IGST ഇൻ എനി റേഷ്യോ. SGST ഓർ UTGST ക്യാൻ ബി യൂട്ടിലൈസ്ഡ് വിത്ത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് SGST, UTGST ആൻഡ് IGST in any ratio. That means CGST and SGST cross utilization is not allowed. പിന്നെ നമ്മൾ കുറേ കണ്ടീഷൻസ് പഠിച്ചു. അയാളുടെ ടാക്സ് ഇൻവോയ്സ് വേണം, ഡെബിറ്റ് നോട്ട് വേണം, അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെന്റ്സ് വേണം. പ്രിസ്ക്രൈബ് ഡോക്യുമെന്റ്സ് എന്താ? ഡെബിറ്റ് നോട്ട് ആയിരിക്കാം, ഇൻവോയ്സ് ആയിരിക്കാം, അതായത് ടാക്സ് ഇൻവോയ്സ് ആയിരിക്കാം, ബിൽ ഓഫ് എൻട്രി ഇൻ കേസ് ഓഫ് ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആയിരിക്കാം, റിവൈസ്ഡ് ഇൻവോയ്സ് ആയിരിക്കാം, ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് പുള്ളിക്കാരൻ്റെ ഉണ്ടായിരിക്കണം. പുള്ളിക്കാരൻ ആക്ച്വലി ഗുഡ്സ് എന്ത് ചെയ്തിരിക്കണം? റിസീവ് ചെയ്തിരിക്കണം. പിന്നെ അമെൻമെന്റ് നമ്മൾ പഠിച്ചു, നേരത്തെ ഡിസ്കസ് ചെയ്ത GSTR 1 സപ്ലയർ ഫയൽ ചെയ്യണം, നമ്മുടെ GSTR 2B അത് റിഫ്ലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഗുഡ്സ് ആക്ച്വലി റിസീവ് ചെയ്തിരിക്കണ്ടേ. അപ്പോൾ ബിൽ ടു ഷിപ്പ് മോഡൽ എന്ന് പറഞ്ഞൊരു മോഡലും പഠിച്ചു. ആ മോഡലിൽ സപ്ലയറും റെസിപ്പിയൻറ്റ്. പക്ഷേ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന സപ്ലയറും അല്ല, സപ്ലയർ ഗുഡ്സ് കൊടുക്കുന്ന റെസിപ്പിയൻറ്റിനല്ല. ആർക്കാണ് കൊടുക്കുന്നത്? ഡയറക്റ്റായിട്ട് ആർക്ക് കൊടുക്കും? ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിന് കൊടുക്കും. അപ്പോൾ റെസിപ്പിയൻറ്റ് ITC എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ആ അമെൻമെൻറ്റ് കാര്യം വീണ്ടും ഡിസ്കസ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ബാക്കിയൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. ഇതിലൊന്നും പ്രത്യേകിച്ച് വലിയ പറയാനുള്ള പ്രൊവിഷൻസ് ഒന്നുമില്ല. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? 180 ദിവസമാണ് നമ്മുടെ ക്രെഡിറ്റ് പീരീഡ്. 180 ദിവസമാണ് നമ്മുടെ ക്രെഡിറ്റ് പീരീഡ്. GST ഇല്ല, പക്ഷേ ആക്ച്വലി അതിനേക്കാൾ മുകളിലാവും. പക്ഷേ 180 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. പേയ്മെൻറ്റ് ചെയ്യാത്ത പക്ഷം
നമ്മൾ അവൈൽ ചെയ്തിരിക്കുന്ന ITC along with 18% ഇൻട്രസ്റ്റ് നമ്മൾ റിവേഴ്സ് ചെയ്യണം. ആഫ്റ്റർ 150 ദിവസത്തിനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാലോ ആ റിവേഴ്സ് ചെയ്ത ITC ക്യാൻ ബി റീഅവൈൽഡ്. പക്ഷേ ഇൻട്രസ്റ്റിന് റീഅവൈൽ ചെയ്യാൻ പറ്റുമോ? ഇൻട്രസ്റ്റിനെ നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് പറ്റില്ല. പിടിയിട്ടോ? അതുപോലെ ITC ക്യാൻ ബി അലൗഡ് പർച്ചേസ് മെയ്ഡ് അല്ലെങ്കിൽ സപ്ലൈ ടു ടാക്സബിൾ ടു സീറോ റേറ്റഡ് സപ്ലൈയിലേക്ക് നടന്ന സപ്ലൈ അല്ലെങ്കിൽ അവിടേക്ക് മേടിക്കുന്ന പർച്ചേസിന് നമുക്ക് ITC യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതും അതിനകത്ത് വരും. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? ഇനി നമ്മളൊരു ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അത് എല്ലാ മാസവും യൂസ് ചെയ്തിരിക്കണമെന്നോ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങളുടെ GSTയുടെ ഇൻവോയ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഗുഡ്സ് നിങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂസ്ഡ് ഓർ ഇൻറ്റൻഡ് ടു ബി യൂസ്ഡ് ഫോർ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ഫുൾ ITC ആ മന്ത് തന്നെ യൂസ് ചെയ്യാം. അത് വിൽക്കണമെന്നോ അത് മാനുഫാക്ചറിനായിട്ട് യൂസ് ചെയ്യണമെന്നോ ഒന്നും ഒരു നിർബന്ധവും GSTയിൽ എവിടെയും പറയുന്നില്ല. ഡിപ്രിസിയേഷൻ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇൻകം ടാക്സിൽ നമ്മൾ സെക്ഷൻ 32 ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാറുണ്ട്. അങ്ങനെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഒരു ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ് ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നത് നോക്കുക. ആ ക്യാപിറ്റലൈസ് ചെയ്യുന്ന വാല്യൂ ഇൻക്ലൂഡിംഗ് GST ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ GSTക്ക് ITC എടുക്കാൻ പറ്റില്ല. എക്സ്ക്ലൂഡിംഗ് GST ആണെങ്കിൽ നിങ്ങൾക്ക് ITC എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ടൈം ലിമിറ്റ് ഫോർ അവൈലിംഗ് ITC നിങ്ങൾക്ക് ഈ പ്രാവശ്യം വന്നേക്കുന്ന അമെൻമെൻ്റ് ആണ്. ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കാൻ, MCQ ആയിട്ടെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്? 30th November ഫോളോയിങ് ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് വരുന്ന 30th November അല്ലെങ്കിൽ രണ്ടാമത്തെ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ. ആദ്യമേ 30th November പകരം സെപ്റ്റംബറിന് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ്, അങ്ങനെയൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിട്ടു. 30th November ഒരു കട്ട് ഓഫ് ഡേറ്റ് ആണ്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ആനുവൽ റിട്ടേൺ ഫയലിൻ്റെ ഡേറ്റ്, ആനുവൽ റിട്ടേണിൻ്റെ ഡ്യൂ ഡേറ്റ് അല്ല, ആനുവൽ റിട്ടേൺ ഫയൽ ഡേറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. സെക്കൻഡ് ക്ലാസ്സിൽ പഠിച്ചത് സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ആണ്. 16 കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 17ലേക്ക് പോയി. 17 1 2 3 4 5 ഒന്നും 3 4 ഒന്നും പഠിക്കുന്നത് നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്തു? 17 സബ്സെക്ഷൻ 5ലേക്ക് പോയി. 17 സബ്സെക്ഷൻ 5 എന്താ പറയുന്നത്? ബ്ലോക്ക് ക്രെഡിറ്റ് ആണ്. ബ്ലോക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? ITC കിട്ടില്ല. സിമ്പിളായിട്ട് നമുക്ക് ഓരോ എക്സാമ്പിൾസും പറയാം. മോട്ടോർ വെഹിക്കിൾ 13 പേര് ഈക്വൽ ടു ഓർ ലെസ് ദാൻ 13 ഇരിക്കുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 13 പേരിന് മുകളിലുള്ള വെഹിക്കിൾ ആണെങ്കിലോ ITC ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള വെഹിക്കിൾ ആണെങ്കിലോ ITC ക്ലെയിം ചെയ്യാം. അപ്പോൾ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് 13 പേരിൽ താഴെയുള്ള വെഹിക്കിൾ ആണെങ്കിൽ ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആർക്ക് ക്ലെയിം ചെയ്യാം? ഫർദർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ക്ലെയിം ചെയ്യാം. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ക്ലെയിം ചെയ്യാം. അതുപോലെ ഡ്രൈവിംഗ് സ്കൂൾ, ട്രെയിനിങ്, അങ്ങനെയുള്ള സർവീസുകൾ കൊടുക്കുന്ന ആൾക്കാർക്കും ഇത് ക്ലെയിം ചെയ്യാം. സെയിം തന്നെ ആർക്കാണ്? വെസലിനും എയർക്രാഫ്റ്റിനും. വെസലും എയർക്രാഫ്റ്റിനും ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫർദർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാം. ട്രെയിനിങ് സർവീസ് കൊടുക്കുന്ന ആൾക്കാർക്ക് ചെയ്യാം. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാം. അതുപോലെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ആൾക്കാർക്കും ചെയ്യാം. അതുപോലെ ജനറൽ ഇൻഷുറൻസ്, സർവീസ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. ഇവിടെ നേരത്തെ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന മോട്ടോർ വെഹിക്കിളില്ലേ 13 പേരിൽ താഴെയുള്ള പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനും വെസലും ഗുഡ്സും, അത് എക്സംപ്റ്റഡ് ആണ്. ആ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന വണ്ടിക്ക് നമ്മൾ ജനറൽ ഇൻഷുറൻസ്, സർവീസ്, ഇൻഷുറൻസ് അല്ലെങ്കിൽ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല? ITC കിട്ടത്തില്ല. പക്ഷേ നേരത്തെ അവിടെ അലോ ചെയ്തിരിക്കുന്നതിനാണ് എടുക്കുന്നതെങ്കിൽ കിട്ടും. മാനുഫാക്ചറിങ് യൂണിറ്റ്സിനാണെങ്കിൽ കിട്ടും. ഇൻഷുറൻസ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഫർദർ സപ്ലൈ ആണെങ്കിൽ നമുക്കും കിട്ടും. അതുപോലെ ഫുഡ്, ബെവറേജസ്, ഔട്ട്സൈഡ് കേറ്ററിംഗ്, നമ്മൾ പഠിച്ച PDF നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചിലപ്പോൾ മനസ്സിലാവും. ഇതല്ലേ നമ്മൾ പഠിച്ചാൽ അതാ നോക്കി. രണ്ടാമത്തെ ഫുഡ്, ബെവറേജസ്, ഔട്ട്സൈഡ് കേറ്ററിംഗ്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, ഹെൽത്ത് കെയർ സർവീസസ്, കോസ്മെറ്റിക്സ് ഇൻക്ലൂഡിംഗ് പ്ലാസ്റ്റിക് സർജറി, ലീസിംഗ്, റെൻ്റൽ, മോട്ടോർ വെഹിക്കിൾ. നേരത്തെ നമ്മൾ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന അവരുടെ ലീസിംഗ്, റെൻ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ITC എടുക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ്റെ പരമായിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ഫുഡ്, ബെവറേജസ്, ഔട്ട്സൈഡ് കേറ്ററിംഗ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിക്കുന്നത് ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ആക്ച്വലി ഫർദർ സപ്ലൈ സെയിം കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് ഓഫ് കോമ്പോസിറ്റ് സപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അടുത്ത മെമ്പർഷിപ്പ് ക്ലബ്ബിലോ ഹെൽത്ത് കെയർ ഫിറ്റ്നസ് സെൻ്ററിലൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ITC അലൗഡാണ്. സെയിം തന്നെ ഇവിടെ ലീവ്, ട്രാവൽ, കൺസെഷൻ. ഇനി വർക്ക്സ് കോൺട്രാക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക്സ് കോൺട്രാക്ട്, കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. ദാറ്റ് മീൻസ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ആണ്. അതായത് വർക്ക്സ് കോൺട്രാക്ട് ആണെങ്കിൽ ഫുള്ളി അലൗഡ്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഡെഫിനിഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് എന്താണ്? ഫൗണ്ടേഷൻ ആൻഡ് സ്ട്രക്ചറൽ സപ്പോർട്ട്. എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, സിവിൽ സ്ട്രക്ചർ, ടെലി കമ്മ്യൂണിക്കേഷൻ, അവരുടെ ടവേഴ്സ്, അതുപോലെ പൈപ്പ് ലൈൻ സെറ്റ് ഔട്ട്സൈഡ് അല്ലെങ്കിൽ ലെയ്ഡ് ഔട്ട്സൈഡ് ദ ഫാക്ടറി, നോട്ട് അലൗഡ്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ, റിനോവേഷൻ, അഡീഷൻ, ഓൾട്രേഷൻ, പെയിൻറ്റിംഗ് ഈ പറഞ്ഞ എല്ലാ പരിപാടികളും കൺസ്ട്രക്ഷനകത്ത് വരും. വർക്ക്സ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? സർവീസും ഗുഡ്സും ഒരുമിച്ച് സപ്ലൈ ചെയ്യുന്നു. ഒരൊറ്റ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം വന്നപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു? സർവീസ് വേറെ, ഗുഡ്സ് വേറെ കൊടുക്കാനായിട്ട് തുടങ്ങി. എന്തിൻ്റെ? കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ. അപ്പോൾ അത് ഗവൺമെൻറ് വീണ്ടും ബ്ലോക്ക് ക്രെഡിറ്റിലേക്ക് മാറ്റി. അതുപോലെ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൻ്റെ കാര്യം അത് നമ്മൾ പഠിച്ചാൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ITC എടുക്കാൻ പറ്റില്ല. കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ഇത് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ITC എടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ എന്ത്? നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആകെ ഉള്ള ഒരു ITC എന്ന് പറഞ്ഞാൽ എന്താ? പുള്ളിക്കാരൻ പുറത്തുനിന്ന് ഏതെങ്കിലും ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പേ ചെയ്യുന്ന IGST ഒഴിവുകൾ ITC എടുക്കാൻ പറ്റും. സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതുപോലെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ് നോട്ട് അലൗഡ്. ഇനി സപ്പോസ് ഓൾറെഡി ITC എടുത്തേക്കുന്ന ഗുഡ്സ് പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ITC നമ്മൾ റിവേഴ്സ് ചെയ്യണം. നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്യണം അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യണം. ഓക്കെ, അതുപോലെ ഗുഡ്സ് സ്റ്റോളൻ അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ്, റൈറ്റ് ഓഫ്, ഗിഫ്റ്റ്, ഡിസ്പോസൽ, ഫ്രീ സാമ്പിൾ ഒന്നും നോട്ട് അലൗഡ്. പിടികിട്ടിയോ? ഇനി ഫ്രോഡ് അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് അലൗഡ്. ഈ ലോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്താണ്?
പ്രോസസ് ലോസ് ഉണ്ട്, ട്രാൻസിറ്റ് ലോസ് ഉണ്ട്. പ്രോസസ് ലോസ് നോർമൽ ആയാലും അബ്നോർമൽ ആയാലും അലൗഡ്. ട്രാൻസിറ്റ് ലോസ് നോർമൽ ആണെങ്കിൽ അലൗഡ്, അബ്നോർമൽ ആണെങ്കിൽ നോട്ട് അലൗഡ്. ബൈ 1 get 1 ഫ്രീ, രണ്ടും സപ്ലൈ ആണ്, രണ്ടിനും അലൗഡ്. ബൈ മോർ ഗെറ്റ് മോർ ഫ്രീ, രണ്ട് സപ്ലൈ ആണ്, രണ്ടിനും അലൗഡ്, ഒരു പ്രശ്നമില്ല. ശരി, ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതാണ് അപ്പോർഷൻമെന്റ് ഓഫ് കോമൺ ക്രെഡിറ്റ്. അപ്പോർഷൻമെന്റ് ഓഫ് കോമൺ ക്രെഡിറ്റ്, അപ്പോർഷൻമെന്റ് ഓഫ് കോമൺ ക്രെഡിറ്റ്. ശരി, നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ നോക്കിയാൽ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള സെക്ഷൻസ് പഠിച്ചിരുന്നു. സെക്ഷൻസ് ഒന്ന് പറഞ്ഞു സെക്ഷൻ 16, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 16, 1, 2 ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെക്ഷൻ 17 ആണ്. 17 എന്ന് പറഞ്ഞാൽ അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ബ്ലോക്ക് ക്രെഡിറ്റ് എന്ന. ബ്ലോക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പഠിക്കാൻ എന്തുണ്ട്? 17 സബ്സെക്ഷൻ 1 ഉണ്ട്, 17 സബ്സെക്ഷൻ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, അതിനുശേഷം 5 നമ്മൾ ഓൾറെഡി പഠിച്ച. 5 നമ്മൾ ഓൾറെഡി പഠിച്ച. ഈ പറഞ്ഞ 5 പിന്നെ എനിക്കൊന്ന് 6 ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഐറ്റംസ് ഒന്നും നമ്മൾ പഠിച്ചില്ല. ഈ ഐറ്റംസ് ഒന്നും നിങ്ങൾ പഠിച്ചില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക. ഇതിന് ശേഷമുള്ളത് ITC ഫോർ ജോബ് വർക്കറാണ്. സിമ്പിളായിട്ട് കുറച്ച് കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ഡിസ്കഷൻ നിങ്ങളുടെ ടെക്സ്റ്റിലും ഇല്ല, വളരെ മിനിമൽ സെൻസിൽ മാത്രമേ ഉള്ളൂ. ഈ ITC ഫോർ ജോബ് വർക്കർ, അത് കഴിഞ്ഞ് STD ഞാൻ പറഞ്ഞുതരാം, ISD, അത് കഴിഞ്ഞ് റിക്കവറി ഓഫ് ക്രെഡിറ്റ്, ഇതൊക്കെ ജസ്റ്റ് അതായത് 19, 20, 21 പറഞ്ഞ സെക്ഷൻ ജസ്റ്റ് ഒരു ബേസിക് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യും. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഇത്ര ഐറ്റംസ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിക്കണം. ഈ പറഞ്ഞ 18 അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ഇൻ സ്പെഷ്യൽ കേസസ്, കുറച്ച് സ്പെഷ്യൽ കേസിൽ നമ്മളെ ക്രെഡിറ്റ് അവൈലബിലിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന ഐറ്റംസ് വരെ, ഈ 3 ക്ലാസ് വരെ നിങ്ങളുടെ ITCയിൽ വളരെ പ്രോപ്പറായിട്ട് പഠിക്കണം. അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതൽ, മറ്റേതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ രണ്ടെണ്ണം, അത് 16, 17 കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകണമെങ്കിൽ മാക്സിമം 18 ചോദിക്കാം. ഈ 19, 20, 21 നിന്ന് വേണമെങ്കിൽ MCQസോ അതുപോലുള്ള ചെറിയ 2 മാർക്സ് ക്വസ്റ്റൻസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. പറഞ്ഞ ഐറ്റം ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? ഈ പറഞ്ഞ 18, 19, 20, 21 എന്ന് പറയുന്ന ഈ സെക്ഷൻസ് പഠിക്കാനായിട്ട് ഓരോ സെക്ഷൻസും നമ്മൾ മോർ ദാൻ 1 ക്ലാസ്സുകൾ ചിലവാക്കേണ്ടി വരും. അത്രത്തോളം കണ്ടന്റ് ഉണ്ട് ഈ പറഞ്ഞ സെക്ഷൻസിലൊക്കെ. പക്ഷേ അതിൻ്റെയൊക്കെ വളരെ മിനിമൽ സെൻസിൽ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ തൊട്ടിട്ടുണ്ട്. ഇത്രയും സെക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ സാധനം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫൈനലിൽ ചെല്ലുമ്പോൾ വീണ്ടും കുറച്ചും കൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 17 സബ്സെക്ഷൻ 1 പഠിക്കാം. ഇതിവിടെ കിടക്കുന്നുണ്ടോ? 17 സബ്സെക്ഷൻ 1 കിടപ്പുണ്ട്, 17 സബ്സെക്ഷൻ 2 കിടപ്പുണ്ട്, അതുപോലെ 17 സബ്സെക്ഷൻ 3 ഉണ്ട്, 17 സബ്സെക്ഷൻ 4 ഉണ്ട്, 17 സബ്സെക്ഷൻ 4 ഉണ്ട്. ഇത് റൂളാണ്. ഈ 17 സബ്സെക്ഷൻ 1, 2, 3 ഒക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് റൂൾസും കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 42, 43 എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റൂൾസും കൂടെ പഠിക്കാനുണ്ട്. ആ റൂൾസും കൂടെ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞ് 17 സബ്സെക്ഷൻ 4 കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് 17 സബ്സെക്ഷൻ 5 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇത്രേ ഉള്ളൂ. 1, 2, 3, 4 ഈ 4 സെക്ഷൻസ് ഇന്ന് പഠിക്കാനുണ്ട്. നമുക്കിതിൻ്റെ ക്വസ്റ്റൻസ് എക്സാമ്പിൾസും ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. ആ എക്സാമ്പിൾസ് നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് കൂടി നിങ്ങൾ ITCയിൽ മിസ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ക്ലാസ് യു ഡിസൈഡ്. ഓക്കെ, അതിന് ലീസ്റ്റ് വെയിറ്റേജ് കൊടുത്താൽ മതി. പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നമ്മളെന്തായാലും കംപ്ലീറ്റ്ലി പഠിപ്പിക്കും. പക്ഷേ നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ പോയിന്റ്സിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് ഒരു 12 മിനിറ്റ്സ് 13 മിനിറ്റ്സോളം ഓൾറെഡി എടുത്തു അല്ലേ? 13 മിനിറ്റോളം നമ്മൾ റിവിഷന് വേണ്ടി എടുത്തു. റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ, എക്സാം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്ത് ആ സബ്ജക്റ്റ് തരമാണ്. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. അതിന് റിവിഷൻ ചെയ്താലേ പറ്റൂ, വേറെ ഓരോ ഓപ്ഷനും ഇല്ല. റിവിഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഞാൻ ദയവ് ചെയ്ത് പറയുകയാണ്, റിവിഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. സമയമില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇന്നലെ പഠിപ്പിച്ചല്ലേ പഠിക്കുന്നത്, പോട്ടെ അടിച്ചു വിടാം എന്ന് വിചാരിക്കും. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യും. റിവിഷൻ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ ഐറ്റത്തിൻ്റെ പേര് നോക്കിയേ, അപ്പോർഷൻമെൻറ്റ് ഓഫ് കോമൺ ക്രെഡിറ്റ് എന്നാണ് മെയിൻ ടൈറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്താ സംഭവം, എന്താണ് അപ്പോർഷൻമെൻറ്റ് ഓഫ് കോമൺ ക്രെഡിറ്റ്? അതായത് ഈ കോമൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഈ കോൺസെപ്റ്റാണ് ഈ പറഞ്ഞ സെക്ഷൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ഈ 17 എന്ന് പറഞ്ഞ സെക്ഷനിലെ ഈ സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ കോമൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ശരി, അങ്ങനെയാണെങ്കിൽ അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോണത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്ത് ഐറ്റം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിതാ ഈ ഒരു ടേബിൾ നോക്കിക്കോ. ഈ ടേബിളിലുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, പഠിച്ചതായിരിക്കും, അല്ലാതിരിക്കാം ഒരു മാർഗ്ഗമില്ല. നമ്മൾ പഠിച്ച ഐറ്റംസ് തന്നെ. അതായത് ITC ബേസ്ഡ് ഓൺ യൂസ് ഓഫ് ഇൻപുട്ട്. അതായത് നമ്മുടെ ഇൻപുട്ട് ഗുഡ്സിലെ നമ്മൾ മേടിക്കുന്ന ഇൻപുട്ട് ഗുഡ്സ്, ആ ഇൻപുട്ട് ഗുഡ്സിൻ്റെ ITC പറ്റിയിട്ട് നമ്മൾ പഠിക്കാൻ പോകണം. ശരി, ആ ഇൻപുട്ട് ഗുഡ്സ് വെച്ചിട്ട് നമ്മളൊരു ടാക്സബിൾ സപ്ലൈ നടത്തുകയാണെങ്കിൽ ITC അലൗഡ് ആണോ അല്ലേ? ഒരു ഇൻപുട്ട് ഗുഡ്സ് വെച്ച് നിങ്ങളൊരു ടാക്സബിൾ സപ്ലൈ നടത്തുകയാണ്. നിങ്ങൾ കുറേ റോ മെറ്റീരിയൽസ് മേടിച്ചു, റോ മെറ്റീരിയൽസ് കൊണ്ട് നോർമൽ ടാക്സബിൾ സപ്ലൈസ് നടത്തുകയാണ്. നിങ്ങൾക്ക് ITC അലൗഡ് ആണോ അല്ലേ? ITC അലൗഡ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ടാക്സബിൾ സപ്ലൈക്കകത്ത് എന്തും കൂടി ഇൻക്ലൂഡ് ചെയ്യും, സീറോ റേറ്റഡ് സപ്ലൈ കൂടി ഇൻക്ലൂഡ് ചെയ്യും. ടാക്സബിൾ സപ്ലൈക്കകത്ത് എന്തും കൂടി ഇൻക്ലൂഡ് ചെയ്യും, സീറോ റേറ്റഡ് സപ്ലൈ. അതിൻ്റെ അർത്ഥം നിങ്ങളൊരു സപ്ലൈ നടത്തുന്നത് സീറോ റേറ്റഡ് സപ്ലൈയിലേക്കാണ്. അതായത് സീറോ റേറ്റഡ് ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കോ അല്ലെങ്കിൽ എക്സ്പോർട്ട് സപ്ലൈ ആണ് നിങ്ങൾ നടത്തുന്നത്, സ്പെഷ്യൽ എക്കണോമിക് സോണോ അല്ലെങ്കിൽ എക്സ്പോർട്ട് സപ്ലൈ ആണ് നിങ്ങൾ നടത്തുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും? ഫുൾ ITC അലൗഡ് ആണ്. ഫുൾ ITC നിങ്ങൾ അലൗഡ് ആണ്. ഇനി സപ്പോസ് നിങ്ങൾ ഇൻപുട്ട് ഗുഡ്സ് മേടിച്ചിട്ട് ഒരു നോൺ ടാക്സബിൾ സപ്ലൈ ആണ് നടത്തുന്നതെങ്കിലോ?
നോൺ ടാക്സബിൾ സപ്ലൈ. ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്രോൾ ജി എസ് ടിയുടെ പെർസ്പെക്റ്റീവിൽ പോലും ഇല്ലാത്ത ഐറ്റമാണ് പെട്രോൾ, അല്ലെ തൽക്കാലത്തേക്ക്. അതിന് നമ്മൾ നോൺ ടാക്സബിൾ സപ്ലൈ നടത്തും. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഗുഡ്സ് വാങ്ങിയിട്ട് പെട്രോൾ സപ്ലൈ ആണ് ചെയ്യുന്നത്, അതായത് ഒരു നോൺ ടാക്സബിൾ സപ്ലൈ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഐ ടി സി അലൗഡ് ആണോ? അല്ല, ഐ ടി സി നോട്ട് അലൗഡ്, ഐ ടി സി നോട്ട് അവൈലബിൾ, ഐ ടി സി അവൈൽ ചെയ്യില്ല. അതുപോലെ നിങ്ങളൊരു എക്സാം സപ്ലൈ ആണെങ്കിലോ, എക്സാം സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്ഷൻ 11 പെൻഡിങ് വെച്ചിട്ടുണ്ട്. അതും പിന്നെ കുറച്ച് വേറെ നോട്ടിഫിക്കേഷൻ കൊണ്ട് എക്സെപ്റ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ജി എസ് ടിയിൽ ഞങ്ങൾക്ക് ടാക്സ് വേണ്ട. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ അഗ്രിഗേറ്റ് സപ്ലൈ ഒക്കെ പഠിച്ച സമയത്ത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഐറ്റം പറഞ്ഞു, അതായത് ഇൻട്രസ്റ്റ് ആൻഡ് ഡെപ്പോസിറ്റ്. അത് ഗവൺമെൻറ് പറയുന്നുണ്ട്, നിങ്ങൾ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആൻഡ് ഡെപ്പോസിറ്റും കിട്ടുകയാണെങ്കിൽ അതൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് ആൻഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് ടാക്സ് വേണ്ട, അത് എക്സംപ്റ്റഡ് ആണ്. അതെന്താണ് എക്സംപ്റ്റഡ്? കാരണം കോമൺ ആയിട്ട് എല്ലാ ആൾക്കാരും കിട്ടുന്ന സാധനം എക്സംപ്റ്റഡ് ആണ്. ആ എക്സംപ്റ്റഡ് സപ്ലൈ ആണ് നിങ്ങൾ നടത്തിയെങ്കിലോ നോട്ട് അലൗഡ്. അതുപോലെ നിൽ റേറ്റഡ് സപ്ലൈ ആണ് നടത്തിയെങ്കിലോ അത് നോട്ട് അലൗഡ്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ. ഓക്കെ, അതായത് ഒന്ന് ആലോചിക്കടാ, നിങ്ങളുടെ ഇൻപുട്ട് ഗുഡ്സ് വെച്ചൊരു ടാക്സബിൾ സപ്ലൈ നടത്തി കഴിഞ്ഞാൽ അലൗഡ്, സീറോ റേറ്റഡ് സപ്ലൈ നടത്തി കഴിഞ്ഞാൽ അലൗഡ്. പക്ഷേ ഒരു നോൺ ടാക്സബിൾ സപ്ലൈയോ എക്സം സപ്ലൈയോ അതുപോലെ നിൽ റേറ്റഡ് സപ്ലൈ നടത്തിയെങ്കിൽ നോട്ട് അലൗഡ്. നിൽ റേറ്റഡ് സപ്ലൈ ആണ് നടത്തിയെങ്കിൽ നോട്ട് അലൗഡ്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഗുഡ്സ് വാങ്ങിയിട്ട് ഈ ഗുഡ്സ് ടാക്സബിൾ സപ്ലൈ നടത്താനായിട്ട് ഉപയോഗിച്ചു. പ്ലസ് നിങ്ങളിത് വെച്ച് എക്സാം സപ്ലൈ നടത്തി. പ്ലസ് ഇത് വെച്ചിട്ട് നിങ്ങൾ പേഴ്സണൽ യൂസ് ചെയ്തു. ഒരു റോ മെറ്റീരിയൽ നിങ്ങൾ വാങ്ങി, അത് വെച്ച് നിങ്ങൾ ടാക്സബിൾ സപ്ലൈ നടത്തി, അലൗഡാണ്. പക്ഷേ ഇത് വെച്ചിട്ട് നിങ്ങൾ എക്സാം സപ്ലൈ നടത്തി, അത് നോട്ട് അലൗഡാണ്. അതുപോലെ നിങ്ങൾ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ആ ഗുഡ്സ് ഉപയോഗിച്ചു, അപ്പോഴും നോട്ട് അലൗഡാണ്. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു ഗുഡ്സ് വെച്ച് തന്നെ നമ്മൾ 3 എണ്ണം അല്ലെങ്കിൽ അലൗ ചെയ്തിരിക്കുന്നതും അലൗ ചെയ്യാത്തതുമായിട്ടുള്ള സപ്ലൈ നടത്തി. ഇങ്ങനെ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? ഇങ്ങനെ വരികയാണെങ്കിൽ ആ ഐ ടി സി നമുക്ക് എന്ത് വിളിക്കാം? കോമൺ ക്രെഡിറ്റ് എന്ന് വിളിക്കാം. കോമൺ ക്രെഡിറ്റ്, അതായത് ക്രെഡിറ്റ് യൂസ്ഡ് ഫോർ എന്ത് ടാക്സബിൾ ആസ് വെൽ ആസ് എക്സംപ്റ്റഡ് സപ്ലൈ അല്ലെങ്കിൽ ടാക്സബിൾ ആസ് വെൽ ആസ് പേഴ്സണൽ സപ്ലൈ. പിടിയോ? അതായത് നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടോ പേഴ്സണൽ പർപ്പസിനോ വേണ്ടി ഉപയോഗിച്ചു, എക്സാം സപ്ലൈക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ കോമൺ ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ടാക്സബിളിനെ മാത്രമാണ് അലൗഡ്, എക്സംപ്റ്റഡിനെ അലൗ ചെയ്യാൻ പറ്റില്ല, പേഴ്സണൽ അലൗ ചെയ്യാൻ പറ്റില്ല, നിൽ റേറ്റഡിനെ അലൗ ചെയ്യാൻ പറ്റില്ല, എക്സംപ്റ്റഡിനെ ഒന്നും അലൗ ചെയ്യാനായിട്ട് പറ്റില്ല. ടാക്സബിൾ സപ്ലൈ ഇൻക്ലൂഡിങ് സീറോ റേറ്റഡ് സപ്ലൈ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അലൗഡാണ്, ബാക്കിയെല്ലാം നോട്ട് അലൗഡാണ്. അപ്പോൾ ഇത് ക്രെഡിറ്റ് കോമൺ ആയിരിക്കും. നമ്മൾ ഏതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെന്ന് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല. ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ കോമൺ ക്രെഡിറ്റ് പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോമൺ ക്രെഡിറ്റിൽ നിന്നും നിങ്ങൾ എത്രയാണ് ടാക്സബിളിന് വേണ്ടി ഉപയോഗിച്ചത്, എത്രയാണ് എക്സംപ്റ്റഡിന് വേണ്ടി ഉപയോഗിച്ചത്, അല്ലെങ്കിൽ എത്രയാണ് പേഴ്സണലിന് വേണ്ടി ഉപയോഗിച്ചതെന്ന് കണ്ടുപിടിക്കുന്നതിന് ഗവൺമെൻറ് കുറച്ച് റൂൾസും ടെക്നിക്സും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോണത്. സിമ്പിൾ കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 17 സബ്സെക്ഷൻ 1 പറഞ്ഞ് നമ്മൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ ആ ഫ്ലോ ചാർട്ടിൽ പഠിച്ചില്ലേ, ആ ഫ്ലോ ചാർട്ടിൽ പഠിച്ച കാര്യം കൂടി എഴുതി വെച്ചേക്കുക. എന്താ പറയുന്നത്? 17 സബ്സെക്ഷൻ 1 ഓഫ് CGST Act 2017. നിങ്ങൾക്കൊരു കാര്യം അറിയണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഓൾഡ് സിലബസ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടെ പഠിക്കാനുണ്ട്. പ്ലേസ് ഓഫ് സപ്ലൈ കൂടി പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാ സെക്ഷൻസും CGST ആക്ടിലുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സെക്ഷൻ, ഇപ്പോൾ നമ്മൾ എന്തോ 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17 വരെ നമ്മൾ എത്തിയില്ലേ. ഈ സെക്ഷൻസ് എല്ലാം CGST ആക്ടിലുള്ളതാണ്. പ്ലേസ് ഓഫ് സപ്ലൈ മാത്രമാണ് IGST ആക്ടിലുള്ളത്. പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ പഠിക്കാനുള്ള? പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്കിപ്പോൾ പഠിക്കാനില്ല. പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അത് എവിടെയായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്? IGST ആക്ടിലായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. പഴയ സിലബസിലുണ്ട്, പുതിയ സിലബസിൽ എടുത്ത് മാറ്റി. പക്ഷേ ഫൈനലിൽ വരുമ്പോൾ നിങ്ങൾ ഈ 16, 17, 18, 19, 7, 8, 9 എന്ന് പറഞ്ഞ് പഠിച്ച് വരുമ്പോൾ ഇവിടെ നിങ്ങൾ വാല്യൂ സപ്ലൈ കഴിഞ്ഞിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ IGST ആക്ടിലെ ഒരു കോൺസെപ്റ്റും കൂടി നിങ്ങൾ പഠിക്കും. സോറി, ഈ ഫോൺ സൈലൻറ്റിലല്ലെങ്കിൽ ഇങ്ങനെ ചറവറ കോൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ശരി. ഞാനിപ്പോൾ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാനായിട്ട് പറഞ്ഞതാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ 7 സബ്സെക്ഷൻ 7, 8, 9, 10, 11, 12, 13, 14, 15 എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ പഠിച്ച് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ വാല്യൂ സപ്ലൈ കഴിഞ്ഞിട്ട് നിങ്ങൾ ഫൈനലിൽ എത്തുമ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ പഠിക്കും. ആ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് IGST ആക്ടിലുള്ളതാണ്, CGST ആക്ടിലുള്ളതല്ല. ബാക്കിയുള്ള എല്ലാ സെക്ഷൻസും നമ്മൾ പഠിക്കുന്നത് CGST ആക്ടിലുള്ളതാണ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഈ CGST ആക്ടിൽ കിടക്കുന്ന സെയിം സാധനം തന്നെയാണ് IGSTയിലും, അത് തന്നെയാണ് SGSTയിലൊക്കെ കിടക്കുന്ന, പേര് മാറ്റമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് CGST ആക്ടാണ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ബാക്കി വെച്ച് നോക്കാം. എന്താണ്? സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ഓഫ് CGST Act 2017, where goods or services or both which are used by registered person or registered person യൂസ് ചെയ്യുകയാണെങ്കിൽ partly for the purpose of business and partly for personal purpose. കണ്ടോ, പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ സ്വന്തം പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഗുഡ്സ് യൂസ് ചെയ്യാണ്. അതായത് ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തു, അതുപോലെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കി, ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഷാൾ ബി റെസ്ട്രിക്റ്റഡ്. റെഡ് കളറിൽ മാക്കിയിട്ടുണ്ട്. ആ ക്രെഡിറ്റിന് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യും. എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് ക്രെഡിറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് നോക്കി? എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഷാൾ ബി റെസ്ട്രിക്റ്റഡ് ടു സോ മച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആസ് ആട്രിബ്യൂട്ടബിൾ ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്രെഡിറ്റ്
യൂസ് ചെയ്യുന്നുണ്ടോ? ശരി, സമ്മതിച്ചു. ക്രെഡിറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ആ ഈ മേടിക്കുന്ന ഇൻപുട്ട് ഗുഡ്സോ ഇൻപുട്ട് സർവീസോ നിങ്ങൾ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ITC അലൗഡ്. അങ്ങനെയാണെങ്കിൽ ITC അലൗഡ്. സപ്പോസ് നിങ്ങളത് ഉപയോഗിക്കുന്നത് അതർ പേർപ്പസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ ITC നോട്ട് അലൗഡ്, നോട്ട് അവൈലബിൾ, നോട്ട് അലൗഡ്. പിടിയിട്ടോ? ഇതാണ് 17 സബ്സെക്ഷൻ 5 പറയുന്നത്. അപ്പോൾ 17 സബ്സെക്ഷൻ 5 പറയുന്നത് എന്താ? നിങ്ങൾ ബിസിനസ് പർപ്പസിന് വേണ്ടി ITC ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലൗഡ്, അതല്ല പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചാൽ നോട്ട് അലൗഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 17 സബ്സെക്ഷൻ 2 പറയുന്നത് എന്താ നോക്കി? 17 സബ്സെക്ഷൻ 2 പറയുന്ന കാര്യം ഇത് നമ്മൾ പഠിച്ചതായിരിക്കും. ആ ടേബിൾ, ആ ഫ്ലോ ചാർട്ട് പഠിച്ചപ്പോൾ തന്നെ നമുക്കറിയാം, അതിന് മുന്നേ നമുക്കറിയാം. ഓക്കെ, 17 സബ്സെക്ഷൻ 2 ഓഫ് CGST Act 2017 where goods or services or both are used by registered person partly for affecting taxable supplies including zero rated supply under this act or act integrated. ഓക്കെ, CGST ആക്ടിലോ SGST ആക്ടിലോ നിങ്ങൾ സീറോ റേറ്റഡ് സപ്ലൈ ടാക്സബിൾ സപ്ലൈ നടത്തി, അല്ലെങ്കിൽ പാർട്ട്ലി ഫോർ എഫക്റ്റിംഗ് എക്സാം സപ്ലൈ. കണ്ടോ? ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഇവിടെ ടാക്സബിൾ സപ്ലൈ നടത്താൻ പോകണം. ടാക്സബിൾ സപ്ലൈ നടത്താൻ പോകണമെങ്കിൽ അലൗഡ്, എക്സാം സപ്ലൈ നടത്തുകയാണെങ്കിൽ നോട്ട് അലൗഡ്, ക്രെഡിറ്റ് നോട്ട് അലൗഡ്. ഇത്രയുള്ള പരിപാടി. ഓക്കെ, താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. വായിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ? ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഷാൾ ബി റെസ്ട്രിക്റ്റഡ് to so much of input tax credit as attributable to set taxable supplies including zero rated supply. കണ്ടോ? ടാക്സബിൾ അല്ലെങ്കിൽ സീറോ റേറ്റ് സപ്ലൈ കൊടുത്തതിന് മാത്രമേ കിട്ടുള്ളൂ. ശരി, എക്സാം സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓൾറെഡി പഠിച്ചതാ, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് പറയാം. എക്സാം സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സാം സപ്ലൈ മീൻസ് നിൽ റേറ്റഡ് സപ്ലൈ. നിൽ റേറ്റഡ് സപ്ലൈ എക്സാം സപ്ലൈ ആണ്. നിൽ റേറ്റഡ് സപ്ലൈ അവിടെ GST റേറ്റ് നില്ലായിരിക്കും, 0 ആയിരിക്കും. ശരി, അതുപോലെ ഹോളി എക്സംപ്റ്റഡ് സെക്ഷൻ 11 നമ്മൾ പഠിക്കാൻ ബാക്കിയിട്ടില്ലേ? സെക്ഷൻ 11 മാത്രമല്ല, ഹോളി എക്സംപ്റ്റഡ് ബൈ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് നിങ്ങൾ 11 പഠിക്കും. അതുപോലെ നോൺ ടാക്സബിൾ സപ്ലൈസ് അതും എക്സാം സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യും. നോൺ ടാക്സബിൾ സപ്ലൈസ് ആൽക്കോളിക് ലിഫറും പെട്രോളും അങ്ങനെ കുറേ ഐറ്റംസ് പഠിച്ചില്ലേ? അതൊക്കെ ശരി. സീറോ റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ച വീണ്ടും പഠിക്കുകയാണ്. എന്താണ്? എക്സ്പോർട്ട് ഓഫ് ഗുഡ് സർവീസ് ഓർ ബോത്ത്, അതുപോലെ സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസ് ടു സ്പെഷ്യൽ എക്കണോമിക്സ് ഓൺ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക്സ് ഓൺ യൂണിറ്റ്സ്. പിടികിട്ടിയോ? ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സബ്സെക്ഷൻ 3 പറയുന്നതാണ്. സബ്സെക്ഷൻ 3 നിങ്ങൾ പറയാം, എടാ നിങ്ങൾ സബ്സെക്ഷൻ 2 കാൽക്കുലേറ്റ് ചെയ്തില്ലേ? സബ്സെക്ഷൻ 2 പറയുന്നത് എന്താ? സബ്സെക്ഷൻ 2 പറയുന്നത് ടാക്സബിൾ സപ്ലൈ നടത്തി, എക്സാം സപ്ലൈ നടത്തി. അപ്പോൾ ടാക്സബിൾ അലൗഡ്, എക്സാം സപ്ലൈ നോട്ട് അലൗഡ്. ടാക്സബിളിന്, അതായത് ഒരു ഗുഡ്സ് വാങ്ങി അല്ലെങ്കിൽ സർവീസ് വാങ്ങി അത് വെച്ച് ടാക്സബിൾ സപ്ലൈ നടത്തി, എക്സാം സപ്ലൈ നടത്തി. ടാക്സബിൾ സപ്ലൈ നടത്തുകയാണെങ്കിൽ ആ ITC ഫുള്ളി അലൗഡ്. എക്സാം സപ്ലൈ നടത്തുകയാണെങ്കിൽ ആ ITC നോട്ട് അലൗഡ് എന്ന് പറഞ്ഞില്ലേ? എക്സാം സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? നിൽ റേറ്റഡ്, ഹോളി എക്സംപ്റ്റഡും അതുപോലെ നോൺ ടാക്സബിൾ സപ്ലൈസ് ഇല്ലേ? അതിൻ്റെ കൂടെ നിങ്ങൾ വേറെ ഒരു 3 പേരും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. എക്സാം സപ്ലൈ എന്ന് പറഞ്ഞ് 3 പേരെ കൂടി സബ്സെക്ഷൻ 2 വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. എന്താ? ഏതൊക്കെയാണ് 3 പേര് നോക്കി? സപ്ലൈ ഓൺ വിച്ച് ദ റെസിപ്പിയൻറ്റ് ഈസ് ലൈബിൾ ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. കണ്ടോ? RCMൽ ആരെങ്കിലും ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിനും ITC നോട്ട് അലൗഡ്. നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ RCMൽ ടാക്സ് അടയ്ക്കണമെങ്കിൽ അതിനും ITC നോട്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ എക്സാം സപ്ലൈ. ശരി, അവിടെ നോക്കി. ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസ്. എന്താ ട്രാൻസാക്ഷൻ സെക്യൂരിറ്റീസ്? നിങ്ങൾക്കറിയാം, ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസ് ഒരിക്കലും ഗുഡ്സും അല്ല സർവീസും അല്ല, സപ്ലൈ ഓഫ് ഗുഡ്സും അല്ല, സപ്ലൈ ഓഫ് സർവീസും അല്ല. സപ്ലൈ ഓഫ് ഗുഡ്സും സപ്ലൈ ഓഫ് സർവീസും അല്ലേ? അതെന്താ അല്ലാത്ത? പറയട്ടെ. ഗുഡ്സിൻ്റെ ഡെഫിനേഷൻ എന്താ? എനി മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിങ് മണി ആൻഡ് സെക്യൂരിറ്റീസ്. എനി മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡിങ് ആക്ഷനബിൾ ക്ലെയിം, അതുപോലെ തിങ്സ് അറ്റാച്ച് ടു ലാൻഡ് അല്ലെങ്കിൽ ഫോമിംഗ് പാർട്ട് ഓഫ് എർത്ത്. പഠിച്ചല്ലേ? അപ്പോൾ ഗുഡ്സിൻ്റെ ഡെഫിനേഷനകത്ത് എന്ത് വരത്തില്ല? മണിയും വരത്തില്ല, സെക്യൂരിറ്റീസും വരത്തില്ല. ശരി, ഇനി സർവീസിൻ്റെ ഡെഫിനേഷൻ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചെന്താ? എനിത്തിങ് അതർ ദാൻ ഗുഡ്സ് ആൻഡ് മണി ആൻഡ് സെക്യൂരിറ്റീസ്. കണ്ടോ? അപ്പോൾ മണിയും സെക്യൂരിറ്റീസും ഗുഡ്സും അല്ല, സർവീസും അല്ല. അപ്പോൾ നിങ്ങളൊരു ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസ് ആണ് നിങ്ങളുടെ സപ്ലൈ എങ്കിൽ അതിനെ എക്സാം സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസ് ആണ് നിങ്ങളുടെ സപ്ലൈ എങ്കിൽ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? എക്സാം സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യും. അവിടെ നിങ്ങൾക്ക് ITC എടുക്കാൻ പറ്റില്ല. എക്സാമ്പിൾ പറയാൻ പറ്റും സാറേ? ഉറപ്പായിട്ടും പറയാൻ പറ്റും. എന്താണെന്ന് പറയട്ടെ? നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. ഇപ്പോൾ എൻ്റെ ബ്രോക്കേഴ്സ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്സ്റ്റോക്സ് യൂസ് ചെയ്യാറുണ്ട്. സെറോദ, PTM മണി, ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സ്, അല്ലെങ്കിൽ നമ്മളാണ് ട്രേഡേഴ്സ്, അവരാണ് നമുക്ക് ഈ പറഞ്ഞ ബ്രോക്കേഴ്സ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളെ ട്രേഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ബ്രോക്കേഴ്സ്. ഇവരുടെ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസാക്ഷൻ സെക്യൂരിറ്റീസാണ്. അപ്പോൾ അവർ മേടിക്കുന്ന ഇൻപുട്ട് ഗുഡ്സും ഇൻപുട്ട് സർവീസും യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സപ്ലൈ നടത്താൻ വേണ്ടിയിട്ടാണ്. എന്താണ് അവരുടെ സപ്ലൈ ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസാണ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസിനെ നമ്മൾ എക്സാം സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യും. എക്സാം സപ്ലൈ ആണ് നിങ്ങൾ നടന്നെങ്കിൽ ITC നോട്ട് അലൗഡ്. അപ്പോൾ ഇവർ ഗുഡ്സും സർവീസും ഒക്കെ വാങ്ങിയതിന് ശേഷം ട്രാൻസാക്ഷൻ സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഒരു സപ്ലൈ ആണ് നടത്തുന്നത് കൊണ്ട് ഇവർക്ക് ITC നോട്ട് അലൗഡ്. ഇവർക്ക് ITC യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? ഇവർക്ക് ITC യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ട്രാൻസാക്ഷൻ സെക്യൂരിറ്റീസിനെ നമ്മൾ എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യും? എക്സാം സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യും. ആക്ച്വലി എക്സാം സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ? നമ്മൾ നേരത്തെ പഠിച്ച നിൽ റേറ്റഡ്, നോൺ ടാക്സബിൾ സപ്ലൈസും ഹോളി എക്സംപ്റ്റഡ്.
ഈ പഠിച്ച 3 നിൽ റേറ്റഡും എന്താണ് ഹോളി എക്സംപ്റ്റഡും നോൺ ടാക്സബിൾ സപ്ലൈസും മാത്രമേ ഉള്ളൂ ഈ GSTയിലെ എല്ലാ സെക്ഷനിലും. പക്ഷേ സെക്ഷൻ 17 സബ്സെക്ഷൻ 2 വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ എക്സാം സപ്ലൈ ആയിട്ട് എന്തിനെ കൺസിഡർ ചെയ്യണം? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ITC യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ട്രാൻസാക്ഷൻ സെക്യൂരിറ്റി ആണെങ്കിൽ അവിടെ ITC യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഈ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നമുക്കറിയാം ലാൻഡ് ആൻഡ് ബിൽഡിങ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലേ? അതെ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ഗുഡ്സിൻ്റെ ഡെഫിനേഷനകത്ത് വരുമോ? ഇല്ല, അത് സർവീസിൻ്റെ ഡെഫിനേഷനകത്തല്ലേ വരുന്നത്. അതെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ് നെഗറ്റീവ് ലിസ്റ്റാണ്. അത് പഠിച്ച ഓർമ്മയുണ്ടോ? ഷെഡ്യൂൾ 3 പഠിച്ചപ്പോൾ നെഗറ്റീവ് ലിസ്റ്റ് പഠിച്ചപ്പോൾ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ് നെഗറ്റീവ് ലിസ്റ്റാണെന്ന് പഠിച്ചു. അതിനുശേഷം പിന്നെയും ഫർദർ നമ്മൾ മുന്നോട്ട് പഠിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു, ഒരു ലാൻഡ് ആൻഡ് ബിൽഡിങ് ഒരു ബിൽഡർ അത് ഉണ്ടാക്കിയിട്ട് വിൽക്കുമ്പോൾ GST വരും. എപ്പോഴാണ് വരിക? കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നേ വിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഒക്കുപ്പൻസി നടത്തിയതിന് മുന്നേ വിൽക്കുകയാണെങ്കിലോ എന്ത് വരും? GST വരും. എക്സാമ്പിൾ ഉൾപ്പെടെ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നതാണ്, ഓർമ്മയുണ്ടോ? അതായത് ഒരു ഫ്ലാറ്റ് ഞാൻ പരസ്യം പറഞ്ഞ് കാണിച്ചതെന്ന് ഓർമ്മയില്ല. ഒരു ഫ്ലാറ്റ് 0 GST എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി അല്ലെങ്കിൽ അവിടെ ഫസ്റ്റ് ഒക്കുപ്പൻസി നടന്നു എന്ന ഓർമ്മയുണ്ടോ? അപ്പോൾ നമ്മൾ ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് എമൗണ്ട് കൊടുക്കുകയാണ്. 1 രൂപയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ കൺസിഡറേഷൻ ആൻഡ് ടാക്സബിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഹോംവർക്ക് ചെയ്തത്. ആ സാധനം കാരണം നമ്മൾ പഠിച്ചു ഗുഡ്സ് അല്ല സർവീസാണ്. പിന്നെ നെഗറ്റീവ് ലിസ്റ്റിൽ പറഞ്ഞു സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എക്സംപ്റ്റഡ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എക്സംപ്റ്റഡ് ആണ്, പക്ഷേ ക്ലോസ് 2 പാരഗ്രാഫ് 5 ഓഫ് ഷെഡ്യൂൾ 2 നമ്മൾ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എപ്പോഴാണ്? ഫസ്റ്റ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഒക്കുപ്പൻസി നടത്തുന്നതിന് മുന്നെയോ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഒരു അഡ്വാൻസ് എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ GST വരുമെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാനത് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടാവും. ആ സാധനത്തിനെയും നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? എക്സാം സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതിൻ്റെ അർത്ഥം സപ്പോസ് അവിടെ GST വന്നു, ഒരു ബിൽഡർ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നേ വിറ്റു. അത് വിൽക്കുകയാണെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യണം, GST പേ ചെയ്യേണ്ടിയൊക്കെ വരും. സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ അയാൾ ഓൾറെഡി വാങ്ങിയിരിക്കുന്ന ഇൻപുട്ട് ഗുഡ്സുകളും ഇൻപുട്ട് സർവീസുകളും ഇല്ലേ, അതിന് മുകളിൽ GST എടുക്കാൻ പറ്റില്ല. ഇൻപുട്ട് ഗുഡ്സുകളും ഇൻപുട്ട് സർവീസുകളും ഇല്ലേ, അതിന് മുകളിൽ GST എടുക്കാൻ പറ്റില്ല. പിടികിട്ടിയോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. ഇതിങ്ങനെ നിങ്ങൾ ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഷെഡ്യൂൾ 1ഉം ഷെഡ്യൂൾ 2ഉം ഷെഡ്യൂൾ 3ഉം എവിടെയൊക്കെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരുമോ, എവിടെയൊക്കെ അതിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുമോ എന്ന് കണക്ട് ചെയ്ത് പഠിക്കണം. ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് വേസ്റ്റാണ്. നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ നെഗറ്റീവ് GST മുഴുവൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പോലും ഒരു GSTയുടെ പോർട്ടലിൽ കയറിയിട്ട് ഒരു രജിസ്ട്രേഷൻ എടുക്കാനോ ഒരു റിട്ടേൺ ഡാഷ്ബോർഡിൽ കയറിയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാനോ പോലുള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവില്ല. അത് നമ്മുടെ സ്റ്റഡീസിൻ്റെ പോരായ്മ. പക്ഷേ നിങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഫോർ ദ പേർപ്പസ് ഓഫ് ദിസ് സബ്സെക്ഷൻ the expression, that the value of exam supply shall not include the value of activities or transactions specified under schedule 3 except those specified in paragraph 5 the land and building. എന്ന് പറഞ്ഞാൽ എന്താ? ഷെഡ്യൂൾ 3 നമ്മൾ കുറേ കാര്യങ്ങൾ നെഗറ്റീവ് ലിസ്റ്റായിട്ട് മാറ്റി നിർത്തുന്നുണ്ട്. ആ നെഗറ്റീവ് ലിസ്റ്റുകളിലുള്ള ഐറ്റംസ് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ITC എടുക്കാൻ പറ്റും. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് മാത്രമേ ഉള്ളൂ എടുക്കാൻ പറ്റാത്തത്. നമ്മൾ ഷെഡ്യൂൾ 3 പറഞ്ഞു, ഷെഡ്യൂൾ 3 പറയുന്ന എല്ലാ ഐറ്റംസും നെഗറ്റീവ് ലിസ്റ്റാണ്. ഷെഡ്യൂൾ 3 പറയുന്ന എല്ലാ ഐറ്റംസും നെഗറ്റീവ് ലിസ്റ്റാണ്. അവിടെ നിങ്ങൾക്ക് എന്തില്ല? GST ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഷെഡ്യൂൾ 3 നടത്തുന്ന, ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷെഡ്യൂൾ 3 ഐറ്റമാണ് ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. അപ്പോൾ അല്ലെങ്കിൽ അത് വേണ്ട, ഫ്യൂണറൽ ബറിയൽ സർവീസ് എക്സംപ്റ്റഡ് ഫ്രം GST എന്ന് പറഞ്ഞില്ലേ? ഫ്യൂണറൽ ബറിയൽ സർവീസ് എക്സംപ്റ്റഡ് ഫ്രം GST. അപ്പോൾ ഞാൻ ഒരു ഫ്യൂണറൽ ബറിയൽ സർവീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ നടത്തുന്ന സപ്ലൈ അല്ല. അത് എക്സംപ്റ്റഡ് ആണോ? അല്ല. അത് നെഗറ്റീവ് ലിസ്റ്റിൽ സപ്ലൈ അല്ല എന്നാണ് പറയുന്നത്. നെഗറ്റീവ് ലിസ്റ്റിൽ എന്തല്ല? സപ്ലൈ അല്ല. പക്ഷേ ഞാൻ ഈ ഫ്യൂണറൽ അല്ലെങ്കിൽ ബറിയൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗുഡ്സും സർവീസും വാങ്ങിയിട്ടുണ്ട്. കുറച്ച് സർവീസും പുറത്തുനിന്ന് എവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് എൻ്റെ അർത്ഥം. എനിക്ക് എവിടെയെങ്കിലും GST ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാം. പഠിക്കുക. അപ്പോൾ ഷെഡ്യൂൾ 3 പറയുന്ന സപ്ലൈ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യാം. അതിൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ആകെ റെസ്ട്രിക്ഷൻ ഉള്ളത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് മാത്രം. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം നിങ്ങളുടെ ടെസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എഴുതുള്ളൂ. പക്ഷേ ഇതിങ്ങനെ തന്നെ പഠിക്കണം. നിങ്ങൾക്ക് ഇത് ആവശ്യം വരും. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഫൈനൽ പഠിക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ആവശ്യം വരും. ഫൈനൽ പഠിക്കുന്ന സ്റ്റുഡൻസ് നമ്മുടെ ഇൻകം ടാക്സിൻ്റെയും GSTയുടെയും ക്ലാസ് വാങ്ങി അതൊന്നും കൂടെ പഠിച്ചതിന് ശേഷമാണ് ഫൈനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പല കുട്ടികളും അത് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മൾ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടും നിങ്ങൾക്ക് ക്ലിയർ നോളജ് കിട്ടണം. ഇതിനപ്പുറം പിന്നെ വേറൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, പക്ഷേ സിലബസിൽ നിന്നുകൊണ്ട് വെറുതെ വാരി വലിച്ചെല്ലാം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച ഐറ്റംസിൻ്റെയൊക്കെ നമുക്കൊന്ന് പ്രസൻറ്റ് ചെയ്താലോ? നമ്മൾ പഠിച്ച ഐറ്റംസിനെ നമുക്കൊന്ന് പ്രസൻറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കി, നമ്മൾ പഠിച്ചത് സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പഠിച്ചു. 17 സബ്സെക്ഷൻ 1 പറയുന്ന ഐറ്റം എന്താ? നിങ്ങൾ നടത്തുന്ന സപ്ലൈ അത് അല്ലെങ്കിൽ നിങ്ങളൊരു ഗുഡ്സ് വാങ്ങിയിട്ട് അത് ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തു. യൂസ്ഡ് ഫോർ ബിസിനസ് പർപ്പസ്. അതുപോലെ യൂസ്ഡ് ഫോർ നോൺ ബിസിനസ് പർപ്പസ്. അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ ബിസിനസ് പർപ്പസിന് ITC അലൗഡ്, നോൺ ബിസിനസ് പർപ്പസ് ആണെങ്കിൽ ITC നോട്ട് അലൗഡ്.
സംശയമുണ്ടോ? ഇല്ല. ശരി, അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ 17 സബ്സെക്ഷൻ 2 പഠിച്ചു. 17 സബ്സെക്ഷൻ 2 പഠിച്ചു. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഈ മേടിച്ചിരിക്കുന്ന ഇൻപുട്ട് ഗുഡ്സും ഇൻപുട്ട് സർവീസും ഇല്ലേ, ഈ ഇൻപുട്ട് ഗുഡ്സും ഇൻപുട്ട് സർവീസും വെച്ചിട്ട് നടത്തുന്ന സപ്ലൈ ടാക്സബിൾ സപ്ലൈ ആയിരിക്കാം. ടാക്സബിൾ സപ്ലൈ ആയിരിക്കാം. അതുപോലെ എന്തായിരിക്കാം? എക്സം സപ്ലൈ ആയിരിക്കാം. എക്സം സപ്ലൈ ആയിരിക്കാം. എക്സംപ്റ്റഡ് സപ്ലൈയും ആയിരിക്കാം. എക്സം സപ്ലൈ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ സപ്ലൈ ആണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ITC അലൗഡ്. ITC അലൗഡ്. എക്സം സപ്ലൈ ആണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ITC നോട്ട് അലൗഡ്. ഇതല്ലേ പഠിച്ചത്? എന്നിട്ട് അതിൻ്റെ കൂടെ പഠിച്ചു എക്സാം സപ്ലൈ ഇൻക്ലൂഡ്സ്. എക്സാം സപ്ലൈ ഇൻക്ലൂഡ്സ് 3 ഐറ്റംസ്. ഒന്നാമത്തെ എന്താ? മറന്നല്ലോ. എനിക്ക് മറക്കാം, നിങ്ങൾ മറക്കരുത്. എക്സാം സപ്ലൈയിൽ ഒന്നാമത്തെ ഐറ്റം നമ്മൾ പഠിച്ചെന്തായിരുന്നടാ? ദൈവമേ, എനിക്ക് അൽഷിമേഴ്സ് വല്ലാണോ? ഞാൻ മറന്നുപോയി. അയ്യോ, പോട്ടെ. രണ്ടാമത്തെ സാധനം നമുക്ക് നോക്കാം. സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അത് 3. സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അതുപോലെ സെക്യൂരിറ്റീസ്. രണ്ടാമത്തെ സെക്യൂരിറ്റീസ്. ആദ്യത്തെ എന്തായിരുന്നടാ? എനിക്ക് അൽഷിമേഴ്സ് വിളിച്ചെന്നാ തോന്നുന്നത്, മറന്നുപോയി. കുഴപ്പമില്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനെ സംഭവിക്കില്ല. നമ്മൾ പറഞ്ഞ കാര്യം പെട്ടെന്ന് RCM ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ അത്, RCM ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ അത്, RCM ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ അത്. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ, നിങ്ങൾ നടത്തുന്ന സപ്ലൈ ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ ITC ഫുൾ അലൗഡ്. നിങ്ങൾ നടത്തുന്ന സപ്ലൈ എക്സം സപ്ലൈ ആണ്. എക്സം സപ്ലൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടത്തുന്ന സപ്ലൈയിലെല്ലാം RCM നിങ്ങളുടെ സപ്ലയർ തന്നെയാണ്, നിങ്ങളുടെ റെസിപ്പിയൻ്റ് തന്നെയാണ് ടാക്സ് പേ ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ITC എടുക്കാം. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞൊന്ന് തിരിഞ്ഞുപോയി. അതായത് നിങ്ങൾ നടത്തുന്ന സപ്ലൈ എക്സം സപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് ITC നോട്ട് അലൗഡ്. അത് RCM നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ അടുത്ത് നിങ്ങളുടെ റെസിപ്പിൻ്റാണ് ടാക്സ് പേ ചെയ്യുന്നത്, അപ്പോഴും ITC നോട്ട് അലൗഡ്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ആണ് നിങ്ങളുടെ പരിപാടി, നോട്ട് അലൗഡ്. അതുപോലെ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ സർവീസിൻ്റെ പെർസ്പെക്റ്റീവിലാണ് വരുന്നത്. സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നെഗറ്റീവ് ലിസ്റ്റാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നോ ഫസ്റ്റ് ഒക്കുപ്പൻസി നടത്തുന്നതിന് മുന്നോ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിൽ അത് ടാക്സബിൾ അണ്ടർ GST എന്ന് പറഞ്ഞു. ആ ടാക്സബിൾ സപ്ലൈ ആണ് നിങ്ങൾ നടന്നെങ്കിൽ അതും നോട്ട് അലൗഡ്. അപ്പോഴും നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോഴും ആ ബിൽഡർക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ശരി. അപ്പോൾ ചേട്ടൻ നേരത്തെ ഇത് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾ സപ്ലൈ നടത്തുമ്പോൾ ടാക്സബിൾ സപ്ലൈയും എക്സം സപ്ലൈയും അതുപോലെ പേഴ്സണൽ സപ്ലൈ ഒക്കെ ഒരുമിച്ച് നടത്തിയെന്ന്. അങ്ങനെ ഒരുമിച്ച് നടത്തി കഴിഞ്ഞാൽ എന്താ വരും? ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞോ, അത് പറഞ്ഞിട്ടുണ്ടേ. അതല്ലേ കോമൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോർഷൻമെൻറ്റ് ഓഫ് കോമൺ ക്രെഡിറ്റ്. അപ്പോർഷൻമെൻറ്റ് ഓഫ് കോമൺ ക്രെഡിറ്റ്. അപ്പോർഷൻമെൻറ്റ് ഓഫ് കോമൺ ക്രെഡിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻപുട്ട് ഗുഡ്സിനുണ്ട്, ഇൻപുട്ട് സർവീസിനുണ്ട്, ക്യാപിറ്റൽ ഗുഡ്സിനുണ്ട്. ഇൻപുട്ട് സർവീസ് അല്ലെങ്കിൽ ഇൻപുട്ട് ഗുഡ്സ് ആണെങ്കിൽ റൂൾ 42ഉം ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ റൂൾ 43ലുമാണ് ഈ പറയുന്ന ഐറ്റംസ് പറയുന്നത്. ഇൻപുട്ട് ഗുഡ്സ് ആണ് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ആണെങ്കിൽ റൂൾ 42, ഇൻപുട്ട് സർവീസ് ആണെങ്കിൽ റൂൾ 43ലാണ് ഈ പറയുന്ന ഐറ്റംസ് പറയുന്നത്. സംശയമുണ്ടോ? സംശയമില്ല. അപ്പോൾ നമ്മൾ പഠിക്കണം റൂൾ 42 എന്താണ്, റൂൾ 43 എന്താണ്. അതായത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യം പറയുന്നത് റൂൾ 43, ഇൻപുട്ട് ഗുഡ്സും ഇൻപുട്ട് സർവീസിൻ്റെ കാര്യം പറയുന്നത് റൂൾ 42. പഠിച്ചാലോ? പഠിക്കാം. ഇതിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യം കുറേ ഉണ്ട് കേട്ടോ. അതിൻ്റെയും മിനിമൽ സെൻസിലേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് പഠിക്കാം, ഇതിൻ്റെ എക്സാമ്പിളും ചെയ്യാം. നമ്മൾ പഠിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിലോട്ട് നോക്കിയോ. ടെക്സ്റ്റിലെ എക്സാമ്പിൾ നമ്പർ 38 നോക്കാനാണ് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നമ്പർ 38 നോക്കിയേക്കാം. അപ്പോർഷൻമെൻറ്റ് ഓഫ് ക്രെഡിറ്റ് 17 സബ്സെക്ഷൻ 1, 2, 3. 30 ഇതാടക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. അഖിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സണാണ്. പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. അഖിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സണാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ITC എടുക്കാം. എലിജിബിലിറ്റി അവനുണ്ട്. ഓക്കെ, അവന് താഴെ കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2022. ശരി, ഡീറ്റെയിൽസ് എന്താ നോക്കി. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻവേർട്ട് സപ്ലൈസ്. ഇൻവേർട്ട് സപ്ലൈസിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 2 ലക്ഷമാണ്. അപ്പോൾ അവൻ്റെ ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണ്? ITC എത്രയാണ്? 2 ലക്ഷം. ഓക്കെ, അവൻ നടത്തിയ ടാക്സബിൾ സപ്ലൈസ് ഈ എക്സ്ക്ലൂഡിങ് സീറോ റേറ്റഡ് സപ്ലൈ. ഓക്കെ, എത്രയാണ്? 10 lakhs ആണ് അവൻ്റെ ടാക്സബിൾ സപ്ലൈ ആണ്. അവൻ്റെ ഔട്ട്വേർഡ് സപ്ലൈ 10 lakhs ആണ്. അവൻ്റെ എക്സ്പോർട്ട് സപ്ലൈ, അതായത് സീറോ റേറ്റഡ് സപ്ലൈ 5 ലക്ഷമാണ്. അപ്പോൾ അവൻ നടത്തുന്ന ടോട്ടൽ സപ്ലൈ എത്രയായി? 15ആയി. ഓക്കെ, ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞതിനകത്ത് നമുക്ക് 15 കൂട്ടാം. എക്സാം സപ്ലൈ ഉണ്ട് 3 lakh. എക്സാം സപ്ലൈ ഉണ്ട് എത്ര ലാക്ക്? 3 lakh. ശരി, അവൻ്റെ ഇൻവേർട്ട് സപ്ലൈ ഓൺ വിച്ച് ഹി ഈസ് ലൈബിൾ ടു പേ RCM. അവൻ RCM ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന 2 ലക്ഷം രൂപയ്ക്കാണ്. RCM ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന എത്ര രൂപയ്ക്കാണ്? 2 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയടാ, അവൻ്റെ നോർമൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 2 ലക്ഷമാണ്. ഇനി അവൻ RCM ടാക്സ് അടയ്ക്കേണ്ടി വന്നത്, അവൻ RCM ടാക്സ് അടയ്ക്കേണ്ടി വന്നത് 2 ലക്ഷം. ഈ RCM ടാക്സ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ? നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റും.
നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ സംശയമൊന്നുമില്ല. പിടിയിട്ട് അവൻ്റെ ഇൻവേർട്ട് സപ്ലൈ അല്ലേ, അതായത് അവൻ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സും സർവീസും ഒക്കെ ആയിരിക്കും. പക്ഷേ അതൊരു അൺരജിസ്റ്റേർഡ് ബയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ RCMൽ പേ ചെയ്യേണ്ടി വരും. നമ്മൾ RCMൽ ടാക്സ് പേ ചെയ്തു, കുഴപ്പമില്ല, അവന് ITC ക്ലെയിം ചെയ്തുകൂടെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവന് ടോട്ടൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ITC 2 lakhs, 2 lakhs, 4 lakhs ക്ലെയിം ചെയ്യാം. അവൻ്റെ ടോട്ടൽ ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ 10 lakhs ആണ്, അവൻ്റെ സീറോ റേറ്റഡ് സപ്ലൈ 5 lakhs ആണ്, അവൻ്റെ എക്സം സപ്ലൈ 3 lakhs ആണ്. സംശയമില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇൻ ദിസ് കേസ്, ഈ കേസിൽ നിങ്ങൾ കമ്പ്യൂട്ട് ITC മിസ്റ്റർ ഇവൻ അഖിലിന് ഉള്ള ITC നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തോളാനാണ് പറയുന്നത്. ITC കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ശരി സമ്മതിച്ചു, നമുക്ക് കുഴപ്പമില്ല. ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അവർ അറേഞ്ച് ചെയ്ത് എഴുതി വെച്ചേക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അവൻ്റെ ടാക്സബിൾ സപ്ലൈസ് എക്സ്ക്ലൂഡിങ് സീറോ റേറ്റ് സപ്ലൈ 10 ലക്ഷം, സീറോ റേറ്റ് സപ്ലൈ കൂടെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ 5 ലക്ഷം. അവൻ്റെ എക്സാം സപ്ലൈ 3 ലക്ഷം, എക്സാം സപ്ലൈ എത്രയാണ് 3 ലക്ഷം. അവൻ്റെ ഇൻവേർഡ് സപ്ലൈന് മുകളിൽ അവൻ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത് 2 ലക്ഷം. 2 ലക്ഷം. അവൻ്റെ ടോട്ടൽ സപ്ലൈസ് അപ്പോൾ എത്രയാണ്? ടോട്ടൽ സപ്ലൈ 20 lakhs ആണ്. ടോട്ടൽ സപ്ലൈസ് എത്രയാണ്? 20 lakhs ആണ്. ശരി, 20 lakhs ആണ്. സംശയമുണ്ടോ? ഇല്ല. ഇതിൽ ടാക്സബിൾ സപ്ലൈ ഇൻക്ലൂഡിങ് സീറോ റേറ്റഡ് സപ്ലൈ ഇതിന് മാത്രമല്ല നമ്മൾ ക്രെഡിറ്റ് അലോ ചെയ്യാൻ പറ്റും. ടാക്സബിൾ സപ്ലൈ ഇൻക്ലൂഡിങ് സീറോ റേറ്റഡ് സപ്ലൈ ഇതിന് മാത്രമല്ല നമുക്ക് ക്രെഡിറ്റ് അലോ ചെയ്യാൻ പറ്റും. ടാക്സബിൾ സപ്ലൈ ഇൻക്ലൂഡിങ് സീറോ റേറ്റഡ് സപ്ലൈ ഇതിന് മാത്രമല്ല നമുക്ക് ക്രെഡിറ്റ് അലോ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കി, ടോട്ടൽ സപ്ലൈ ഔട്ട് ഓഫ് ദിസ് ടാക്സബിൾ ഇൻക്ലൂഡിങ് സീറോ റേറ്റ് സപ്ലൈ എത്രയാണ്? 15 ലക്ഷമാണ്. ടാക്സബിൾ സപ്ലൈ നടത്തിയത് 10 ലക്ഷം, സീറോ റേറ്റ് സപ്ലൈ നടത്തിയത് 5 ലക്ഷം. ടോട്ടൽ എത്ര ലക്ഷമാണ്? 15 ലക്ഷം. ശരി, അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഈ RCMൽ അവൻ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത് എത്ര? 2 lakhs ആണ് അവൻ RCMൽ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. എത്ര lakhs ആണ്? 2 lakhs ആണ് RCMൽ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവൻ്റെ ടോട്ടൽ സപ്ലൈ 20 ലക്ഷമാണ്, അതിൽ ടാക്സബിൾ സപ്ലൈ 15 ലക്ഷമാണ്, അതിൽ RCMൽ അവൻ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത് 2 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ITC അവൈലബിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ITC അവൈലബിൾ എത്രയായിരിക്കും? ഇതിലൊരു ചെറിയ കുഴപ്പമുണ്ട് കേട്ടോ. ഈ ടെക്സ്റ്റിൽ ആൻസർ ചെയ്തിരിക്കുന്നതിൽ ചെറിയൊരു തെറ്റുണ്ട്. സംബന്ധം നോക്കാം. അതായത് ഇവിടെ പുള്ളിക്കാരൻ്റെ ഇൻപുട്ട് ഉണ്ട്, അതുപോലെ ഔട്ട്വേർഡ് സപ്ലൈ ഉണ്ട്. ഔട്ട്വേർഡ് സപ്ലൈ ഉണ്ട്. ഇവിടെ ഇൻവേർട്ട് സപ്ലൈയിൽ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻവേർട്ട് സപ്ലൈ പുള്ളിക്കാരന് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ള ITC 2 ലക്ഷമാണ്. 2 ലക്ഷം രൂപയുടെ ITC പുള്ളിക്കാരന് ഈ മാസം അവൈലബിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, അവൻ്റെ ടാക്സബിൾ സപ്ലൈ, അതായത് അവൻ നടത്തുന്ന സെയിലാണ്. ടാക്സബിൾ സപ്ലൈ എത്രയാണ്? 10 ലക്ഷം. 10 ലക്ഷം രൂപയുടെ സെയിൽ അവൻ നടത്തുന്നുണ്ട്. അതുപോലെ അവൻ സീറോ റേറ്റഡ് സപ്ലൈ നടത്തുന്നുണ്ട് 5 ലക്ഷം. ഓക്കെ, അതും അവൻ്റെ സെയിലാണ് 5 ലക്ഷം. അത് കഴിഞ്ഞാൽ എക്സാം സപ്ലൈ നടത്തുന്നുണ്ട്, അത് 3 ലക്ഷം. എക്സാം സപ്ലൈ നടത്തുന്നത് എത്രയാണ്? 3 lakhs. 3 lakhs എക്സാം സപ്ലൈ നടത്തുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ഇൻവേർട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ പർച്ചേസ് അല്ലേ? ഇൻവേർട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ആണ്. ശരി, ഇൻവേർട്ട് സപ്ലൈ ഓൺ വിച്ച് ഹി ഈസ് ലയബിൾ ടു പേ ടാക്സ് അണ്ടർ RCM. അവൻ പർച്ചേസ് ചെയ്തതിനകത്ത് 2 lakh rupees ഉണ്ട്, അതിൽ അവൻ RCMൽ ടാക്സ് പേ ചെയ്യണം. അതിനകത്ത് അവൻ RCMൽ ടാക്സ് പേ ചെയ്യണം. അപ്പോൾ ഇതാണ് അവൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ഈ 2 lakh rupees ഗുഡ്സ് അവൻ പർച്ചേസ്. ഈ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ. നിങ്ങൾ കൺഫ്യൂഷൻ ആയിക്കോ. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഇൻവേർഡ് മാറ്റിയിട്ട് ഔട്ട്വേർഡ് ആക്കിക്കോ. ഔട്ട്വേർഡ് കറക്റ്റ് ആവുക. ഇൻവേർഡ് ആണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഇത് അവൻ്റെ ഔട്ട്വേർഡ് സപ്ലൈ ആണെന്ന് വെച്ചോ. ഇത് അവൻ്റെ ടോട്ടൽ ഔട്ട്വേർഡ് സപ്ലൈ ആണ്. അതിൽ ഹീ വിട്ടേക്ക്, റെസിപ്പിയൻ്റ് എന്നാക്ക്. ഹീസ് മാറ്റിയിട്ട് റെസിപ്പിയൻ്റ് എന്നാക്ക്. ഓക്കെ, ഇത് നോക്കി, ഔട്ട്വേർഡ് സപ്ലൈ ഓൺ വിച്ച് റെസിപ്പിയൻ്റ് ഈസ് ലയബിൾ ടു പേ ടാക്സ്. അവൻ ഔട്ട്വേർഡ് സപ്ലൈ നടത്തി, അതിൽ RCMൽ റെസിപ്പിയൻ്റ് ആണ് ടാക്സ് പേ ചെയ്യേണ്ടത്. അത് 2 lakh. അപ്പോൾ ഇത് നമുക്ക് പർച്ചേസ് വേണ്ട. ഇതിനെ സെയിലായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. 2 lakh ആണ്. 2 lakh rupees സെയിൽ നടത്തി. പക്ഷേ ഇത് RCMലാണ് ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ അവൻ്റെ ടോട്ടൽ സെയിൽ എത്രയാണ്? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ അവൻ്റെ ടോട്ടൽ സെയിൽ 10 ലക്ഷം, 5, 15, 15, 18, 20. ടോട്ടൽ അവൻ നടത്തിയ സെയിൽ എന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപയ്ക്കാണ്. ടോട്ടൽ അവൻ സെയിൽ നടത്തിയെന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപയ്ക്കാണ്? 20 ലക്ഷം രൂപയ്ക്കാണ്. എത്ര ലക്ഷം രൂപയ്ക്കാണ്? 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപയ്ക്കാണ് അവൻ സെയിൽ നടത്തിയെങ്കിൽ നമുക്കറിയാം ഇതിൽ ടാക്സബിളിനുള്ള ITC അലൗഡ് ആണ്. ഓക്കെ, ഇതിൽ എക്സാംപ്റ്റഡിനുള്ള ITCയും എക്സ്പോർട്ട്, അതായത് നമ്മുടെ സീറോ റേറ്റ് സപ്ലൈക്കുള്ള ITCയും അലൗഡ് ആണ്. സംശയമുണ്ടോ? ഇതിൽ RCMൽ ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാലും അത് നോർമൽ ടാക്സബിൾ ആണെങ്കിൽ അലൗഡാണ്. ഓക്കെ, സംശയമൊന്നുമില്ല. ഇനി അപ്പോഴും പ്രശ്നം വരുമല്ലോടാ. ഈ പണ്ടാരം ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതിച്ചേക്കുന്നത്? ഇവിടെ ചെയ്തേക്കുന്ന തെറ്റാണ്. ഇവർ ചെയ്തേക്കുന്നത് അതായത് ടാക്സബിൾ സപ്ലൈ 10 ലക്ഷമാണ്, എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന 5 ലക്ഷമാണ്, സമ്മതിച്ച് എക്സാം സപ്ലൈ 3 ലക്ഷമാണ്. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോഴാണ് നമ്മുടെ എന്ത് കിട്ടുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി, ടോട്ടൽ സപ്ലൈ കിട്ടുന്നത്, നമ്മൾ നടത്തിയ സെയിൽ കിട്ടുന്നത് അല്ലേ. ഇവർ അതിനകത്ത് ഇൻവേർട്ട് സപ്ലൈയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻവേർട്ട് സപ്ലൈ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? ഇൻവേർട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ പർച്ചേസ് അല്ലേ, അതിന് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ അതിനെ ആഡ് ചെയ്തിട്ട് 20 lakhs എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇവരതിനെ ആഡ് ചെയ്തിട്ട് എത്ര കാണിച്ചിരിക്കുന്നത്? 20 lakhs എന്ന്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രപ്പോർഷനേറ്റ് എമൗണ്ട് ആയിട്ട് ITC ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഈ പോയിന്റ് കംപ്ലീറ്റ് ആയിട്ട് വെട്ടേണ്ടി വരും. കാരണം ഈ പോയിന്റ് ഇടാം, ഇതിൻ്റെ ടാക്സ് റേറ്റ് തരാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് ഇട്ട് ചെയ്യാമായിരുന്നു.
അപ്പോൾ ഈ പോയിന്റ് വേണ്ട. നിങ്ങൾ എക്സാം ഈ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഈ പോയിന്റേ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ബാക്കി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഇനി ചെയ്ത് നോക്കാം. ഇനി കുഴപ്പമില്ല. അതായത് 2 lakh rupees ITC ആണ് അവൻ അലൗഡ് ആയിട്ടുള്ളത്. ഓക്കെ, 10 lakh ആണ് അവൻ്റെ ടാക്സബിൾ സപ്ലൈ, 0 റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ 5 lakhs ആണ്, എക്സം സപ്ലൈ എന്ന് പറഞ്ഞാൽ 3 lakh ആണ്. അപ്പോൾ അവൻ ടോട്ടൽ സപ്ലൈ എത്ര? ടോട്ടൽ 10, 5, 15, 3, 18 ലക്ഷം രൂപയല്ലേ അവൻ സപ്ലൈ നടത്തിയത്. 18 ലക്ഷം രൂപയാണ് അവൻ സപ്ലൈ നടത്തിയത്. ആ 18 ലക്ഷം രൂപയിൽ 3 ലക്ഷം എക്സംപ്റ്റഡ് അല്ലേ? 3 ലക്ഷം എക്സംപ്റ്റഡ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രപ്പോർഷനേറ്റ് ആയിട്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കടാ, ടോട്ടലി നടത്തിയ സെയിൽ എന്ന് പറഞ്ഞാൽ 18 ലക്ഷമാണ്. ടോട്ടലി നടത്തിയ സെയിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 ലക്ഷമാണ്. ഈ 18 ലക്ഷത്തിൽ 10 ലക്ഷം എന്താ? ടാക്സബിളാണ്. ഓക്കെ, ശരി. അത് കഴിഞ്ഞിട്ട് മറ്റേ എത്രയാണ്? 5 ലക്ഷം 0 റേറ്റഡാണ്. ശരി, അത് കഴിഞ്ഞിട്ട് ബാക്കി 3 ലക്ഷം എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ ടോട്ടൽ ITC നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എത്ര? 2 lakh അല്ലേ? 2 lakh അല്ലേ? അപ്പോൾ 2 lakh rupees ITC അവൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഈ 2 lakh rupees ITC ടാക്സബിളിന് എത്രയാണോ അതെടുക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എടുക്കാം? 2 lakh ഇൻറ്റു ടോട്ടൽ 10, 5, 15, 3, 18 ഡിവൈഡ് ബൈ 10 അവനെ എടുക്കാം. ഇവിടെ എത്ര എടുക്കാം? 2 lakh ഇൻറ്റു 18 ഡിവൈഡ് ബൈ 5 എടുക്കാം. ഇവിടെ എടുക്കാൻ പാടില്ല. എത്ര എടുക്കാൻ പാടില്ല? 2 lakh ഇൻറ്റു 18 ഡിവൈഡ് 3 ഡിവൈഡ് ബൈ 18. ഇത് നമുക്കൊരിക്കലും എടുക്കാനായിട്ട് പറ്റില്ല. ഇത് നോട്ട് അലൗഡ് ആണ്. കണ്ടോ? ഈ സിമ്പിൾ പ്രൊവിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിൾ എഴുതിയിട്ടാണ് തെറ്റിച്ച് കൊളാക്കി പണ്ടടങ്ങി വെച്ചേക്കുന്നത്. പിടിക്കുക. അപ്പോൾ നിങ്ങൾ ഈ എമൗണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 2 ലക്ഷം രൂപയാണെങ്കിൽ 2 lakh. അയ്യോ, എൻ്റെ കാൽക്കുലേറ്റർ ചത്ത്. അയ്യോ, ഇതെൻ്റെ രണ്ടാമത്തെ കാൽക്കുലേറ്ററാണ്. അയ്യോ, എൻ്റെ കാൽക്കുലേറ്റർ സമാധി ആയി. പാവം എൻ്റെ കാൽക്കുലേറ്റർ. എന്താ പറ്റിയെന്ന് അറിയണോ? കാൽക്കുലേറ്റർ ഇപ്പോൾ ഞാൻ ഈ സ്റ്റുഡിയോ റൂമിലല്ലേ വെച്ചേക്കുന്നത്. ഇവിടെ ലൈറ്റൊന്നും കയറില്ല. എയർ ഹോളും ജനലും ഒക്കെ അടച്ച് കംപ്ലീറ്റ് ഫിറ്റാക്കി വെച്ചേക്കുക. അപ്പോൾ ലൈറ്റ് കയറാത്തതുകൊണ്ട് ചാർജ് ആവില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇന്ന് ലാസ്റ്റ് ക്ലാസ് എടുത്ത സമയത്ത് എൻ്റെ ഡിസ്പ്ലേ ഭയങ്കര ലൈറ്റായിട്ടാണ് തെളിയുന്നത്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് വെയിൽ കൊള്ളിക്കാം, സോളാർ എനർജിയൊക്കെ കയറിയിട്ട് സെറ്റ് ആവട്ടെ എന്ന്. അങ്ങനെ ഞാൻ 2 ദിവസം വെയിലത്ത് വെച്ചിരുന്നു. അങ്ങനെ അടിച്ചു പോയെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ പോയി ശ്രീലക്ഷ്മി മാമിൻ്റെ കാൽക്കുലേറ്റർ എടുത്തിട്ട് വന്നു. ശരി, നമുക്ക് ചെയ്ത് നോക്കാം. എന്താ സംഭവം? 2 lakhs ഡിവൈഡ് ബൈ 18 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൻസർ കിട്ടും. എത്ര ഇവിടെ അലൗഡ് ആയിട്ടുള്ളത്? 1,11,111. ഓക്കെ, ഇവിടെ അലൗഡ് ആയിട്ടുള്ളത് 5. ശരിടാ, 2 lakh ഡിവൈഡ് ബൈ 18 ഇൻറ്റു 10. 1,11,000. 2 lakh ഡിവൈഡ് ബൈ 18 ഇൻറ്റു 5 55,555. ശരി, ഇപ്പോൾ 2 lakh ഡിവൈഡ് ബൈ 18 ഇൻറ്റു 3 33,333. അതിൻ്റെ അർത്ഥം എന്താ? ഈ 33,333യുടെ ക്രെഡിറ്റ് നോട്ട് അലൗഡ്. ഇത് രണ്ടും അലൗഡാണ്. നമുക്ക് രണ്ടും കൂടെ കൂട്ടി വെക്കാം. 11 പ്ലസ് 55 5 എത്ര? 1,66,666 രൂപ. 66,67 വരും. റൗണ്ട് ചെയ്യുമ്പോൾ 67 വരും. ഇത് അലൗഡാണ്. ഈ ക്രെഡിറ്റ് അലൗഡാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അതിന് വെറുതെ ഇവർ ചുമ്മാ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് അതിനകത്ത് എക്സ്ട്രാ ഒരു സാധനങ്ങൾ ചേർത്തിട്ട് മൊത്തം കോളാക്കി എഴുതിക്കുക. ഈ ആൻസർ തെറ്റല്ലടാ, നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. ഇത് ആൻസർ തെറ്റാണ്. ഇതവൻ്റെ ഇൻവേർട്ട് സപ്ലൈ ആണെങ്കിൽ ഇതിന് ഒരിക്കലും ഔട്ട്വേർഡ് സപ്ലൈയുടെ കൂടെ ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 20 lakhs അല്ലേ, 18 lakhs ആണ് വരുന്നത്. മനസ്സിലായോ? $18 ആണ് വരുന്നത്. ഓക്കെ, ശരി, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വിട്ടേക്ക്, വെറുതെ നമ്മളെ കൺഫ്യൂഷൻ ആക്കി. ശരി, ഇനി താഴോട്ട് വരാം. റൂൾ നമ്പർ 72 പഠിക്കാം. റൂൾ നമ്പർ 72 പഠിച്ചാലോ? റൂൾ നമ്പർ 72 അല്ല 42. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അതായത് അപ്പോർഷൻമെൻറ്റ് ഓഫ് കോമൺ ക്രെഡിറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സും സർവീസിനും ആണെങ്കിൽ 42ഉം സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ 43ഉം പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമേ എന്ത് പഠിക്കാം? 42 പഠിക്കാം. സപ്ലൈ ഓഫ് ആദ്യം എന്ത് പഠിക്കാം? 42 പഠിക്കാം. 42ൽ കോമൺ ക്രെഡിറ്റ് അപ്പോർഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സ്റ്റെപ്പ് മാത്രം പറഞ്ഞുതരാം. അതിൻ്റെ ഫോർമുലാസും കാര്യങ്ങളും പറഞ്ഞുതരാം. ടി മൈനസ് T1 മൈനസ് T2 മൈനസ് T3. അപ്പോൾ C1 കിട്ടും. C1 മൈനസ് T4. അപ്പോൾ C2 കിട്ടും.
C2 നിന്ന് D1 കണ്ടുപിടിക്കണം. D1 ഈസ് ഈക്വൽ ടു E/F ഇൻറ്റു C2. ഓക്കെ, അപ്പോൾ നമുക്ക് D1 കിട്ടി. ഇനി D2 കണ്ടുപിടിക്കണം. 5% ഓഫ് C2, അതാണ് D2. എന്നിട്ട് C3 ഈസ് ഈക്വൽ ടു C2 മൈനസ് D1 പ്ലസ് D2. ഇത്രയാണ് ഫോമുലാസ്. ഇത്രയാണ് നമ്മുടെ ഫോമുലാസ്. മനസ്സിലായോ? പിടികിട്ടിയോ? സിമ്പിളല്ലേ? സിമ്പിളാണ്. മനസ്സിലായി കാണില്ല. നമുക്കിനി അത് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് പഠിക്കാം. ഈ ഫോമുലാസ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഓതേഴ്സിൻ്റെ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓതേഴ്സിൻ്റെ ടെക്സ്റ്റിൽ വേറെ ആയിരിക്കും. ഈ ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ സെക്ഷൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സെക്ഷൻ നമ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വെച്ചേക്കാം. കോട്ട് ചെയ്ത് എഴുതാണെങ്കിൽ നല്ലതാണ്. സപ്പോസ് നിങ്ങൾ ഓർത്ത് വെക്കുന്നില്ല, കോട്ട് ചെയ്യുന്നില്ല, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ സെക്ഷൻ നമ്പേഴ്സ് പറഞ്ഞിട്ട് വെറുതെ നിങ്ങളെ ക്ലാസ് കോംപ്ലക്സ് ആക്കുന്നില്ല. സെക്ഷൻ നമ്പേഴ്സ് നമ്മൾ ഇഗ്നോർ ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കി വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ശരി. നമ്മൾ പഠിക്കാൻ പോവാം. അതായത് ഇതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് ആലോചിക്കുക. ഇതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിക്കുക. അതായത് നമ്മൾ ഗുഡ്സ് മേടിക്കുക. നമ്മൾ എന്ത് മേടിക്കുകയാണ്? ഗുഡ്സ് മേടിക്കുകയാണ്. ശരി, ഈ മേടിക്കുന്ന ഗുഡ്സ് ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അലൗഡ്. എക്സാം സപ്ലൈക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോട്ട് അലൗഡ്. അതുപോലെ സീറോ റേറ്റ് സപ്ലൈക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അലൗഡ്. അതുപോലെ നോൺ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നോട്ട് അലൗഡ്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇനി ചില കേസുകളുണ്ട് നമ്മുടെ ടാക്സബിളിന് വേണ്ടിയിട്ടാണോ എക്സംപ്റ്റഡിന് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നതിന് നമുക്ക് അറിയാൻ പറ്റില്ല, ബൈഫോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനകത്താണെങ്കിൽ അവൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 18 ലക്ഷമായിരുന്നു. ഈ 18 ലക്ഷത്തിൽ നിന്ന് ടാക്സബിളിന് ഉപയോഗിക്കുന്ന 10 ലക്ഷമാണ്, അത് അലൗഡാണ്. സീറോ റേറ്റിന് ഉപയോഗിക്കുന്ന 5 ലക്ഷമാണ്, അതും അലൗഡാണ്. അതുപോലെ നോൺ ടാക്സബിൾ സപ്ലൈസിന് വേണ്ടി ഉപയോഗിക്കുന്ന 3 ലാക്സാണ്, അത് നോട്ട് അലൗഡ്. ഇത് സിമ്പിളായിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളപ്പോൾ നമുക്ക് 2 ലാഖിന് ഈ പ്രൊപ്പോർഷനായിട്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് അത് അലൗഡാണ്, മറ്റേത് നോട്ട് അലൗഡാണെന്ന് പറയാം. അലൗഡാണ്, മറ്റേത് നോട്ട് അലൗഡാണെന്ന് നമുക്ക് എന്ത് ചെയ്യും? സിമ്പിളായിട്ട് പറയാം. സംശയമുണ്ടോ? ഇല്ല, സംശയമില്ല. പക്ഷേ ചില സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ സപ്പോസ് ഒരു മെഷീനറി മേടിച്ച്, മെഷീനറിയുടെ ITC എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2 ലാഖാന്ന് അവർ പറയും. മെഷീനറിയുടെ ITC എമൗണ്ട് എത്രയാണ്? 2 ലാഖാണ്. 2 ലാഖ് റുപ്പീസിൻ്റെ മെഷീനറി നിങ്ങൾ ടാക്സബിളിന് ആസ് വെൽ ആസ് എക്സംപ്റ്റഡിന് ഉപയോഗിച്ചു. ടാക്സബിൾ എക്സംപ്റ്റഡ് സപ്ലൈ എത്രയാണെന്ന് അറിയില്ല. ടാക്സബിൾ സപ്ലൈ എക്സംപ്റ്റഡ് സപ്ലൈ നമുക്ക് എത്രയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അതായത് ക്രെഡിറ്റ് കോമൺ ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് എന്താണ്? കോമൺ ക്രെഡിറ്റ് ആണ്. മറ്റേതാണെങ്കിൽ എക്സ്ക്ലൂസീവ്ലി ഫോർ ടാക്സബിൾ അലൗഡ്, എക്സ്ക്ലൂസീവ്ലി ഫോർ നോൺ ടാക്സബിൾ ആണെങ്കിൽ നോട്ട് അലൗഡ്. പിടിയിട്ടടാ, സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്. ഇവിടെ എക്സ്ക്ലൂസിവിറ്റി ഇല്ല. നിങ്ങൾ ഒരേ സെയിം സാധനം ടാക്സബിൾ ആസ് വെൽ ആസ് എക്സംപ്റ്റഡിന് വേണ്ടി ഉപയോഗിച്ചു, അല്ലെങ്കിൽ ടാക്സബിൾ ബിസിനസ് പർപ്പസ് അല്ലെങ്കിൽ നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഈ ക്രെഡിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? കോമൺ ക്രെഡിറ്റ് എന്ന് വിളിക്കാം. ഈ ക്രെഡിറ്റ് എന്ത് വിളിക്കാം? കോമൺ ക്രെഡിറ്റ് എന്ന് വിളിക്കാം. കോമൺ ക്രെഡിറ്റ് എന്ന് വിളിക്കാം. പിടിയോ? അപ്പോൾ നമുക്ക് ആദ്യമേ കുറേ റോ മെറ്റീരിയൽസ് വന്നു. റോ മെറ്റീരിയൽസ് വന്നു. ഇപ്പോൾ 2 ലാഖ് റുപ്പീസിൻ്റെ റോ മെറ്റീരിയൽസ് വന്നു. ആ 2 ലാഖ് റുപ്പീസിൻ്റെ റോ മെറ്റീരിയൽസിൽ കുറേ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ചു. ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചു, അത് അലൗഡാണ്. പക്ഷേ എത്രയാണെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ, കാരണം ഒരൊറ്റ റോ മെറ്റീരിയൽ അതിൻ്റെ ചെറിയ പാർട്ട് നമ്മൾ ടാക്സബിളിന് വേണ്ടി ഉപയോഗിച്ചു. പ്രോപ്പർ ബൈഫോക്കേഷൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുപോലെ കുറച്ച് പാർട്ട് നമ്മൾ നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചു. കുറച്ച് പാർട്ട് നമ്മൾ എക്സാം സപ്ലൈ നടത്താനായിട്ട് ഉപയോഗിച്ചു. പിടിയോ? അപ്പോൾ ഈ 2 ലാഖിന് എക്സ്ക്ലൂസിവിറ്റി ഉണ്ടോ? ഇല്ല. നമ്മൾ 3 സപ്ലൈക്ക് ഒരുമിച്ചാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ 2 ലാഖിനെ നേരത്തെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നേരത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വാല്യൂഷൻ റൂൾ 42 ആപ്ലിക്കബിൾ ആണ്. 42 എന്തുകൊണ്ട് ആപ്ലിക്കബിൾ? അത് ഇൻപുട്ട് ഗുഡ്സും ഇൻപുട്ട് സർവീസും ആയതുകൊണ്ട്. സപ്പോസ് അത് ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിലോ 43 ആണ്, റൂൾ 43 ആണ് നമ്മൾ നോക്കുക. അപ്പോൾ റൂൾ 42 നമുക്ക് നോക്കാം. റൂൾ 42 നിങ്ങൾ ആദ്യമേ എടുക്കേണ്ട ഐറ്റം ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ടാക്സ് ക്രെഡിറ്റ്. അതായത് നമ്മുടെ സപ്ലയർ നമുക്ക് ഈ 2 ലാഖ് റുപ്പീസിൻ്റെ ഗുഡ്സ് വിൽക്കുമ്പോൾ അയാൾ എന്ത് ഫയൽ ചെയ്യും? GSTR1 ഫയൽ ചെയ്യും. എത്ര ദിവസത്തിനുള്ളിൽ? വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ. ഞാൻ എന്തുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് GSTR1 വിത്തിൻ 10 ഡേയ്സ്, GSTR3B വിത്തിൻ 20 ഡേയ്സ് എന്നൊക്കെ പറയുന്നത്? ഇത് 1000 വട്ടം പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് പതിയും. എക്സാമിന് ഡെഫിനറ്റ്ലി ചോദിക്കും, നിങ്ങൾ എഴുതും, മാർക്ക് മേടിക്കും. സൂപ്പർ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ, എൻ്റെ സപ്ലയർ എന്ത് ചെയ്യും? എനിക്ക് ഈ 2 ലാഖ് റുപ്പീസ് GST ഉള്ള ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് അയാൾ GSTR1 വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ, നെക്സ്റ്റ് മന്തിന് 10 ഡേയ്സിനുള്ളിൽ ഫയൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ പറഞ്ഞ പാൻ നമ്പർ, എൻ്റെ GSTIN നമ്പർ കയറി പോവുകയും ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കലി എൻ്റെ GSTR2Bയിൽ റിഫ്ലക്റ്റ് ആവും. എൻ്റെ GSTR എവിടെ റിഫ്ലക്റ്റ് ആവും? എൻ്റെ GSTR2Bയിൽ അത് റിഫ്ലക്റ്റ് ആവും. എൻ്റെ GSTR2Bയിൽ എനിക്ക് 2 ലാഖ് റുപ്പീസിന് ITC എടുക്കാമെന്ന് റിഫ്ലക്റ്റ് ആവും. സംശയമുണ്ടോ? ഇല്ല. ഈ 2 ലാഖിനകത്ത് എന്തൊക്കെയുണ്ട്? 2 ലാഖിനകത്ത് ടാക്സബിൾ സപ്ലൈ നടത്തിയതുകൊണ്ട്, എക്സംപ്റ്റഡ് സപ്ലൈ നടത്തിയതുകൊണ്ട്, അതുപോലെ ടാക്സബിൾ ആസ് വെൽ, അതായത് എക്സ്ക്ലൂസീവ്ലി ഫോർ ടാക്സബിൾ സപ്ലൈസ് ഉണ്ട്, എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാം സപ്ലൈസ് ഉണ്ട്, അതുപോലെ ടാക്സബിൾ ആസ് വെൽ ആസ് എക്സംപ്റ്റഡ് ഉണ്ട്. ഇപ്പോൾ ബിസിനസ് പർപ്പസ് ആസ് വെൽ ആസ് പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചതുണ്ടെന്ന് വെച്ചോ. സപ്പോസ് അങ്ങനെ വിചാരിച്ചോ. പിടിയോ? മനസ്സിലായോ? അതായത് 2 ലാഖ് റുപ്പീസിനകത്ത് ഫുൾ ക്രെഡിറ്റ് എനിക്ക് ഈ മാസം എൻ്റെ സപ്ലയർ തരുന്ന ഫുൾ ക്രെഡിറ്റ് ഇതിനകത്തുണ്ട്. എൻ്റെ GSTR2Bയിൽ ഫുൾ ക്രെഡിറ്റും ഉണ്ടാവും. GSTR2Bയിൽ എന്താവും? എൻ്റെ കയ്യിൽ ഫുൾ ക്രെഡിറ്റും ഉണ്ടാവും. ഇത് 2 ലാഖ് മാത്രമല്ല, ഇപ്പോൾ 2 ലാഖ് പ്ലസ് വേറെ കുറേ ഉണ്ടെന്ന് വെച്ചോ. വേറെ കുറേ ഉണ്ട്. അതായത് എക്സാമ്പിൾ വേണമെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട്, അതായത് ഞാൻ ആദ്യമേ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി മേടിച്ച ഗുഡ്സിൻ്റെ ITC 1 ലാഖ് ഉണ്ട്. ഇതും എൻ്റെ GSTR2Bയിൽ വരും. ഓക്കെ, സംശയമുണ്ടോ? ഇല്ല. അതുപോലെ എൻ്റെ എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടി മേടിച്ച ഒരു 3 ലാഖിൻ്റെ എക്സാം സപ്ലൈക്ക് വേണ്ടി മാത്രം മേടിച്ച, എക്സ്ക്ലൂസീവ്ലി ഒരു എക്സാം സപ്ലൈക്ക് വേണ്ടി മേടിച്ച ക്രെഡിറ്റ് ഒരു 3 ലാഖ് ഉണ്ട്, അതും ഇതിനകത്ത് വരും. അതുപോലെ സീറോ റേറ്റഡ് സപ്ലൈക്ക് വേണ്ടി മേടിച്ച ഒരു 50,000 ക്രെഡിറ്റ് ഉണ്ട്, ആ 50,000 ക്രെഡിറ്റ് എൻ്റെ GSTR2Bയിൽ വരും. അതുപോലെ ടാക്സബിൾ
ടാക്സബിൾ ആസ് വെൽ ആസ് എക്സംപ്റ്റഡ് സപ്ലൈ നടത്താൻ വേണ്ടി മേടിച്ച ഗുഡ്സിൻ്റെ ക്രെഡിറ്റ് ഏകദേശം എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 1 lakh rupees ഉണ്ട്. അതും ഇതിനകത്ത് വരും. അതുപോലെ ബിസിനസ് പ്ലസ് പേഴ്സണൽ വേണ്ടി മേടിച്ച ഒരു 50,000 rupeesൻ്റെ ITC. ഇത്രയും കൂടെ ചേർന്നിട്ടായിരിക്കും എൻ്റെ GSTR 2Bയിൽ എന്ത് വരുന്നത്, ടോട്ടൽ ക്രെഡിറ്റ് ആയിട്ടുള്ള 1 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം, 6 lakh rupees എൻ്റെ 3Bയിൽ വരും. 6 lakh rupees എൻ്റെ എന്ത് വരും, 3Bയിൽ വരും. സംശയം ഉണ്ടോ? 6 lakh rupees എൻ്റെ 3Bയിൽ വരും. ഇതിൽ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ സിമ്പിളാണ്. 1 ലക്ഷം ടാക്സബിൾ ആണെങ്കിൽ അലൗഡ്, എക്സംപ്റ്റഡിനാണെങ്കിൽ നോട്ട് അലൗഡ്, 0 റേറ്റഡിനാണെങ്കിൽ അലൗഡ്. ഇത് നമുക്കറിയാം. പക്ഷേ ഇവിടെയാണ് പ്രശ്നം. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇതാണ് കോമൺ ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ GSTR 2Bയിൽ ഇപ്പോൾ എത്രയുണ്ട്? 6 ലക്ഷം രൂപയുണ്ട്. നമുക്ക് ഈ എക്സാമ്പിൾ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ GSTR 2Bയിലുള്ള ഈ ടോട്ടൽ ITC എനിക്ക് എന്ത് വിളിക്കാം? T എന്ന് വിളിക്കാം. സംശയം ഉണ്ടോ? എന്ത് വിളിച്ചു? അതിനെ T എന്ന് വിളിച്ചു. ഇനി നിങ്ങൾ നോക്കിയേ, ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, ടോട്ടൽ ITC ഓൺ ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഗുഡ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ്. ഇത് എവിടെയാണുള്ളത്? ഇത് GSTR 2Bയിലാണുള്ളത്. എൻ്റെ റിഫ്ലക്റ്റഡ് ഇൻ GSTR 2B. ഒരു ടോട്ടൽ എമൗണ്ട് ഉണ്ട്. ആ ടോട്ടൽ എമൗണ്ട് നമുക്കിപ്പോൾ കിട്ടിയ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 6 ലക്ഷം അല്ലായിരുന്നോ? 6 lakh rupees. 6 ലക്ഷം അല്ലായിരുന്നോടാ? 6 lakh rupees. ഈ 6 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ്, 6 ലക്ഷം രൂപയുടെ ടോട്ടൽ ക്രെഡിറ്റ് ഇതിനകത്ത് കിടപ്പുണ്ട്. ശരി, ഇതിൽ നിന്ന് നിങ്ങൾ T1 മൈനസ് ചെയ്യണം, T2 മൈനസ് ചെയ്യണം, T3 മൈനസ് ചെയ്യണം. അതെ, T1, T2, T3. ശരി, ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ ആഡ് ചെയ്യണേ. അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. T1, T2, T3 ആഡ് ചെയ്യണം. എന്താ T1, T2, T3? T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ക്ലൂസീവ്ലി ഫോർ അതർ ദാൻ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചു. അതായത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലാണ്ട് പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചത്, എക്സ്ക്ലൂസീവ്ലി ഫോർ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് അറിയാമോ? നമുക്ക് നോക്കാം. ഈ കേസിൽ എക്സ്ക്ലൂസീവ്ലി ഫോർ അതർ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചോ? ഇല്ല. ഇവിടെ എക്സ്ക്ലൂസീവ്ലി ഫോർ ഉപയോഗിച്ചത് ടാക്സബിളിനും എക്സംപ്റ്റഡിനും 0യ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് കോമണാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത് കുറയ്ക്കണ്ട. കണ്ടോ, ആദ്യത്തെ ഐറ്റം കണ്ടോ? ITC ഓൺ സപ്ലൈ എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് അതർ ദാൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചത്. അതിന് നിങ്ങൾക്ക് എമൗണ്ട് അറിയാമെങ്കിൽ അതിന് ഇവിടെ കുറയ്ക്കാം. ഇനി T2 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ എക്സാം സപ്ലൈക്ക് വേണ്ടി നിങ്ങൾ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതിനെ കുറച്ച് കളയാം. ഇവിടെ എക്സാം സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചായിരുന്നു. ഒരു 3 lakh rupees ഉപയോഗിച്ചു. അപ്പോൾ 3 lakhനെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ കുറച്ച് കളഞ്ഞൂടെ? 3 lakhനെ നമ്മൾ കുറച്ച് കളഞ്ഞു. ഓക്കെ, അടുത്ത് നോക്കി. ITC നോട്ട് അലൗഡ് ആയിട്ടുള്ള ITC വല്ലതും ഉണ്ടോ? അതായത് ബ്ലോക്ക് ക്രെഡിറ്റ് വല്ലതും ഉണ്ടോ? 17 subsection 5 വല്ലതും ഉണ്ടോ? ബ്ലോക്ക് ക്രെഡിറ്റ് ഇല്ല. ഈ കേസിൽ നമ്മൾ ബ്ലോക്ക് ക്രെഡിറ്റ് ഒന്നും പഠിച്ചില്ല. ഈ സിറ്റുവേഷനിൽ ബ്ലോക്ക് ക്രെഡിറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് ബ്ലോക്ക് ക്രെഡിറ്റിനെ കുറയ്ക്കേണ്ട. ശരി, ഇത് കുറച്ച് കിട്ടുന്ന ഈ എമൗണ്ടിനെ ഈ പറഞ്ഞ ഇവിടെ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇതിനെല്ലാം കൂടെ കുറച്ച് കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? 6 lakhs മൈനസ് 3 lakhs. 3 lakhനെ എന്ത് വിളിക്കാം? 3 lakhനെ C എന്ന് വിളിക്കാം. 3 lakhനെ എന്ത് വിളിക്കാം? C1 എന്ന് വിളിക്കാം. അതെന്തായിരിക്കും? അപ്പോൾ ഈ 3 lakhനകത്ത് ഇപ്പോൾ എന്തൊക്കെയായിരിക്കും ഉള്ളത്? ഈ 3 lakhനകത്ത് ഇപ്പോൾ ഉള്ളത് എന്തൊക്കെയായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞു. ഈ 3 lakhനകത്ത് ഇപ്പോൾ എന്തൊക്കെയായിരിക്കും ഉള്ളത്? നമ്മുടെ എക്സാമ്പിൾ നോക്കിയേ. ഈ 3 lakhനകത്ത് ഇപ്പോൾ ടാക്സബിൾ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചതുണ്ട്. ശരിയാ, ടാക്സബിളിന് വേണ്ടി ഉപയോഗിച്ചതും അതിനകത്തുണ്ട്, 0 റേറ്റഡിന് വേണ്ടി ഉപയോഗിച്ചതും അതിനകത്തുണ്ട്. ടാക്സബിൾ 0 റേറ്റഡ് രണ്ടിനെ ഒരുമിച്ചായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ടാക്സബിൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അതുപോലെ കോമൺ ക്രെഡിറ്റ് ആയിട്ടുള്ള ടാക്സബിൾ എക്സംപ്റ്റഡിന് വേണ്ടി ഉപയോഗിച്ച 1 lakh ഉണ്ട്. അതുപോലെ ബിസിനസ് അല്ലെങ്കിൽ നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച 50,000 ഉണ്ട്. ഈ 2 എമൗണ്ട് ഞാൻ ചുമ്മാ എക്സാമ്പിളിന് വേണ്ടി തന്നേ ഉള്ളൂ. ഈ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ടാക്സബിൾ എക്സംപ്റ്റഡിന് വേണ്ടി ഉപയോഗിച്ചതും നോൺ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ച ഇത്രയും ക്രെഡിറ്റും കൂടെ കിടപ്പുണ്ട്. പിടിയോ? അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇവനെ എന്ത് വിളിക്കാം? C1നെ നമുക്ക് എന്ത് വിളിക്കാം? C1നെ വിളിക്കാം കോമൺ ക്രെഡിറ്റ് പ്ലസ് ടാക്സബിൾ. കോമൺ ക്രെഡിറ്റ് പ്ലസ് ടാക്സബിൾ അതിനകത്തില്ലേ? അത് അലൗഡ് ആയിട്ടുള്ള ടാക്സബിൾ സപ്ലൈ ഉള്ളതുകൊണ്ട് കോമൺ ക്രെഡിറ്റ് ഇതിനകത്തുണ്ട്. അതാണ് C1. ഇനി നിങ്ങൾ നോക്കി C1 എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ നോക്കി, C1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് which are used for taxable supplies plus as well as exempted outward supplies. ടാക്സബിളിനും എക്സംപ്റ്റഡിനും വേണ്ടി ഉപയോഗിച്ചത് വല്ല ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ടാക്സബിളും എക്സംപ്റ്റഡും അല്ല, ടാക്സബിളും എക്സംപ്റ്റഡ് തന്നെയാണ്. അത് ടാക്സബിൾ സപ്ലൈക്കും എക്സംപ്റ്റഡിനും പിന്നെ നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, അതിൽ നിന്ന് നിങ്ങൾ ആ ടാക്സബിൾ പോർഷനെ കുറച്ച് കളയണം. അതാണ് T4. എന്ത് ടാക്സബിൾ? ITC ഓൺ സപ്ലൈ യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ടാക്സബിൾ ഇൻക്ലൂഡിങ് 0 റേറ്റഡ് സപ്ലൈ. ടാക്സബിളും 0 റേറ്റഡ് സപ്ലൈക്കുള്ള അതിനത്തിന് നിങ്ങൾ കുറച്ച് കളയുക. അതായത് നിങ്ങളുടെ നോർമൽ ITC, നിങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ള ITC കുറച്ച് കളയുക. ഇവിടെ അലൗഡ് ആയിട്ടുള്ള ITC എത്രയാണ്? അലൗഡ് ആയിട്ടുള്ള ITC എന്ന് പറഞ്ഞാൽ 1 lakhും 50,000 കൂട്ടുമ്പോൾ 1,50,000. ഈ 1,50,000 നിങ്ങൾ കുറച്ച് കളയാം. 1,50,000 നിങ്ങൾ കുറച്ച് കളയാം. ഇപ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ കോമൺ ക്രെഡിറ്റ്. 1,50,000. ഇതാണ് നിങ്ങളുടെ കോമൺ ക്രെഡിറ്റ്. ഇതിനെ എന്ത് വിളിക്കാം? കോമൺ ക്രെഡിറ്റ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? കോമൺ ക്രെഡിറ്റ്, കോമൺ ITC T2. കോമൺ ക്രെഡിറ്റ് എന്ന് വിളിക്കാം. കോമൺ ITC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ITC വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ടാക്സബിൾ ആസ് വെൽ ആസ് എക്സംപ്റ്റഡ്. ടാക്സബിളിനും എക്സംപ്റ്റഡിനും പേഴ്സണലിനും ഒക്കെ വേണ്ടി ഉപയോഗിച്ചത്.
ടാക്സബിളിനും എക്സംപ്റ്റഡിനും പേഴ്സണലും ഒക്കെ വേണ്ടി ഉപയോഗിച്ചാൽ എന്ത് വിളിക്കാം? T2 എന്ന് വിളിക്കാം. പിടിയിട്ടോ? 1,50,000. നമ്മളിവിടെ പറഞ്ഞ എക്സാമ്പിളിനകത്തും കോമൺ ക്രെഡിറ്റ് എത്രയാണ്? 1,50,000. പിടിയിട്ടോ? ഇത് മനസ്സിലാവാനായിട്ട് ഞാൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചാൽ എക്സാമിന് ഒരിക്കലും ഈ എമൗണ്ട് തരൂല. നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റും തരും, ബാക്കിയുള്ള ഐറ്റംസും തരും. ബാക്കിയുള്ള ഐറ്റംസും തരും. ഇപ്പോൾ വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇതിൻ്റെ എക്സാമ്പിൾസ് ഒന്നും വലുതായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എക്സാമ്പിൾസ് ഇല്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷേ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലെക്കാണ്ട് എന്തോ ഒരു ചോദ്യം കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഓർമ്മയില്ല. ഓക്കെ, പക്ഷേ നമുക്ക് എക്സാമ്പിളോട് കൂടി തന്നെ ചെയ്യാം. എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്തോ. നിങ്ങളുടെ എക്സാമിന് തരാം നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റ് ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 lakh rupees ആണ്. ടോട്ടൽ ക്രെഡിറ്റ് എത്രയാണ്? 10 lakh rupees. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ബിസിനസ് പർപ്പസിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഫോർ നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചത് ഒരു 2 lakh ആണ്. അപ്പോൾ 2 lakh നിങ്ങൾ മൈനസ് ചെയ്യുക, T1. അത് കഴിഞ്ഞിട്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാം സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചത് 1 lakh ആണ്. അപ്പോൾ 1 lakh നിങ്ങൾ മൈനസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ക്രെഡിറ്റ് ഉണ്ട്, ഒരു 50,000. അപ്പോൾ 0.5, ഒരു 50,000 രൂപ, അതിനെയും കൂടി നിങ്ങൾ മൈനസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? G1 കിട്ടും. 10 lakh minus 2 lakh എന്ന് പറഞ്ഞാൽ 8 lakh, 7 lakh, 6,50,000. 6,50,000 ആണ് നിങ്ങളുടെ എന്ത്? C1 എന്ന് പറഞ്ഞത്. ഈ C1-ൽ നിന്നും നിങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ള ക്രെഡിറ്റിനെ കുറച്ച് കളയാം. ഈ അലൗഡ് ആയിട്ടുള്ള ക്രെഡിറ്റിനെ കുറയ്ക്കുന്നത് എന്താ? ഇതിനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലെന്നല്ല പറഞ്ഞത്, ഇത് ഫുൾ എമൗണ്ട് അലൗഡാ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി ഇപ്പോൾ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി 4 ലക്ഷം ഉപയോഗിച്ചു. 4 ലക്ഷം ക്രെഡിറ്റ് ആണെങ്കിൽ 4 ലക്ഷത്തിന് ഇവിടെ കുറച്ച് കളയാം. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ക്രെഡിറ്റ് കിട്ടും 1.5 lakhs. എന്നിട്ട് ഈ 4 lakhs നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ക്രെഡിറ്റഡ് ടു ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഈ 4 lakh rupees നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്യാം. കാരണം ഈ T4 അലൗഡാ. നിങ്ങളുടെ ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ? T1, T2, T3 ഇത് മൂന്നും റെഡില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും അലൗഡ് അല്ല. അതുകൊണ്ടാണ് കുറച്ച് കളഞ്ഞത്. ഇത് കംപ്ലീറ്റ്ലി അലൗഡാ. അതുകൊണ്ടാണ് ഇതേ കുറച്ച് കളഞ്ഞത്. എന്തിനു വേണ്ടിയിട്ട്? കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ T4-നെ ഇവിടെ കുറച്ച് കളയാം. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് T4-നെ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 4 lakh rupees ക്രെഡിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോമൺ ക്രെഡിറ്റ് ആയിട്ടുള്ള 1,50,000 കിട്ടി. കോമൺ ക്രെഡിറ്റ് ആയിട്ടുള്ള 1,50,000 കിട്ടി. അതിനെ വിളിക്കുന്ന പേര് C2. ഓക്കെ, അപ്പോൾ ഈ T minus T1 minus T2 minus T3 is equal to C1 minus T4 is equal to C2 എന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റിൽ നിന്നും ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചതിനെ കുറച്ച് കളഞ്ഞു, എക്സാം സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചതിനെ കുറച്ച് കളഞ്ഞു, നിങ്ങളുടെ ബ്ലോക്ക് ക്രെഡിറ്റ് 17/5 നിങ്ങൾ കുറച്ച് കളഞ്ഞു. നിങ്ങൾക്ക് കോമൺ ക്രെഡിറ്റ് ആദ്യമേ ടാക്സബിളിനും കോമൺ ക്രെഡിറ്റ് ഇത് രണ്ടും കൂടെയുള്ള എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് ടാക്സബിളിനെ കുറച്ച് കളയാം, എന്നിട്ട് ടാക്സബിളിനെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് മാറ്റി. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നതാണ് കോമൺ ക്രെഡിറ്റ്. ഈ കോമൺ ക്രെഡിറ്റിനകത്ത് എന്തൊക്കെയുണ്ടാവും? ഈ കോമൺ ക്രെഡിറ്റിനകത്ത് ഈ C2 എന്ന കോമൺ ക്രെഡിറ്റിനകത്ത് എന്തൊക്കെയുണ്ടാവും? നിങ്ങളുടെ ടാക്സബിളിന് ഉപയോഗിച്ചതും, അതുപോലെ എക്സംപ്റ്റഡിന് ഉപയോഗിച്ചതും, അതുപോലെ നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചതും. ഇത് മൂന്നും ഇതിനകത്ത് കാണും. അതായത് ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചത്, അതായത് ടാക്സബിളിന് വേണ്ടി ഉപയോഗിച്ചതും, എക്സംപ്റ്റഡിന് വേണ്ടി ഉപയോഗിച്ചതും, നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചതും ഇതിനകത്ത് കാണും. ഇതിനെന്ത് വിളിക്കാം? C2 കോമൺ ക്രെഡിറ്റ് എന്ന് വിളിക്കാം. ശരി, ഇനി നമ്മൾ ഈ എക്സംപ്റ്റഡിന് വേണ്ടി ഉപയോഗിച്ചതിനെ മാറ്റി നിർത്താൻ പോവാണ്, നോൺ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചതിനെ മാറ്റി നിർത്താൻ പോവാം. നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷന് ഈ പറഞ്ഞ ഇൻപുട്ട് ഗുഡ്സും ഇൻപുട്ട് സർവീസും ആണ് ഇമ്പോർട്ടൻറ്റ്. ഫൈനൽ എക്സാമിന് വരുമ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ക്യാപിറ്റൽ ഗുഡ്സിന് വേറെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ അവിടെ പഠിക്കും. ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ ഡബിൾ ട്രിപ്പിൾ ഇരട്ടിയൊക്കെ നിങ്ങൾ അവിടെ പഠിക്കും. ഓക്കെ, സിമ്പിളാണ് കേട്ടോ, ഒന്നുമില്ല. അപ്പോൾ നോക്കി ഐറ്റം എന്താ നോക്കാം. നിങ്ങൾ D1 കണ്ടുപിടിക്കുക. D1 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അട്രിബ്യൂട്ടബിൾ ടു എക്സാം സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കണ്ടുപിടിക്കാൻ പോകണം. എന്നിട്ട് അവനെ നമ്മളങ്ങ് മാറ്റി നിർത്തും. ഇപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അട്രിബ്യൂട്ടബിൾ ടു എക്സാം സപ്ലൈ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. എങ്ങനെ കണ്ടുപിടിക്കുന്നറിയോ? നിങ്ങളുടെ ടോട്ടൽ ഇപ്പോൾ ഉള്ള കോമൺ ക്രെഡിറ്റ് ഇല്ലേ, നിങ്ങളുടെ C2 1.5 lakhs കോമൺ ക്രെഡിറ്റ് ഇല്ലേ, ഈ ക്രെഡിറ്റിൽ നിന്നും നിങ്ങളുടെ ടോട്ടൽ എക്സാം സപ്ലൈ, അതുപോലെ നിങ്ങളുടെ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ടേൺ ഓവർ എത്രയാണോ അതിനെ താഴെ ഇടുക. ആ ടേൺ ഓവറിൽ എത്രയാണോ നിങ്ങളുടെ എക്സാം സപ്ലൈ അതിനെ മേലെ ഇടുക. ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഒരു പോർഷൻ കിട്ടും. അതിനെയാണ് D1 എന്ന് പറയുന്നത്. അതാണ് എന്ത് വിളിക്കുന്നത്? D1 എന്ന് വിളിക്കുന്നത്. പിടിയിട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മളിപ്പോൾ ജനുവരി മാസത്തിൻ്റെ കോമൺ ക്രെഡിറ്റാണ് കണ്ടുപിടിക്കുന്നത്. ഫെബ്രുവരി 10 നമ്മൾ GSTR 1 ഫയൽ ചെയ്യും. എന്നിട്ട് 3B ഫയൽ ചെയ്യുന്നതിന് മുന്നെയാണ് ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? D1 എന്ന് പറഞ്ഞാൽ കോമൺ ക്രെഡിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു എക്സാംപ്റ്റഡ് സപ്ലൈ, കോമൺ ക്രെഡിറ്റ് ആട്രിബ്യൂട്ടബിൾ ടുവേഴ്സ് എക്സാം സപ്ലൈ. എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങളുടെ ആ മാസത്തിൻ്റെ ടോട്ടൽ സെയിൽസ് ഇല്ലേ, ടോട്ടൽ ടേൺ ഓവറിനെ താഴെ ഇടുക, അതുപോലെ നിങ്ങളുടെ ടോട്ടൽ എക്സാം സപ്ലൈയെ മുകളിലോട്ട് ഇടുക. പരിപാടി കഴിഞ്ഞില്ലേ? അപ്പോൾ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള കോമൺ ക്രെഡിറ്റിനെ നമുക്ക് കിട്ടും. പിടിയിട്ടോ? മനസ്സിലായി? സിമ്പിൾ കാര്യമല്ലടാ. ഇത് നമ്മുടെ നോർമൽ കാൽക്കുലേഷൻ. അതായത് ടോട്ടൽ സെയിൽസിൽ എക്സംപ്റ്റഡ് സെയിൽസിൽ എത്രയാണോ അത് കുറച്ച് കളയാം. അപ്പോൾ കോമൺ ക്രെഡിറ്റിൽ നിന്ന് ആ ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? D1 നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനൊക്കെ ചുമ്മാ ഒരു ഇക്വേഷൻ പോലെ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അവർ ഇക്വേഷൻ പോലെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കും. നോക്കി, ദ എമൗണ്ട് ടു ബി റിവേഴ്സ്ഡ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആട്രിബ്യൂട്ടബിൾ ടുവേഴ്സ് എക്സാം സപ്ലൈ ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് D1 is equal to E/F into C2 എന്ന് പറഞ്ഞാൽ C2 നടക്കുന്നത് E/F.
ഓക്കെ, എങ്ങനെ കണ്ടുപിടിച്ച്? ഇ എന്ന് പറഞ്ഞാൽ എന്താ? എക്സാം സപ്ലൈ ആണ്, എക്സാം സപ്ലൈ ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ക്ലൂഡ് നോട്ട് ടൂവിനെ എക്സ്ക്ലൂഡ് ചെയ്യണം. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് എഫ് എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഡ്യൂറിങ് ടാക്സ് പീരീഡ്. നമ്മളിപ്പോൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ടാക്സ് പീരീഡിൽ നമ്മുടെ ടോട്ടൽ ടേൺ ഓവർ എത്രയാണോ അത്. അപ്പോൾ ടോട്ടൽ എക്സാം സപ്ലൈ ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ, ടോട്ടൽ എക്സാം സപ്ലൈ ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ. എന്നിട്ട് നിങ്ങൾ എക്സാം സപ്ലൈക്കകത്ത് കുറേ ഒരു കാര്യത്തിന് എക്സ്ക്ലൂഡ് ചെയ്യണം. എന്തിനാ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട? നോട്ട് ടൂവിൽ പറഞ്ഞിട്ടുണ്ട്. നോട്ട് ടൂവിൽ പറഞ്ഞാൽ ഓക്കെ, ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ക്ലോസ്, ഈ ക്ലോസിന് വേണ്ടിയിട്ട് മാത്രം. ഇറ്റ് ഈസ് ഹിയർ ബൈ ക്ലാരിഫൈ ദാറ്റ്, ഞങ്ങൾ ഇവിടെ വെച്ച് ക്ലാരിഫൈ ചെയ്യാണ് എന്ത്? ദ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് എക്സാം സപ്ലൈ, നിങ്ങളുടെ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് എക്സാം സപ്ലൈ ഇല്ലേ, അതായത് നിങ്ങളുടെ ടേൺ ഓവർ, ആൻഡ് ദ ടേൺ ഓവർ ഷാൾ എക്സ്ക്ലൂഡ്, അതിനകത്ത് നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യണം ദ എമൗണ്ട് ഓഫ് ഡ്യൂട്ടീസ് ടാക്സ് ലെവീഡ് അണ്ടർ എൻട്രി 84 ഓഫ് ലിസ്റ്റ് 1 ഓഫ് 7th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എൻട്രി നമ്പർ 51 ആൻഡ് എൻട്രി നമ്പർ 54 ഓഫ് ലിസ്റ്റ് ഓഫ് ഷെഡ്യൂൾ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് ഇവന്മാരൊക്കെ കുറച്ച് കളയണം. എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, കസ്റ്റം ഡ്യൂട്ടി ഒക്കെ ഇല്ലേ? എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, കസ്റ്റം ഡ്യൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊന്നും നിങ്ങൾ എക്സാം സപ്ലൈ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട, അതിനെ കൂടി കുറച്ച് കളഞ്ഞോ, അതിനെ കൂടി നിങ്ങൾ കുറച്ച് കളഞ്ഞോ. പിടിയിട്ടോ? ഓക്കെ, കുഴപ്പമില്ലല്ലോ, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ടാക്സസിനെ, വാറ്റ്, കസ്റ്റം ഡ്യൂട്ടിയൊക്കെ അതിനകത്തുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എക്സാം സപ്ലൈയിൽ നിന്ന് കുറച്ച് കളയണം എന്നാണ് പറയുന്നത്. ഈ പോയിന്റ് നിങ്ങൾ സില്ലി ആയിട്ട് എടുക്കും, പക്ഷേ എക്സാമിന് അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുന്ന ഈ പോയിന്റ് ആയിരിക്കും. എക്സാമിന് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഈ പോയിന്റ് ആയിരിക്കും. പിടിയിട്ടോ? ശരി, അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ആൾക്കാർ ഇവിടെ ഒരു ചെറിയ തരികട പരിപാടി എന്താണെന്നറിയാമോ? EYF അല്ലേ, ആദ്യത്തെ മാസം നമുക്ക് എക്സാം സപ്ലൈ ഉണ്ടായിരുന്നു. ശരി, രണ്ടാമത്തെ മാസം എനിക്ക് എക്സാം സപ്ലൈ ഇല്ല, എൻ്റെ എക്സാം സപ്ലൈ 0 ആണ്. അപ്പോൾ നമ്മൾ EYF ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. EYF എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഫുൾ എമൗണ്ട് നമുക്ക് ITC ക്ലെയിം ചെയ്യാം. ഈ പറഞ്ഞ എക്സാംറ്റഡ് സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ച ഫുൾ എമൗണ്ടും ITC ക്ലെയിം ചെയ്യാം. ആ ഒരു മാസത്തേക്ക് നമ്മുടെ എക്സാം സപ്ലൈ 0 ആയിരിക്കും. അപ്പോൾ ഗവൺമെൻറ് പറയാം, ഈ മാസം നിങ്ങൾക്ക് EOFO ഒന്നും ഇല്ലെങ്കിൽ, എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ മാസത്തിൻ്റെ എടുത്തോ, എൻ്റെ ലാസ്റ്റ് ടാക്സ് പീരീഡിൻ്റെ എടുത്തോ. എന്തായാലും എല്ലാ മാസവും കമ്പൽസറി ആയിട്ട് D1 കണ്ടുപിടിച്ചിട്ട് കുറച്ച് കളയണം. D1 കണ്ടുപിടിച്ചിട്ട് ITC നമ്മൾ റിവേഴ്സ് ചെയ്യണം. നിങ്ങൾ നോക്കിയേ, provided that where the registered person does not have any turnover during the said tax period or the aforesaid information is not available, അങ്ങനെയാണെങ്കിൽ value of E/F shall be calculated by taking the value of E/F of the last tax period which the details of such turnover are available previous month during which the said E/F is to be calculated. പിടിയിട്ടോ? ഈ മാസം ഇല്ലെങ്കിൽ കഴിഞ്ഞ മാസം എടുക്കുക, കഴിഞ്ഞ മാസം ഇല്ലെങ്കിൽ അതിൻ്റെ മാസം എടുക്കുക. അപ്പോൾ തൊട്ട് മുന്നേ ഉള്ള ലാസ്റ്റ് ടാക്സ് പീരീഡിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള E/F നിങ്ങൾക്ക് യൂസ് ചെയ്യാം. E/F നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതും കൂടെ തീർന്നില്ല. D2 എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ ക്രെഡിറ്റിൽ നിന്ന് നമ്മൾ എന്തിനെ മാറ്റി? എക്സാം സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള സാധനത്തിനെ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചതിനെ കണ്ടുപിടിക്കണ്ടേ? ഇത് സിമ്പിളാണ്. എന്താണെന്നറിയോ? C2ൻ്റെ 5%. എല്ലാ നിങ്ങൾ നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഇൻപുട്ട് ഗുഡ്സിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് 5% മാറ്റി നിർത്തിയാൽ മതി. 5% മാറ്റി നിർത്തുക, സിമ്പിളാണ്. നോക്കി, കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രപ്പോർഷനേറ്റ് എമൗണ്ട് ആട്രിബ്യൂട്ടബിൾ അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് ITC ആട്രിബ്യൂട്ടബിൾ ടു യൂസ് ഓഫ് നോൺ ബിസിനസ് പർപ്പസ്, അതായത് പേഴ്സണൽ പർപ്പസ്. എന്തായിരിക്കും? ഇഫ് ഇൻപുട്ട് ഗുഡ്സ് ആർ ഇൻപുട്ട് സർവീസസ് ആർ യൂസ്ഡ് ഫോർ പാർട്ട്ലി ഫോർ നോൺ ബിസിനസ് പർപ്പസ്, അങ്ങനെയാണെങ്കിൽ റെഡ്യൂസ് 5% C2 നിന്ന് 5% കുറച്ചോളെ. അതായത് 1.5 ലക്ഷം ഇല്ലേ? 1.5 ലക്ഷം ഇൻറ്റു 5%, 1.5 ലക്ഷം ഇൻറ്റു 5% എത്ര വരും? 7,500. 7,500 ഈ 7,500 C2, 7,500 C2. പിടിയിട്ടോ? ഇപ്പം നിങ്ങളുടെ കോമൺ ക്രെഡിറ്റ് ആയിട്ടുള്ള 1,50,000 നിന്നും എന്തൊക്കെ കുറച്ച് കളഞ്ഞു? നിങ്ങളുടെ D1 കുറച്ച് കളഞ്ഞു, അതുപോലെ D2നെയും കുറച്ച് കളഞ്ഞു. പിടിയിട്ടോ? ഇതിന് ബ്രാക്കറ്റിലിടാം. D1 + D2 - C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം 1,50,000 മൈനസ് D1 മൈനസ് D2 എന്നല്ല അതിൻ്റെ അർത്ഥം. അതിന് പകരം D1 + D2 - C1 എന്ന് കാണിച്ചേക്കണം. അതിനെന്ത് വിളിക്കാം? C3 എന്ന് വിളിക്കാം. C3. ആ C3 ആണ് നമുക്ക് അലൗബിൾ ആയിട്ടുള്ള കോമൺ ക്രെഡിറ്റ്. കണ്ടോ? eligible ITC to be separately calculated different. That means CT shall be calculated separately for CGST, SGST, IGST and UTGST. CGST, SGST, ITGST, UTGST ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. തീർന്നില്ല. ആഡഡ് ടു ദ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ D1നെയും D2നെയും നിങ്ങൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്യണം. കണ്ടോ? പേഴ്സൺ ഷാൾ കമ്പ്യൂട്ട് D1 and D2 and add the amount to the output tax liability. This will be added on the monthly basis and registered person shall pay the amount on it. ഇതിൻ്റെ ന്യൂമറിക്കലും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ ടെക്സ്റ്റിലുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും, തപ്പി നോക്കാം. ഓക്കെ, നമ്മൾ പഠിച്ച ഐറ്റംസ് നോക്കി. ഇൻപുട്ട് ടാക്സ് ഓൺ ഇൻപുട്ട് ഗുഡ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ്. ഓക്കെ, നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഓക്കെ, എക്സ്ക്ലൂസീവ്ലി ഫോർ ബിസിനസ് പർപ്പസ് ആണ്. അങ്ങനെയാണെങ്കിൽ ITC ബിസിനസ് അല്ല, നോൺ ബിസിനസ് പർപ്പസ്, ITC നോട്ട് അലൗഡ്. എക്സ്ക്ലൂസീവ് ഫോർ എക്സാം സപ്ലൈ ആണെങ്കിൽ ITC നോട്ട് അലൗഡ്. ഇനി ബ്ലോക്ക് ക്രെഡിറ്റ് ആണെങ്കിൽ ITC നോട്ട് അലൗഡ്. ഇതിനൊക്കെ നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിക്കും. ചെല്ലപ്പേര് T1, ചെല്ലപ്പേര് T2, ചെല്ലപ്പേര് T4,
ഓക്കെ ഓക്കെ ശരി. എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഫോർ ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ ഇവൻ്റെ ചെല്ല പേരാണ് T4. ഇവൻ T3 ആണേ, ഇവൻ T4. അപ്പോൾ നമ്മൾ T മൈനസ് T1, ആ T1 മൈനസ് T2 മൈനസ് T3 മൈനസ്, അപ്പോൾ നമുക്ക് കിട്ടും C1 കിട്ടും. ആ C1ൽ നിന്നും അലൗഡ് ആയിട്ടുള്ള T4നെ നമുക്ക് കുറച്ച് കളയാം, അലൗഡ് ആയിട്ടുള്ള C4നെ നമുക്ക് കുറച്ച് കളയാം. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? D1ഉം D2ഉം കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ആ ക്രെഡിറ്റ് അലൗഡ് ആണ്. D1ഉം D2ഉം കുറയ്ക്കണം, ആ ക്രെഡിറ്റ് നമുക്ക് അലൗഡ് ആണ്. എന്നിട്ട് D1നും D2നെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. D1നും D2നെ നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം റിവേഴ്സ് ചെയ്യണം. നോക്കി, എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഇൻ റേറ്റ് ഓഫ് സീറോ റേറ്റ് സപ്ലൈ ആണെങ്കിൽ ഫുൾ എമൗണ്ട് അലൗഡ് ആണ്, പ്രശ്നമില്ല. അത് നമ്മൾ ടാക്സബിളിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുമല്ലോ ഇവന്മാർ രണ്ടുപേരും കൂടെ ചേരുമ്പോഴാണ് കിട്ടുന്നത് T4 കിട്ടുന്നത്. ഓക്കെ, അടുത്ത കോമൺ ക്രെഡിറ്റ് ആണെങ്കിലോ? കോമൺ ക്രെഡിറ്റ് ആണെങ്കിൽ പ്രപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് ITC കണ്ടുപിടിക്കുക, ആട്രിബ്യൂട്ടബിളിൽ നിന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ C2 ഇൻറ്റു E/F. ഇവിടെയാണെങ്കിൽ 5%, അതായത് Z2 ഇൻറ്റു 5%. പിടിയിട്ടാ? മനസ്സിലായി. എക്സാമ്പിൾ നമ്പർ 39 ഒന്ന് നോക്കിക്കോളാനാണ് പറയുന്നത്. പണ്ടാരം ഇതെങ്കിലും കറക്റ്റായിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. അതാ നമ്മൾ പഠിച്ചേക്കല്ലേ കിടക്കുന്നത്. കിടക്കുന്നത് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ T, ദെൻ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ 2, T2, T3. ഓക്കെ, C1 ഈസ് ഈക്വൽ ടു T മൈനസ് T1 പ്ലസ് T2 പ്ലസ് T2 പ്ലസ് T3. അത് വേണം, നമ്മൾ പഠിച്ച ടേബിൾ പോലെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് C2 കിട്ടും. C2 ഈസ് ഈക്വൽ ടു C1 മൈനസ് T4. D1 കിട്ടും. D1 എന്ന് പറഞ്ഞാൽ E/F ഇൻറ്റു C2 ആണ്. ഓക്കെ, നമ്മുടെ E/F എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പീരീഡ് കിട്ടില്ലെങ്കിൽ കഴിഞ്ഞ പീരീഡിൽ എടുക്കണം. C3 ഈസ് ഈക്വൽ ടു C2 മൈനസ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ശരി, ഒരു പ്രശ്നമില്ല. ശരി, ഇനി ഇതാ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോക്കിയോ. ഈ D1നെയും D2നെയും നമ്മൾ റിവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? റിവേഴ്സ് ചെയ്യുന്ന ഫോമാണ് GSTR 3B, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്യണമെന്ന് പറയുന്നില്ലേ? ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി നമ്മൾ ഫയൽ ചെയ്യുന്ന ഫോം എന്താ? GSTR 3B നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ട ഫോമാണ് GST DRC03. ഇതാണ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന ഫോം. GST DRC03 പിടിയിട്ടോ? അപ്പോൾ ഒന്നെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ എമൗണ്ട് റിവേഴ്സ് ചെയ്യുക. ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോട് ആഡ് ചെയ്യാനുള്ള ഫോമാണ് GSTR 3B, നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി പേ ചെയ്യുന്ന നമ്മൾ. അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുന്ന ഫോം GSTR DRC03. ശരി, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ. ഓക്കെ, ടോട്ടൽ ഇൻപുട്ട് ടാക്സ് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ഫോർ ടാക്സബിൾ പീരീഡ്. ഓക്കെ, നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് T ആണ്. T തന്നിട്ടുണ്ട് എത്ര? 2 lakhs. ശരി, നമ്മുടെ ഔട്ട്പുട്ട് ടാക്സിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് ടാക്സ് യൂസ്ഡ് എക്സ്ക്ലൂസീവ് ഫോർ നോൺ ബിസിനസ് പർപ്പസ്, അതിന് നമുക്ക് എന്ത് വിളിക്കാം? T1 എന്ന് വിളിക്കാം. ഇൻപുട്ട് ടാക്സ് യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ എഫക്റ്റിംഗ് എക്സാം സപ്ലൈ, അതിന് നമുക്ക് എന്ത് വിളിക്കാം? T2 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ബ്ലോക്ക് ക്രെഡിറ്റ് തന്നിട്ടുണ്ട്, ഇത് നമുക്ക് എന്ത് വിളിക്കാം? T3 എന്ന് വിളിക്കാം. അപ്പോൾ ഇവന്മാരെ 3 കുറച്ച് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C1 കിട്ടും. C1 കിട്ടും. ഓക്കെ, ആ എമൗണ്ട് കറക്റ്റാണ്. നോക്കി, 2 lakhs നിന്ന് 20,000 40,000 പ്ലസ് 50,000 കുറച്ചാൽ ബാക്കി 1,50,000 കിട്ടും. 1,50,000 കിട്ടും. അവിടെ നോക്കി, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ടാക്സബിൾ സപ്ലൈസ് ഇൻക്ലൂഡിംഗ് സീറോ റേറ്റ് സപ്ലൈ, T4 എന്ന് വിളിക്കാൻ 1 lakh ആണ്. അതിനെ കുറച്ച് കളയുമ്പോൾ നമ്മുടെ കോമൺ ക്രെഡിറ്റ് കിട്ടി. Z2 കിട്ടി 50,000. C2 കിട്ടിയത് 50,000. ശരി, C2 കിട്ടി നമുക്ക് എന്ത് കിട്ടി? 50,000. ഇനി നമുക്ക് എന്ത് കളിക്കാം? എന്ത് കണ്ടുപിടിക്കാം? D1നെയും വേണം, അതുപോലെ D2നെയും വേണം. D1 എന്ന് പറഞ്ഞാൽ എന്താ? C2 ഇൻറ്റു E/F. E തന്നിട്ടുണ്ട് ഒരു 10 lakh, F തന്നിട്ടുണ്ട് 40 lakhs. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം പ്രപ്പോർഷനേറ്റ് എമൗണ്ട്. കണ്ടുപിടിച്ചേക്കുന്ന 1,25,000. അതുപോലെ 5% ഓഫ് കോമൺ ക്രെഡിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. എന്ത്? C2 ഇൻറ്റു 5%. D2 കിട്ടും. C2 ഇൻറ്റു 5% 2,500 rupees. 2,500 rupees. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ എന്തായാലും 15,000 കിട്ടും. ഈ 15,000 rupees നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് ബോക്സ് വരച്ച് എഴുതിയാൽ പോരാ. എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ITC എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അവൈലബിൾ ആയിട്ടുള്ള ITC എന്ന് പറഞ്ഞാൽ T4 പ്ലസ് C2 മൈനസ് D1 മൈനസ് D2. അതായത് T4 അലൗഡ് ആണ്. അതുപോലെ കോമൺ ക്രെഡിറ്റിൽ നിന്ന് D1 D2 കുറയ്ക്കുന്ന എമൗണ്ട് അലൗഡ് ആണ്. ഇത്രയാണ് അലൗഡ് ക്രെഡിറ്റ് എന്നും കൂടെ എഴുതണം. എന്നിട്ട് അത് മാത്രം എഴുതിയാൽ പോരാ. എമൗണ്ട് ഷുഡ് ബി ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഷുഡ് ബി റിവേഴ്സ്ഡ്, അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ദാറ്റ് ടു ബി റിവേഴ്സ്ഡ് ത്രൂ GSTR ഫോം GSTR 3B ഓർ GSTR DRC03. ആ എമൗണ്ട് കൂടെ കണ്ടുപിടിക്കണം. എത്ര? D1 പ്ലസ് D2 ചെയ്തിട്ട് ആ എമൗണ്ട് കൂടെ ഒരു നോൺ സ്റ്റോക്ക് അക്കൗണ്ട്സ് പോലെ ഇവിടെ എഴുതി വെക്കണം. നിങ്ങൾ എഴുതി വെക്കണം. പിടിയിട്ടോ? ഇനി നിങ്ങളുടെ ഏറ്റവും ലാസ്റ്റിലെ കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ ഇൻപുട്ടിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനെയും കൂടി നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ഇല്ലെങ്കിൽ കൺഫ്യൂഷനാണ്. ഞാൻ നോക്കട്ടെ. ഓക്കെ, ഫൈനലി ഫൗണ്ട് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇലുസ്ട്രേഷൻ 28. അഭിഷേക് ഇൻഡസ്ട്രീസ് അവരെ താഴെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല.
നോക്കി ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫോർ ഇൻപുട്ട് ഗുഡ്സ് ആണ്, ഇൻപുട്ട് സർവീസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? ടി എന്ന് വിളിക്കാം. ശരി. ITC ആട്രിബ്യൂട്ടബിൾ എക്സ്ക്ലൂസീവ്ലി ഫോർ നോൺ ബിസിനസ് പർപ്പസ്. ഓക്കെ, അതിന് നമുക്ക് എന്ത് വിളിക്കാം? T1 എന്ന് വിളിക്കാം. ശരി, ഇതിനെ കുറയ്ക്കാനുള്ളത് അടുത്ത ITC ആട്രിബ്യൂട്ടബിൾ ഫോർ എക്സാം സപ്ലൈ, അതിന് നമുക്ക് എന്ത് വിളിക്കാം? T2 എന്ന് വിളിക്കാം. ഓക്കെ, അതിനെയും കുറയ്ക്കാം. അടുത്ത ITC നോട്ട് അവൈലബിൾ T17 സബ്സെക്ഷൻ 5 അതായത് ബ്ലോക്ക് ക്രെഡിറ്റ്, അതിനെന്ത് വിളിക്കാം? T3 എന്ന് വിളിക്കാം. ഇത് മൂന്നിനെയും കുറച്ച് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C1 കിട്ടും. അപ്പോൾ ഇവിടെ വെച്ചാൽ C1 നിങ്ങൾ കണ്ടുപിടിച്ചേ. 18 ലക്ഷം അല്ല 18 ലക്ഷം അല്ലേ ഇത്? 18 ലക്ഷം മൈനസ് എത്രയാ? 1,50,000 മൈനസ് 6,50,000 എത്ര കിട്ടിയേ? പിന്നെ ഒരു 50,000 ഉണ്ട്, മൈനസ് 50,000 9,50,000 കിട്ടും. 9,50,000 9,50,000 എന്ത് കിട്ടി നമുക്ക്? C1 കിട്ടി. ശരി, അതിൽ നിന്ന് ITC ആട്രിബ്യൂട്ടബിൾ എക്സ്ക്ലൂസീവ്ലി ഫോർ എന്തിനു വേണ്ടിയിട്ടുള്ള? ടാക്സബിൾ സപ്ലൈ. അപ്പോൾ നമുക്ക് T4 എന്ന് വിളിക്കാം. അതിൻ്റെ ക്രെഡിറ്റ് അലൗഡ് ആണ്. ഓക്കെ, T4 എന്ന് വിളിക്കാം. എത്രയാ? 5,50,000. അപ്പോൾ 9,50,000 നിന്ന് 5,50,000 കുറച്ച് എത്ര കിട്ടുക? എത്ര കിട്ടുക? ഒരു 4 lakh rupees ആണ് കിട്ടുക. എത്ര കിട്ടുക? 4 lakh rupees ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. ശരി, 4 lakh rupees കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട് അവരുടെ ടേൺ ഓവർ വന്നിട്ടുണ്ട്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ T ആണ്, എക്സാം സപ്ലൈ വന്നിട്ടുണ്ട് E ആണ്. ഓക്കെ, T/F. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? C2 കിട്ടി. C2 2 lakhs അല്ലേ? C2 2 lakhs അല്ലേ? ഇനി നമുക്ക് D1 D2 കണ്ടുപിടിച്ചൂടെ? എങ്ങനെ നമുക്ക് D1 D2 കണ്ടുപിടിക്കാം? D1 is equal to എന്ത്? നമ്മുടെ C2 അതായത് 4 lakh ഇൻറ്റു E/F കറക്റ്റ് അല്ലേ? E എന്ന് പറഞ്ഞാൽ എത്ര? E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54,16,000. F എന്ന് പറഞ്ഞാൽ എത്ര? 1,12,65,000 ഇല്ലേ? ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇനി D2 എന്ന് പറഞ്ഞാൽ എത്ര? 5% ഓഫ് എന്ത്? 5% ഓഫ് 4 lakhs. എത്ര വരും? 20,000 വരും. ആൻസർ കറക്റ്റാണ്. നോക്കി, T1 T2 T3 അതേ കറക്റ്റാണ്. നമുക്ക് C2 കിട്ടും. C2 4 lakhs ആണ്, അത് കിട്ടി. അത് കഴിഞ്ഞിട്ട് E/F. ഓക്കെ, ശരിയാണ്. പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ശരി, ഇനി നമുക്ക് പെൻഡിങ് നിൽക്കുന്ന ബാക്കി കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് പഠിച്ചാലോ? അതായത് നമ്മളിപ്പോൾ പറഞ്ഞ 42 അല്ലേ? ഇനി നമുക്ക് 43 പഠിക്കണ്ടേ? 43 നോക്കാം. 43 ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് സെൻസിന് മാത്രമാണ് നിങ്ങൾക്ക് 43 പഠിക്കാനായിട്ടുള്ളത്. കാരണം അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്, അത്രയൊന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല. ജസ്റ്റ് സിമ്പിളായിട്ടൊരു ടേബിളിൽ ഒരു ഹാഫ് പേജിൽ പറഞ്ഞേക്കുന്ന ഐറ്റംസേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഐറ്റംസ് നിങ്ങൾ പഠിക്കണം പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്രയും നിങ്ങൾക്ക് വേണ്ട അത്രയും ഐറ്റംസും കുറച്ച് എക്സ്ട്രായും കൂടി നമുക്ക് പഠിക്കാം. ഫൈനലിന് വേണ്ടിയിട്ടുള്ള അത്രയും വാസ്റ്റ് ടോപ്പിക്സ് നിങ്ങൾ പഠിക്കേണ്ട. ശരി, റൂൾ നമ്പർ 43. ഇത് ആർക്കാർക്ക് ആപ്ലിക്കബിൾ ആവുന്ന? ക്യാപിറ്റൽ ഗുഡ്സ്. ഇവിടെ വെച്ചാൽ നമുക്കറിയാം ക്യാപിറ്റൽ ഗുഡ്സിനാണ് ഈ പറഞ്ഞ റൂൾ നമ്പർ 43 ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. റൂൾ നമ്പർ 43 ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ശരി, ഇവിടെ പറയുന്ന ഐറ്റംസ് നിങ്ങൾ എന്താണെന്ന് വായിച്ചു നോക്കി. ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന, കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന. നോക്കി, 43 of CGST rules 2017, manner of determination of input tax credit in respect of capital goods and a reversal thereof in certain cases. Okay, capital goods used or intended to be used. Okay, exclusively for non-business purpose or exempt supply ആണെങ്കിൽ not allowed. എക്സ്ക്ലൂസീവ്ലി ഫോർ നോൺ ബിസിനസ് പർപ്പസ് അല്ലെങ്കിൽ എക്സാം സപ്ലൈ ആണെങ്കിൽ നോട്ട് അലൗഡ്. എന്തുപോലെ? മറ്റേതുപോലെ. ശരി, എക്സ്ക്ലൂസീവ്ലി ഫോർ ടാക്സബിൾ ഇൻക്ലൂഡിംഗ് സീറോ ഡേറ്റ് സപ്ലൈ ആണെങ്കിൽ ഫുള്ളി അലൗഡ്. സംശയം ഉണ്ടോ? ഫുള്ളി അലൗഡ്. ശരി, അങ്ങനെയാണെങ്കിൽ പാർട്ട്ലി ഫോർ നോൺ ബിസിനസ് പർപ്പസ് ആണെങ്കിലാണ് എന്താ ചെയ്യേണ്ടത്? പാർട്ട്ലി ഫോർ ബിസിനസ് നോൺ ബിസിനസ് പർപ്പസ് ആണെങ്കിൽ ഇവിടുത്തെ ബ്ലോക്ക് ക്രെഡിറ്റ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ബ്ലോക്ക് ക്രെഡിറ്റ് അല്ല, കോമൺ ക്രെഡിറ്റ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫുള്ളി ഫോർ ടാക്സബിൾ അല്ലെങ്കിൽ സീറോ ഡേറ്റഡ് അലൗഡ്, ഫുള്ളി ഫോർ എക്സംപ്റ്റഡ് ഫുള്ളി നോട്ട് അലൗഡ്, ഫുള്ളി ഫോർ നോൺ ബിസിനസ് പർപ്പസ് നോട്ട് അലൗഡ്. ശരി, ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ 60 months ആണ്. എത്ര മാസമാണ്? 60 months, അതായത് 5 വർഷം. 5 വർഷം നിങ്ങൾ നോക്കി, നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് മേടിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാലയളവ് 5 വർഷം ആയിരിക്കില്ല. ചിലപ്പോൾ അത് 2 ആയിരിക്കാം, ചിലപ്പോൾ അത് 3 ആയിരിക്കാം, ചിലപ്പോൾ അത് 10 ആയിരിക്കാം, ചിലപ്പോൾ 15 ആയിരിക്കാം, ചിലപ്പോൾ 20 ആയിരിക്കാം. 5 വർഷത്തിനേക്കാളും മുകളിലോട്ട് എത്ര വേണമെങ്കിലും പോകാം. പക്ഷേ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ടോട്ടൽ യൂസ്ഫുൾ ലൈഫ്സ് അപ് ടു 60 months ആണ്. നമ്മൾ മാക്സിമം എത്രയായിട്ടാണ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫിനെ കൺസിഡർ ചെയ്യുക? 60 months, 60 മാസമായിട്ടാണ് നിങ്ങളെ കൺസിഡർ ചെയ്യുക. എത്ര മാസമായിട്ട് കൺസിഡർ ചെയ്യുക? 60 മാസമായിട്ടാണ് നിങ്ങളുടെ യൂസ്ഫുൾ ലൈഫിനെ കൺസിഡർ ചെയ്യുക. എത്ര മാസമായിട്ട്? 60 മാസമായിട്ടാണ് യൂസ്ഫുൾ ലൈഫിനെ കൺസിഡർ ചെയ്യുക. ശരി, എന്നിട്ട് പറയാം ആക്ച്വലി നടക്കുന്ന കാര്യം എന്തൊന്നും ആലോചിച്ച് നോക്കുക. അതായത് നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു ക്യാപിറ്റൽ ഗുഡ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്തു. നിങ്ങളെന്ന് പറഞ്ഞേ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ നോർമലി നടക്കുന്ന ഐറ്റംസ് എന്തായിരിക്കും? നിങ്ങൾ നോർമലി എന്ന് പറഞ്ഞേ, സാധാ പോലെ പറഞ്ഞേ. അതായത് നമ്മളിപ്പോൾ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മളൊരു ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിയാണ്. ആരാ വാങ്ങുന്നത്? റെസിപ്പിയൻ്റാണ് വാങ്ങുന്നത്. റെസിപ്പിയൻ്റ് വാങ്ങുന്നു. ഓക്കെ, റെസിപ്പിയൻ്റ് ഈ ഗുഡ്സിന് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം? റെസിപ്പിയൻ്റ് വേണമെങ്കിൽ ഈ ഗുഡ്സ് ടാക്സബിളിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സംപ്റ്റഡിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിനോ അല്ലെങ്കിൽ നോൺ ബിസിനസ് പർപ്പസിനോ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇത് റെസിപ്പിയൻറ്റിന് അറിയാമോ? ഇല്ല. റെസിപ്പിയൻ്റ് അറിയാമോ എന്നല്ല, സപ്ലയറിന് അറിയാമോ? സപ്ലയറിനൊന്നും അറിഞ്ഞൂടാ. നമ്മൾ റെസിപ്പിയൻ്റ് സപ്ലയറോട് പറയും ഞാൻ ഈ ഗുഡ്സ് മേടിക്കുന്ന എൻ്റെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഇതാണ് എൻ്റെ GST IN നമ്പർ,
GSTIN നമ്പർ എൻ്റെ ഇതാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. നമ്മുടെ സപ്ലയർ എന്ത് ചെയ്യും? സപ്ലയർ ഈ ഗുഡ്സ് കൊടുക്കും, GST കളക്ട് ചെയ്യും. GST കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് GST പേ ചെയ്യും. അയാൾ എന്ത് ചെയ്യും? GSTR 1 ഫയൽ ചെയ്യും. GSTR 1 ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ട്രാൻസാക്ഷനകത്ത് കയറി പോകും. കയറി പോയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ GSTR 2Bയിൽ അത് റിഫ്ലക്റ്റ് ആവൂലേ? 2Bയിൽ അത് റിഫ്ലക്റ്റ് ആവും. സംശയമുണ്ടോ? ഇല്ല, ഒരു സംശയമില്ല. 2Bയിൽ റിഫ്ലക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചു, ഒരു ഗുഡ്സോ ഒരു ക്യാപിറ്റൽ ഗുഡ്സോ ഒരു ഇൻപുട്ട് ഗുഡ്സോ എന്ത് വാങ്ങിക്കോട്ടെ, ഇത് വാങ്ങിയിട്ട് മതി. നിങ്ങളുടെ കയ്യിൽ ഗുഡ്സ് റിസീവ് ചെയ്തു, നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ ഇൻവോയ്സ് ഉണ്ട്, അതിന് വേണ്ടിയുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ITC അറ്റ് ദ മന്ത് ഓഫ് പർച്ചേസ് തന്നെ അവൈൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ GSTR 1 ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ GSTR 2Bയിൽ റിഫ്ലക്റ്റ് ആവും. 2Bയിൽ റിഫ്ലക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ അതിനെ ട്രാൻസ്ഫർ ചെയ്യും. 3Bയിൽ അതിൻ്റെ ബാക്കി എമൗണ്ട് പേ ചെയ്യും അല്ലേ? ഇപ്പോൾ ഇതാണ് ആക്ച്വലി നടക്കുന്നത്. പക്ഷേ നമ്മുടെ സപ്ലയർക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ടാക്സബിൾ ആണോ, എക്സംപ്റ്റഡ് ആണോ, നോൺ ടാക്സബിളിന് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത് അറിഞ്ഞുകൂടാ. ഇതാണ് ആക്ച്വൽ സിറ്റുവേഷൻ. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും വരെ മനസ്സിലായില്ലേ? ഇത്രയും വരെ നമ്മൾ നോർമലി നടക്കുന്ന ട്രാൻസാക്ഷനാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എത്ര മന്ത്സാണ്? 60 മന്ത്സ് ആണ്. ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ മാക്സിമം അപ് ടു 60 മന്ത്സ് ആണ്. മാക്സിമം അപ് ടു 60 മന്ത്സ് ആണ്. ഓക്കെ, ശരി. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തായിരിക്കും ഇവിടെ ആക്ച്വലി ഇവർ ആ ഒരു മെത്തേഡ് കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കും എന്ന് ആലോചിക്കുക. നോക്കി, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഫുൾ ITC ഷാൽ ബി ക്രെഡിറ്റഡ് ടു ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. അതായത് പുള്ളിക്കാരൻ GSTR 1 ഫയൽ ചെയ്യും. ഓക്കെ, അത് നമ്മുടെ GSTR 2Bയിൽ റിഫ്ലക്റ്റ് ആവും. ഓക്കെ, ആ പറഞ്ഞ ടോട്ടൽ ക്രെഡിറ്റ് നമുക്ക് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ അവൈൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഫുൾ ITCയും അറ്റ് ദ മന്ത് ഓഫ് പർച്ചേസിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് ഫുൾ ITCയും അവൈലബിൾ ആണ്. സംശയമുണ്ടോ? ഇല്ല, ഒരു സംശയമില്ല. ഇനി പക്ഷേ നമ്മൾ ഈ ഗുഡ്സ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ബിസിനസ്സിന് വേണ്ടിയിട്ടും നോൺ ടാക്സബിൾ സപ്ലൈസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും എന്നറിയോ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ TM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്രെഡിറ്റ്, TMനെ കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫോർ 1 മന്ത്. എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ക്രെഡിറ്റിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 10 lakh rupeesൻ്റെ മെഷീനറി മേടിച്ചു, 10% ആണ് GST എങ്കിൽ 1 lakh എക്സ്ട്രാ പേ ചെയ്തു. അപ്പോൾ ഈ 1 lakh ആണ് നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് അല്ലേ? ഈ 1 lakh നമ്മൾ അറ്റ് ദ മന്ത് ഓഫ് പർച്ചേസ് തന്നെ എന്ത് ചെയ്തു? അവൈൽ ചെയ്തിട്ടുണ്ട്, സംശയമില്ല. എന്നിട്ട് ഈ 1 lakhനെ ഡിവൈഡ് ബൈ 60 ചെയ്യുക. ഈ 1 lakhനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 60 ചെയ്യുക. 1 lakh ഡിവൈഡ് ബൈ 60 എന്ന് പറയുമ്പോൾ എത്ര വരിക? 1 lakh ഡിവൈഡ് ബൈ 60 എന്ന് പറയുമ്പോൾ ഒരു 1667 വരും. 1 lakh ഡിവൈഡ് ബൈ 60 എന്ന് പറയുമ്പോൾ 1667 rupees എന്ന് വരും. 1667 rupees എന്ന് വരും. സംശയമുണ്ടോ? ഇല്ല. സംശയമില്ല. ഇനി ബാക്കി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇത്ര നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? TM കണ്ടുപിടിച്ചു. എന്തുകൊണ്ട് TM കണ്ടുപിടിച്ചു? ഇനി നിങ്ങൾ ഈ ഓരോ മാസവും, അതായത് നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റിനെ നിങ്ങൾ 60 ഡിവൈഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഓരോ മാസവും ഇതിൽ എക്സംപ്റ്റഡ് സപ്ലൈയുടെ പാർട്ട് എത്രയാണോ അതിനെ അങ്ങ് റിവേഴ്സ് ചെയ്ത് ഇൻപുട്ട് ടാക്സ് ലയബിലിറ്റിയോട് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ പറഞ്ഞേ. നമുക്കറിയാം ടോട്ടൽ ക്രെഡിറ്റ് 1 ലക്ഷമാണ്. ആ 1 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് ഞാൻ ഈ സാധനം കിട്ടിയ മന്ത്സ് തന്നെ എന്ത് ചെയ്തു? അവൈലബിൾ ആക്കി. എന്നിട്ട് ഞാൻ അതിൻ്റെ TM കണ്ടുപിടിച്ചു. TM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫോർ എ മന്ത്, ഒരു മാസത്തേക്കുള്ള TM കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചാൽ? ടോട്ടൽ ക്രെഡിറ്റിനെ ഡിവൈഡ് ബൈ 60. സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്, എല്ലാവരും ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എക്സാം സപ്ലൈക്ക് വേണ്ടിയിട്ട് എത്രയാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? TE = TM × E/F. നേരത്തെ ചെയ്തപോലെ തന്നെ സെയിം. അതായത് 1,1667 ഒരു മാസത്തേക്ക്. കറക്റ്റ് അല്ലേ? അതെ, 1667 ഒരു മാസത്തേക്ക്. ഈ 1667 × E/F നേരത്തെ ചെയ്തതുപോലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എക്സാം സപ്ലൈക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ക്രെഡിറ്റിന് കിട്ടും. ഈ ക്രെഡിറ്റിനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ക്രെഡിറ്റിനെ നിങ്ങൾ നിങ്ങളുടെ 3Bയോടൊപ്പം ആഡ് ചെയ്യണം. 3Bയോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 3Bയോടൊപ്പം നിങ്ങൾ ആഡ് ചെയ്യണം. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. നോക്കി, ഇനി സപ്പോസ് ഇയും എഫും അവൈലബിൾ അല്ലെങ്കിൽ ലാസ്റ്റ് മന്തിൻ്റെ EUF എടുത്തോളാം. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളാം. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? സിമ്പിൾ കാര്യമല്ലേ? പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. EUF എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിനകത്ത് എൻട്രി നമ്പർ 51, എൻട്രി നമ്പർ 54 അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐറ്റംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട. എന്ന് പറഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ്, വാറ്റ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതിനൊന്നും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട. ഇത്രയേ ഉള്ളൂ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗുഡ്സ് മേടിക്കുന്നു, ഫുൾ ITC അറ്റ് ദ മന്ത് ഓഫ് പർച്ചേസിന് നമുക്ക് ഫുൾ ITC അവൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ മാസവും എക്സാം സപ്ലൈയുടെ പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് E/F കണ്ടുപിടിക്കുക, റിവേഴ്സ് ചെയ്യുക. E/F കണ്ടുപിടിക്കുക, ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആഡ് ചെയ്യുക. E/F കണ്ടുപിടിക്കുക, നിങ്ങൾ അവസാനം പേ ചെയ്യുന്ന ടാക്സിനോടൊപ്പം എമൗണ്ട് ആഡ് ചെയ്യുക. വേണ്ടിയിട്ടോ? നേരത്തെ ആണെങ്കിൽ E/F കണ്ടുപിടിച്ചിട്ട് അത്രയും സാധനം അലോ ചെയ്യില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഫുൾ അലോ ചെയ്തിട്ട് അത്രയും ഭാഷ നിങ്ങൾ തിരിച്ചടച്ചോ എന്ന് പറയുന്നു.
തിരിച്ചടച്ചോ എന്ന് പറയുന്നു. ശരി, ഇനി ഫൈനലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒരു 3 അഡ്ജസ്റ്റ്മെൻറ്റ്സ് പഠിക്കാനുണ്ട്. അതായത് ഈ E/Fൻ്റെ ഇയർലി കാൽക്കുലേഷൻ ഉണ്ട് ഒരെണ്ണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക എക്സാം സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചു, അപ്പോൾ നോട്ട് അലൗഡ്. അതിനുശേഷം ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു 5% കാൽക്കുലേഷൻ ഉണ്ട്. അത് നമുക്ക് പഠിക്കാണ്ട്, അത് നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട് ലിമിറ്റഡ് ടെൻസിൽ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെയുള്ള കുറച്ച് പോർഷൻസും കൂടെയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 5%ൻ്റെ കാര്യം കൊണ്ടുണ്ട്, അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുവരെ പഠിച്ചത് നമുക്ക് ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കിയോ. ഈ ഫ്ലോ ചാർട്ടിൽ നമ്മൾ പഠിച്ച ഐറ്റംസ് തന്നെയാണോ, അത് എക്സ്ട്രാ വല്ലതും ഉണ്ടോ നിങ്ങൾ നോക്കി. ടെക്സ്റ്റിൽ അതേ ഫ്ലോ ചാർട്ടാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ എക്സ്ക്ലൂസീവ്ലി ഫോർ നോൺ ബിസിനസ് പർപ്പസ് ആണെങ്കിൽ നോട്ട് അലൗഡ്. എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാം സപ്ലൈ ആണെങ്കിൽ നോട്ട് അലൗഡ്. ബ്ലോക്ക് ക്രെഡിറ്റ് ആണെങ്കിൽ നോട്ട് അലൗഡ്. എക്സ്ക്ലൂസീവ്ലി ഫോർ ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ ഫുള്ളി അലൗഡ്. എക്സ്ക്ലൂസീവ് സീറോ റേറ്റഡ് സപ്ലൈ ആണെങ്കിൽ ഫുള്ളി അലൗഡ്. ശരി, ഇനി കോമൺ ക്രെഡിറ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യണം പ്രപ്പോർഷനേറ്റ് എമൗണ്ട് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അസ്യൂം ദ ലൈഫ് ഓഫ് ദ ക്യാപിറ്റൽ അസറ്റ് ഈസ് ഈക്വൽ ടു 5 years, 5 വർഷമെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് കോമൺ ക്രെഡിറ്റിനെ നിങ്ങൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പോൾ ഒരു മാസത്തെ ക്രെഡിറ്റ് കിട്ടും. എന്നിട്ട് ഈ ഓരോ മാസത്തെ ക്രെഡിറ്റിനെ E/F കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഓരോ മാസത്തെ ക്രെഡിറ്റിനെ നിങ്ങൾ E/F ചെയ്തോളാം. കണ്ടോ, അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് എക്സാം സപ്ലൈ or relevant million of relevant month, അതുപോലെ ടോട്ടൽ ടേൺ ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ ഡ്യൂറിംഗ് ദ റെലവൻറ്റ് ടാക്സ് പീരീഡ്. ഈ മാസത്തിൻ്റെ E/F ഇല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ E/F എടുക്കുക. ഈക്കകത്ത് നിങ്ങൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട? നിങ്ങളുടെ GST അല്ലാണ്ട് ബാക്കി കുറേ ടാക്സുകളില്ലേ, ആ ടാക്സുകളൊന്നും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട. ടാക്സുകളൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഇൻക്ലൂഡ് ചെയ്യേണ്ട. ഓക്കെ, ആ 5%ൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് എനിക്ക്, ഞാൻ ഒന്ന് തപ്പി നോക്കട്ടെ. എൻ്റെ നോട്ട്സിനകത്ത് ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഞാൻ ടെക്സ്റ്റിലുണ്ടോ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കൂടി പഠിക്കാം. നമ്മൾ ടെക്സ്റ്റ് ഇതാ ഇവിടെ കിടക്കുന്നത്. മുകളിലോട്ട് പോയിട്ട് നോക്കാം. 42 അല്ല 43. 43 താണ്ട ഇവിടെ ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. 43 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. 43 എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ കൊടുത്തിട്ട് നേരെ എക്സാമ്പിളാണ്, വേറെ ഒന്നുമില്ല, പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പഠിക്കാനേ ഉള്ളൂ കേട്ടോ. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ചെയ്യാലോ. നോക്കി, ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് എ ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട് 6 ലക്ഷം രൂപയാണ്. ശരി, അവരുടെ കോമൺ ക്രെഡിറ്റ് എന്നുണ്ട് എത്രയാണ്? 6 ലക്ഷം രൂപ. ഫുൾ എമൗണ്ടും കോമൺ ക്രെഡിറ്റ്. നോക്കി, സച്ച് ക്യാപിറ്റൽ ഗുഡ്സ് ഷാൽ ബി യൂസ്ഡ് ഫോർ എഫക്റ്റിംഗ് ടാക്സബിളും എക്സംപ്റ്റഡും. ടാക്സബിളിനും എക്സംപ്റ്റഡിനും വേണ്ടി ഉപയോഗിച്ചു. ടാക്സബിളിനും എക്സംപ്റ്റഡിനും വേണ്ടി ഉപയോഗിച്ചു. ടാക്സബിളിനും എക്സംപ്റ്റഡിനും വേണ്ടി വെച്ചാൽ E/F. E തന്നിട്ടുണ്ട് 10 ലക്ഷം, F തന്നിട്ടുണ്ട് 40 ലക്ഷം. അപ്പോൾ 10/40 ചെയ്താൽ പോരെ? 10/40 ചെയ്താൽ പോരെ? അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് എത്രയാണ്? 6 ലക്ഷം. ടോട്ടൽ ക്രെഡിറ്റ് എത്രയാണ്? 6 ലക്ഷം. ഈ 6 ലക്ഷം ഡിവൈഡ് ബൈ 60 ചെയ്യാം. 6 ലക്ഷം ഡിവൈഡ് ബൈ 60 ചെയ്യുക, ഒരു മന്ത് കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു മന്തിനെ E/F കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു E/F കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് കിട്ടും. എത്രയാണ്? 2,500 rupees. 2,500 rupees. ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മാസം GSTR 3B റിവേഴ്സ് ചെയ്യണം. ഓരോ മാസം GSTR 3B റിവേഴ്സ് ചെയ്യണം. ഇതും എനിക്ക് തോന്നുന്നു ഇലുസ്ട്രേഷൻ 28 29 അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കിയാലോ. നോക്കട്ടെ. ഇല്ലടാ, ഇല്ല. ഓക്കെ, ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയും സിമ്പിൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇതൊന്നും ചെയ്യാൻ ആരും ഡെമോ ഒന്നും തരേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് തന്നെ കണ്ടുപിടിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. ഇത്രേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ സാധനത്തിൻ്റെ അപ്പോർഷൻമെൻറ്റിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. ശരി, ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? 17 സബ്സെക്ഷൻ 1 പഠിച്ചു, 17 സബ്സെക്ഷൻ 2 പഠിച്ചു ഇല്ലേ. 17 സബ്സെക്ഷൻ 1 പറയുന്നത് ടാക്സബിളിന് ഉപയോഗിച്ചത് മാത്രം എടുക്കുക, എക്സംപ്റ്റഡിന് വേണ്ടിയിട്ട് നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എടുക്കരുതെന്നാണ് 17(1)ലും 17(2)ലും പഠിച്ചത് അല്ലേ. 17 സബ്സെക്ഷൻ 1 പറയുന്നത് ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഫുള്ളി അലൗഡ്, നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടി എടുക്കുന്നത് നോട്ട് അലൗഡ്, റെസ്ട്രിക്റ്റഡ് ആണ്. അതുപോലെ 17 സബ്സെക്ഷൻ 2 എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ടാക്സബിൾ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് അലൗഡ്, ടാക്സബിൾ ഇൻക്ലൂഡ് സീറോ റേറ്റ് സപ്ലൈ. എക്സംപ്റ്റഡിന് ഉപയോഗിക്കുന്നത് നോട്ട് അലൗഡ്. എക്സാം സപ്ലൈക്കകത്ത് എന്തൊക്കെ വരും? നിൽ റേറ്റഡ്, ഹോളി എക്സംപ്റ്റഡ്, അതുപോലെ നോൺ ടാക്സബിൾ സപ്ലൈസ് വരും. പിന്നെ എന്ത് വരും? ഒരു 2 സാധനം കൂടെ വരും. 2 അല്ല 3 സാധനം. എന്താ? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യുന്നത്, സപ്ലൈ ഓഫ്, അതുപോലെ ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസ്, അതുപോലെ സപ്ലൈ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ലേ. അതിൻ്റെ ഐറ്റംസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. ശരി, ഇനി കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കുന്നത് റൂൾ നമ്പർ 42ലും റൂൾ നമ്പർ 43ലും. റൂൾ നമ്പർ 42 പറയുന്നത് ഇൻപുട്ട് ഗുഡ്സിൻ്റെയും ഇൻപുട്ട് സർവീസിൻ്റെയും കാര്യം മാത്രമാണ്. റൂൾ നമ്പർ 43 പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റൂൾ നമ്പർ 43 പഠിച്ച കാര്യം ഒന്നുമില്ല. ടോട്ടൽ ക്രെഡിറ്റ് മൈനസ് T1, അതായത് എക്സ്ക്ലൂസീവ്ലി ഫോർ നോൺ ബിസിനസ് പർപ്പസ്, T2 എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാം സപ്ലൈ, T3 അതായത് നമ്മുടെ ബ്ലോക്ക് ക്രെഡിറ്റ്. ഇതിന് 3 കുറയ്ക്കാൻ നമുക്ക് C1 കിട്ടും. ആ C1ൽ നിന്നും അലൗഡ് ആയിട്ടുള്ള T4നെ കൂടി കുറയ്ക്കുക. T4 എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സബിൾ ആസ് വെൽ ആയിട്ട് എക്സംപ്റ്റഡ് സപ്ലൈ, അതിനെ കൂടി കുറച്ച് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ ക്രെഡിറ്റ് കിട്ടും. ഇനി ഈ കോമൺ ക്രെഡിറ്റിൽ നിന്ന് D1 ഉം D2 കണ്ടുപിടിക്കുക. D1 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? E/F, കോമൺ ക്രെഡിറ്റ് ഇൻറ്റു D/F. ഓക്കെ, D2 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 5%. ഈ D1 എന്ന് പറയുന്ന സ്റ്റെപ്പ് എല്ലാ മാസവും ചെയ്യണം. ഒരു മാസം നമുക്ക് എക്സാം സപ്ലൈ ഇല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിൻ്റെ എടുക്കാം. ആ മാസം എക്സാം സപ്ലൈ ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത കഴിഞ്ഞ മുമ്പത്തെ മാസത്തിൻ്റെ എടുക്കാം. പിടിയോ? ഇനി 5% കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ഒരു നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ആ മന്തിൽ ആ ഒരു അസറ്റിനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം 5%.
ഈ D1നെയും D2നെയും നമ്മൾ റിവേഴ്സ് ചെയ്യണം. D1നെയും D2നെയും റിവേഴ്സ് ചെയ്യണം. ഒന്നുകിൽ റിവേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്യണം. റിവേഴ്സ് ചെയ്യേണ്ട ഫോം GST DRC03. ഇനി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്യേണ്ട ഫോം GST REG03. സംശയമുണ്ടോ? ഇല്ല. ഇനി നമ്മൾ പറഞ്ഞ റൂൾ 43 ആണ്. 43 പറയുന്നത് സിമ്പിളാണ്. ടാക്സബിൾ സപ്ലൈ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുള്ളി അലൗഡ്, സീറോ റേറ്റ് സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ഫുള്ളി അലൗഡ്, നോൺ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചാൽ നോട്ട് അലൗഡ്, എക്സാം സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോട്ട് അലൗഡ്. അതുപോലെ നമ്മുടെ ഒരുത്തരുണ്ടല്ലോ ബ്ലോക്ക് ക്രെഡിറ്റിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോട്ട് അലൗഡ്. ഓക്കെ. ഇനി പാർട്ട്ലി ഫോർ ബിസിനസ്, പാർട്ട്ലി ഫോർ പേഴ്സണൽ പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ പാർട്ട്ലി ഫോർ ബിസിനസ്, പാർട്ട്ലി ഫോർ നോൺ ബിസിനസ്, അല്ലെങ്കിൽ നമ്മുടെ എക്സാം സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഏത് മന്തിലാണോ ആ ക്യാപിറ്റൽ ഗുഡ്സ് മേടിക്കുന്നത് ആ മന്തിൽ തന്നെ ഫുൾ ITC നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. അവൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിൻ്റെ ITC കണ്ടുപിടിക്കുക, ഡിവൈഡ് ബൈ 60 ചെയ്യുക. അപ്പോൾ ഒരു മാസത്തിൻ്റെ ITC കിട്ടത്തില്ലേ? ഈ ഒരു മാസത്തിൻ്റെ ITC E/F എല്ലാ മാസവും ചെയ്യുക, എന്നിട്ട് അമൗണ്ട് റിവേഴ്സ് ചെയ്യുക. എല്ലാ മാസവും ചെയ്യുക, അമൗണ്ട് റിവേഴ്സ് ചെയ്യുക. എല്ലാ മാസവും ചെയ്യുക, അമൗണ്ട് റിവേഴ്സ് ചെയ്യുക. ഒരു മാസം E/F ഇല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിൻ്റെ E/F എടുക്കുക. ആ മാസം ഇല്ലെങ്കിൽ അതിന് മുന്നത്തെ മാസത്തെ E/F എടുക്കുക. കമ്പൽസറി ആണ്. ഇവിടെ 5% ഐറ്റം ഇല്ല കേട്ടോ. 5% ഐറ്റം ഇല്ല. ഓക്കെ, ശരി. എത്രയല്ലേ നിങ്ങൾ പഠിച്ചത്? എത്രയാണ് പഠിച്ചത്? ശരി, ഓക്കെ. എക്സാമ്പിൾ 40 നോക്കണം എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ നോക്കിയതാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ 3/2018 ഉണ്ട്. നോട്ടിഫിക്കേഷൻ നമ്പർ 3/2018 ഉണ്ട്. എന്താ നോട്ടിഫിക്കേഷൻ നമ്പർ 3/2018 പറയുന്നത് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് വായിക്കാം. നിങ്ങൾക്ക് ബാക്കി ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഒന്ന് വായിക്കാം, ദെൻ ക്ലിയർ ആയിട്ട് ഐറ്റംസ് പറഞ്ഞുതരാം. ഓക്കെ. ഫോർ ദ പർപ്പസ് ഓഫ് റൂൾ 42 ആൻഡ് ഫോർ റൂൾ 43, റൂൾ 42നും റൂൾ 43ക്കും വേണ്ടിയിട്ട് it is hereby clarified that the aggregate value of exempt supply shall exclude. നിങ്ങൾ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് എക്സാം സപ്ലൈയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്ത ഐറ്റംസ്. ഈക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്ത ഒരു ഐറ്റം ഞങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താ? കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, വാറ്റൊക്കെ ഇല്ലേ? ഇതൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് ഓൾറെഡി പഠിച്ചതാണ്. ഇനി ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഐറ്റം കൂടെ ഉണ്ട്. ആ ഐറ്റം എന്തിനു വേണ്ടിയിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടാതെ വന്നതെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും ഡെപ്പോസിറ്റും എക്സാം സപ്ലൈ ആണ്. ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും ഡെപ്പോസിറ്റും എക്സാം സപ്ലൈ ആണ്. ഇപ്പം നടക്കുന്ന കാര്യം നിങ്ങളൊന്ന് അറിയിച്ചോക്കെ. നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എടുത്ത സമയത്ത് അഗ്രിഗേറ്റ് ടേൺ ഓവറിനകത്തും ഈ പറഞ്ഞ ഇൻട്രസ്റ്റിനെയും ഡിസ്കൗണ്ടിനെയും ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് വന്നു. ഞാൻ നിങ്ങൾക്ക് അത് പഠിപ്പിച്ച് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചതല്ലേ? അതേപോലെ സെയിം സാധനം. അപ്പോൾ നിങ്ങൾ നോക്കി, നമ്മൾ പഠിച്ചെന്താ, ഒരാൾ എക്സാം സപ്ലൈയും കൂടി, അതായത് ക്യാപിറ്റൽ ഗുഡ്സ് വെച്ചിട്ട് എക്സാം സപ്ലൈ നടത്തുന്നുണ്ടെങ്കിൽ E/F ചെയ്യണം, എല്ലാ മാസവും എമൗണ്ട് റിവേഴ്സ് ചെയ്യണം. കറക്റ്റ് അല്ലേ? ഇനി ഇൻട്രസ്റ്റും ഡിസ്കൗണ്ടും എക്സാം സപ്ലൈ ആണ്. കാരണം ഇൻട്രസ്റ്റും ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും ഡിസ്കൗണ്ടും എക്സാം സപ്ലൈ ആണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ ഇൻട്രസ്റ്റും ഡിസ്കൗണ്ടും കാണും. കാരണം ഒരാൾ ബിസിനസ്സിൻ്റെ ക്യാഷ് കൊണ്ടുവന്ന് ബാങ്കിലിടും. ബാങ്കിലിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റും ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റും ഡിസ്കൗണ്ട് കിട്ടുന്നത് കൊണ്ട് നമ്മൾ എക്സാം സപ്ലൈ കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. പിടിയിട്ടോ? ആക്ച്വലി ഞാൻ ടാക്സബിൾ സപ്ലൈ മാത്രം കൊടുക്കുന്നത്. ഒരു ക്യാപിറ്റൽ ഗുഡ്സോ ഒരു ക്യാപിറ്റൽ ഗുഡ്സോ നോർമൽ ഗുഡ്സോ മേടിക്കുന്നു, ഇൻപുട്ട് ഗുഡ്സോ മേടിക്കുന്നു, അത് വെച്ചിട്ട് ടാക്സബിൾ സപ്ലൈ ആണ് നടത്തുന്നത്. പക്ഷേ എനിക്കൊരു എക്സാം സപ്ലൈയും കൂടെ അവിടെ ഉണ്ടാവും. കാരണം എൻ്റെ ബിസിനസ്സിൻ്റെ പൈസ ഞാൻ അക്കൗണ്ടിൽ കൊണ്ടിടും. അക്കൗണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ മാസവും ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അവിടെ എന്ത് വന്നു? എക്സാം സപ്ലൈയും കൂടി വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് എങ്ങനെ വരും? ക്യാപിറ്റൽ ഗുഡ്സും ഇൻപുട്ട് സർവീസും പാർട്ട്ലി ഫോർ എക്സംപ്റ്റഡും പാർട്ട്ലി ഫോർ ബിസിനസ്സിനും പർപ്പസിനും വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കോമൺ ക്രെഡിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ പുള്ളിക്കാരന് ഫുൾ ITC അവൈൽ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? എന്ത് വിളിക്കും? കാരണം നോൺ ബിസിനസ് പർപ്പസ് ഒരു എക്സാം സപ്ലൈയും കൂടി നടന്നുകൊണ്ട്. അപ്പം പറഞ്ഞ് ഈ കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കണം, എല്ലാ മാസവും E/F കണ്ടുപിടിക്കണം, ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ? പിടിയിട്ടോ? അപ്പോൾ ഗവൺമെൻറ് പറയാം, ഇവിടെ ഒരു കാര്യം ചെയ്യും, ഈ ഇൻട്രസ്റ്റും ഡിസ്കൗണ്ടും എല്ലാ ആൾക്കാർക്കും വരുന്ന സാധനമാണ്. ഇൻട്രസ്റ്റും ഡിസ്കൗണ്ടും എല്ലാ ആൾക്കാരും വരുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാം സപ്ലൈ ആയിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റിനെയും ഡിസ്കൗണ്ടിനെയും കൺസിഡർ ചെയ്യേണ്ട. എക്സാം സപ്ലൈ ആയിട്ട് ഈ ഇൻട്രസ്റ്റിനെയും ഡിസ്കൗണ്ടിനെയും കൺസിഡർ ചെയ്യേണ്ട. ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അഡ്വാൻസസ്, ഡിസ്കൗണ്ടൊക്കെ ഇല്ലേ, ഇതിനെ കൺസിഡർ ചെയ്യേണ്ട. കൺസിഡർ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? കാരണം ഒരാൾ ടാക്സബിൾ സപ്ലൈ മാത്രം നടത്തുന്ന ഒരാളാണ്. പക്ഷേ അയാൾക്ക് ഇൻട്രസ്റ്റും ഡിസ്കൗണ്ട് കിട്ടുന്നതുകൊണ്ട് ടാക്സബിളും എക്സംപ്റ്റഡും സപ്ലൈ നടത്തുന്നതാവും. അപ്പോൾ എല്ലാ മാസവും അയാൾക്ക് കോമൺ ക്രെഡിറ്റും ഈ പറഞ്ഞ EUF കാര്യങ്ങളും എല്ലാം വരും. അയാൾക്ക് പ്രോപ്പറായിട്ട് ITC ഫുൾ ക്രെഡിറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഗവൺമെൻറ് പറയാം, ശരി ഈ EF എല്ലാവർക്കും വരുന്ന ഐറ്റോ, ഞങ്ങൾക്ക് അത് മനസ്സിലായി, അതുകൊണ്ട് നിങ്ങൾ എക്സാം സപ്ലൈ നടത്തുമെന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ എക്സാം സപ്ലൈ ആയിട്ട് ENF-നെ കൺസിഡർ ചെയ്യേണ്ട. ENF-നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. പിടിയിട്ടോ? അതാണ് നമ്മുടെ എൻട്രി നമ്പർ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നമ്പർ 3/2018 പറയുന്നത്. എന്താ പറയുന്നത്? ദ വാല്യൂ ഓഫ് സർവീസ് ബൈ വേ ഓഫ് accepting deposit, extending loans and advances in so far as the consideration is represented by way of interest or discount, okay, except in case of banking financial institutions including non-banking financial corporation engaging in the supply അല്ലെങ്കിൽ സർവീസ് ബൈ വേ ഓഫ് accepting deposit and incomes. പിടിയിട്ടോ? അതൊരു നോർമൽ ആൾക്ക്, ബാങ്കുകളൊന്നും ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും അല്ലാത്ത ഒരു നോർമൽ ആൾ, അയാൾ ഈ പറഞ്ഞ ഇൻട്രസ്റ്റും ഡിസ്കൗണ്ടും കിട്ടുന്നത് കൊണ്ട് എക്സാം സപ്ലൈ നടത്തിയെന്ന് നിങ്ങൾ പറയണ്ട. അതിൻ്റെ അർത്ഥം നിങ്ങൾ എക്സാം സപ്ലൈയോടൊപ്പം ഈ പറഞ്ഞ ഇൻട്രസ്റ്റും ഡിസ്കൗണ്ടിനെയൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട. പിടിയിട്ടോ? അപ്പം ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു നോർമൽ ടാക്സബിൾ സപ്ലൈ നടന്ന ആളാണ്.
പക്ഷേ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടേക്കുന്നത് കൊണ്ട് എക്സാം സപ്ലൈ നടത്തിയെന്നാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഫുൾ ITC കിട്ടത്തില്ല, ഞാൻ കോമൺ ക്രെഡിറ്റ് വരും. അത് കണക്ക് ഫുൾ ITC കിട്ടിയിട്ട് പിന്നെ ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ ഓരോ മാസവും അതിനെ റിവേഴ്സ് ചെയ്യാൻ നിൽക്കണം. അല്ല നമ്മുടെ ഇൻപുട്ട് ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 42 പറഞ്ഞ എല്ലാ പ്രൊസീജിയറും ഫോളോ ചെയ്യേണ്ടിയൊക്കെ വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇൻട്രസ്റ്റിനും ഡിസ്കൗണ്ടിനും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, ദ വാല്യൂ ഓഫ് സർവീസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ വെസൽ ഫ്രം ദ കസ്റ്റം സ്റ്റേഷൻ ഓഫ് ക്ലിയറൻസ് ഇൻ ഇന്ത്യ ടു ദ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. അതിന് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ദ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. കപ്പലിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, ആ കപ്പലിൽ പോകണമെങ്കിൽ കസ്റ്റം സ്റ്റേഷനിൽ നിന്ന് ഒരു ഇന്ത്യക്ക് പുറത്തോട്ട് കൊണ്ടുപോകണം ഫ്ലൈറ്റ്. അതിന് നിങ്ങൾ വാല്യൂ സപ്ലൈയോടൊപ്പം എക്സാം സപ്ലൈയോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യേണ്ട പറഞ്ഞിരിക്കുന്നത്. ഇത് നോട്ട് ഇമ്പോർട്ടൻറ്റ്, പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി. ശരി, ഇനി നമുക്ക് 17 സബ്സെക്ഷൻ 4 കൂടെ പഠിക്കാം, നിർത്താം. ഈ 4ൻ്റെ എക്സാമ്പിൾ ടെക്സ്റ്റിലില്ല, അതുകൊണ്ട് ഞാൻ നമ്മുടെ പഴയ ടെക്സ്റ്റിൽ നിന്ന് ഒരു ചെറിയൊരു ഒരു എക്സാമ്പിൾ പോലൊരു ക്വസ്റ്റൻ ഉണ്ട്. ആ ക്വസ്റ്റൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് പഠിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, എന്നാൽ നമുക്ക് നോക്കാം 17 സബ്സെക്ഷൻ 4 പറയുന്നത് എന്താണ്. നമുക്ക് നോക്കാം. എന്താണ് ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ്, ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമ്പനീസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, ഇവരുടെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഇവർക്കൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ നോക്കിയിടാ, ഇവരുടെ എക്സാം സപ്ലൈ എന്ന് പറഞ്ഞാൽ ദുരിതം പിടിച്ച എക്സാം സപ്ലൈ. കാരണം എന്താ പറഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമ്പനി, നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ഒക്കെ എന്താ ചെയ്യുന്നത്, അവർ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നു, അവർക്ക് എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു, പൈസ മേടിച്ചിട്ട് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ മേടിച്ച പൈസ ലോണുകളായിട്ടും അഡ്വാൻസ് ആയിട്ടും വീണ്ടും അവരിൽ എന്ത് ചെയ്യുന്നു, വീണ്ടും ഫൈനാൻഷ്യൽ ഓപ്പറേഷൻസിലിടുന്നു. ഇതാണ് അവരുടെ ഫുൾ സപ്ലൈസ്. അപ്പോൾ ഇവർക്ക് എക്സാം സപ്ലൈസ് ഒത്തിരി കാണും. പിടികിട്ടോ, ഒരുപാട് എക്സാം സപ്ലൈസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ എന്താണ് റൂൾ 42 പ്രകാരവും റൂൾ 43 പ്രകാരം ഇവർ കണ്ടുപിടിക്കാൻ നിന്നാൽ ഇവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം ഇവർക്ക് എപ്പോഴും എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇപ്പോൾ സപ്പോസ് നമ്മുടെ കോമൺ ക്രെഡിറ്റ് 1 lakh rupees ആണ്. അല്ലെങ്കിൽ ഒരു ഇല്യൂസ്ട്രേഷൻ കാണിച്ചു തരാണ് ഞാൻ. ഇപ്പോൾ നമ്മുടെ നോർമൽ കോമൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 1 lakh rupees ആണ്. നോർമൽ ഒരാൾക്ക് ഈ എക്സാം സപ്ലൈ കുറവായിരിക്കും. നോർമൽ ഒരാളുടെ എക്സാം സപ്ലൈ എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ടേൺ ഓവർ 10, മറ്റേത് 1 ആണ്. അപ്പോൾ എത്ര വരാം, 10,000 rupees ആയിരിക്കും D1 ആയിട്ട് വരാം. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? പക്ഷേ ഈ ബാങ്കുകൾക്കാണെങ്കിൽ ഇവിടെ മിക്കപ്പോഴും 9 or 8 ഒക്കെ ആയിരിക്കും. 9 ആണെങ്കിൽ കോമൺ ക്രെഡിറ്റിൻ്റെ 90% അങ്ങ് പോകും. ഒരു 90,000 അങ്ങ് പോകും. പിടിയിട്ടോ. അല്ലെങ്കിൽ ഇവിടെ 8 ആയിരിക്കും. 8 ആണെങ്കിൽ 80,000 അങ്ങ് പോകും. പിടിയിട്ടോ. കാരണം ഇവർക്ക് എക്സാം സപ്ലൈസ് കൂടുതലാവാൻ സാധ്യത. എക്സാം സപ്ലൈസ് എപ്പോഴും കൂടുതലാവാനാണ് സാധ്യത. ടോട്ടൽ സപ്ലൈയുടെ എക്സാം സപ്ലൈ കൂടുതലാവാനാണ് കാര്യം. അപ്പോൾ അവരുടെ കോമൺ ക്രെഡിറ്റ് മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പോൾ ബാങ്കുകൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരുമോ? കാരണം ഞങ്ങൾ ഒരു നോർമൽ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, നിങ്ങളാണ് അതിനെ എക്സാം സപ്ലൈയിലേക്ക് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും E/F ചെയ്യുന്ന സമയത്ത് എക്സാം സപ്ലൈ ആണ് കൂടുതൽ. ഞങ്ങളുടെ കോമൺ ക്രെഡിറ്റ് മൊത്തം എക്സാം സപ്ലൈക്ക് വേണ്ടി പോവുക. കാരണം ഞങ്ങളുടെ നോർമൽ ഓപ്പറേഷനാണ് ഈ എക്സാം സപ്ലൈ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി ചെയ്തു തരാൻ പറ്റുമോ? അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു, ശരി, സെക്ഷൻ 17 സബ്സെക്ഷൻ 4 നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരാം. എന്താണ് ഓപ്ഷൻ എന്നറിയോ? നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റ് എത്രയാണ്? നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റ് 1 ലക്ഷം. ആ 1 ലക്ഷത്തിൻ്റെ 50% അലൗഡ്, 50% നോട്ട് അലൗഡ്. പിടിയിട്ടോ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ റൂൾ 42 43 ഒന്നും ഫോളോ ചെയ്യേണ്ട. നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ടോട്ടൽ കോമൺ ക്രെഡിറ്റ്, നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റില്ലേ, ആ ടോട്ടൽ ക്രെഡിറ്റിൻ്റെ കോമൺ ക്രെഡിറ്റ് വിട്, ടോട്ടൽ ക്രെഡിറ്റിൻ്റെ 50% അലൗഡ്, 50% നോട്ട് അലൗഡ്. നിങ്ങൾ കോമൺ ക്രെഡിറ്റ് നോക്കാനോ എക്സാം സപ്ലൈ നോക്കാനോ മറ്റേ നോക്കാനോ റൂൾ 42 നോക്കാനോ 43 നോക്കാനോ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റിൻ്റെ എത്ര 50% അലൗഡ്, 50% നോട്ട് അലൗഡ്. പിടിയിട്ടോ. എന്നാൽ നമുക്ക് ഈ പ്രൊവിഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എ ബാങ്കിങ് കമ്പനി ഓർ എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് engaging in supply of service by way of accepting deposit and extending loans and advances shall has an option either എന്താണ് comply with provision of subsection 2, that is rule 42 അല്ലെങ്കിൽ rule 43. rule 43 അനുസരിച്ച് പോകാം. അല്ലെങ്കിൽ avail of എന്താ എവറി മന്ത്, എല്ലാ മാസവും ദ എമൗണ്ട് ഈക്വൽ ടു 50% ഓഫ് എലിജിബിൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റ് ഇല്ലേ, നിങ്ങളുടെ എലിജിബിൾ ആയിട്ടുള്ള ടോട്ടൽ ക്രെഡിറ്റ് ഇല്ലേ, ആ ടോട്ടൽ ക്രെഡിറ്റിൻ്റെ 50% നിങ്ങൾക്ക് അലോ ചെയ്യാം. 50% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലോ ചെയ്യാം. ഓഫ് എന്ത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ്. കണ്ടോ, നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റിൻ്റെ 50% അവൈൽ ചെയ്യാം. കണ്ടോ, ഇൻ ദ മന്ത് ആൻഡ് ദ റെസ്റ്റ് ഷാൾ ബി ലാപ്സ്ഡ്. ബാക്കിയും റെസ്റ്റ് ഷാൾ ബി ലാപ്സ്ഡ്. ബാക്കിയും ലാപ്സായി പോകും. ഓക്കെ, കണ്ടോ, പ്രൊവൈഡഡ് ദാറ്റ് the option once exercised shall not be withdrawn during the remaining part of the financial year. ഒരു വർഷം നമ്മൾ ഈ സെക്കൻഡ് ഓപ്ഷൻ എക്സസൈസ്, നോർമലി എല്ലാവരും ഈ 42 43 വരാം. അത് വേണ്ട, നിങ്ങൾ ഈ സെക്കൻഡ് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു ഇയറിൽ കംപ്ലീറ്റ് ആ ഒരു ഇയറിലും ഈ പറഞ്ഞ സെക്കൻഡ് ഓപ്ഷൻ തന്നെ ഫോളോ ചെയ്തിരിക്കണം. ശരി, ഓക്കെ. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ദ റെസ്ട്രിക്ഷൻ ഓഫ് 50% ഷാൽ നോട്ട് ബി അപ്ലൈ ടു tax paid on supply made by one registered person to another registered person having same PAN number. 100% അലൗഡ്. എന്തായിരിക്കും സംഭവം, എന്തായിരിക്കും ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് നമ്മുടെ ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസ്ഫേഴ്സ്. അതായത് ഒരു ബാങ്ക് തന്നെ
അവരുടെ തൊട്ടടുത്തുള്ള ബാങ്കുകളിൽ നിന്ന് സർവീസുകളൊക്കെ മേടിക്കാറുണ്ട്. നിങ്ങൾ കണ്ടില്ലേ കോൾ മണി അറ്റ് ഷോർട്ട് നോട്ടീസ്, അതുപോലുള്ള ഒരുപാട് സർവീസുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ എസ് ബി ഐയിൽ നിങ്ങൾ ഒരു 10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ, നിങ്ങൾ പെട്ടെന്ന് അതിലൊരു 5 കോടി രൂപ എന്ത് ചെയ്യണം, അതിൽ നിന്ന് വിഡ്രോ ചെയ്യണം. 5 കോടി രൂപയൊന്നും എപ്പോഴും ബാങ്ക് ലിക്വിഡ് മണിയായിട്ട് കയ്യിൽ വെക്കാറില്ല. പക്ഷേ നമുക്ക് 5 കോടി രൂപ വേണം. അപ്പോൾ നമ്മൾ ബാങ്കിനെ വിളിച്ച് പറയുന്നു. അപ്പോൾ എസ് ബി ഐ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള ബ്രാഞ്ചിനെ വിളിച്ച് പറയും, ഇടയിൽ എനിക്ക് 5 കോടി രൂപ നീ തിരിച്ചാൽ ഇങ്ങോട്ട് തരാൻ പറയും. അവരെന്ത് ചെയ്യും, അവരെ ഒരു ഷോർട്ട് നോട്ടീസിൽ തന്നെ അവർ വിളിച്ച് പറഞ്ഞ ഉടനെ ആ എമൗണ്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ അതിന് ചെറിയ എന്തെങ്കിലും ചാർജസ് അവർ പേ ചെയ്യേണ്ടിയൊക്കെ വരും, അല്ലെങ്കിൽ ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫേഴ്സ് എന്തെങ്കിലുമൊക്കെ നടക്കും. ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ ആണ് നടക്കുന്നെങ്കിൽ അവിടുത്തെ ITC 100% അലൗഡാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. കാരണം നമ്മൾ പണ്ട് പഠിച്ചതാ, ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈവൻ ഇഫ് ദർ ഇസ് നോ കൺസിഡറേഷൻ നമ്മളതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം, GST പഠിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ സെയിം. ബാങ്കുകൾ തമ്മിലൊരു ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ ഉണ്ട്. സെയിം പാനിലുള്ള 2 ബാങ്ക്, ഇപ്പോൾ SBI ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മുടെ മണപ്പുറം ഫിനാൻസ്, ഒരു പാൻ്റെ അണ്ടറിൽ വരുന്ന, ഒരാളുടെ അണ്ടറിൽ വരുന്ന, അവർക്ക് 2 ബ്രാഞ്ച് ഉണ്ട്. ഈ 2 ബ്രാഞ്ച് തമ്മിൽ എന്തെങ്കിലും ഒരു സർവീസ് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഫുൾ ITC അലൗഡ്. ഈ പറഞ്ഞ 50% ഓപ്റ്റ് ചെയ്താലും അവർക്ക് ഫുൾ ITC അലൗഡ്. കാരണം എന്താ, ഡിക്ലെയർഡ് റേറ്റ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. ഇപ്പോൾ ഒരു ബ്രാഞ്ച് ഇങ്ങോട്ടേക്ക് സർവീസ് കൊടുക്കുന്നു, ഇവരെന്ത് ചെയ്യുന്നു, പൈസ തിരിച്ചിങ്ങോട്ട് കൊടുക്കുന്നു. ഫസ്റ്റ് ബ്രാഞ്ച് GST പേ ചെയ്യും, സെക്കൻഡ് ബ്രാഞ്ച് ITC എടുക്കും. പിടിയിട്ട് അപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ച് 10 രൂപ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10 രൂപ പോകും, 50 രൂപ ചെയ്ത് കഴിഞ്ഞാൽ 50 പോകും, 2 രൂപ ചെയ്ത് കഴിഞ്ഞാൽ 2 രൂപ പോകും. പിടിയിട്ടോ. അപ്പോൾ അവിടെ നല്ല എഫക്റ്റാണ്. അപ്പോൾ ഇവിടെ 50% ഡിസലോ ചെയ്യുന്നത് മോശമാണ്. അതുകൊണ്ട് അതിന് ഫുൾ എമൗണ്ട്, ഫുൾ ITC അലൗഡാണ്. കാരണം 5 ആണെങ്കിൽ 5 പോകും, 10 ആണെങ്കിൽ 10 പോകും. നമ്മൾ നേരത്തെ പഠിച്ചില്ലാണ് ഈ കോൺസെപ്റ്റ്, ഇന്റർ ബ്രാഞ്ച് സ്റ്റോക്ക് ട്രാൻസ്ഫർ. അതേ സെയിം കോൺസെപ്റ്റാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഒന്നും പറഞ്ഞേ, 17 subsection 4 ആപ്ലിക്കബിൾ ടു ബാങ്കിങ് കമ്പനി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. അവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. എയ്തർ കംപ്ലൈ വിത്ത് റൂൾ 42 ആൻഡ് റൂൾ 43 ഓർ സെലക്ട് ആൻ ഓപ്ഷൻ. എന്താണ് ഓപ്ഷൻ? They can avail 50% of total eligible credit. They can avail 50% of eligible credit. The remaining 50% will be lapsed. Capital goodsനും ഇൻപുട്ട് സർവീസിനും എല്ലാം സെയിം ആപ്ലിക്കബിൾ. വൺസ് ദിസ് ഓപ്ഷൻ ഈസ് എക്സസൈസ്ഡ്, വൺസ് നമ്മൾ ഈ ഓപ്ഷൻ എക്സസൈസ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ടിൽ ദ എൻഡ് ഓഫ് ദാറ്റ് ഫിനാൻഷ്യൽ ഇയർ. ഈ 50%ൻ്റെ കാര്യം ഇന്റർ ബ്രാഞ്ച് സ്റ്റോക്ക് ട്രാൻസ്ഫറിന് അവൈലബിൾ അല്ല. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി. ഓക്കെ ബാങ്ക് അവർക്ക് അവൈൽഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 25 lakhs ആണ്. ശരി, ഡിസംബർ 2017. ശരി, ഔട്ട് ഓഫ് വിച്ച് 55 lakhs പോർഷൻ നോൺ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചതാണ്. 7 lakh പോർഷൻ എന്ന് പറയുന്നത് അവർ ക്രെഡിറ്റ് സെക്കൻഡ് പ്രൊവിഷൻ ടു സെക്ഷൻ 17 വേണ്ടി ഉപയോഗിച്ചതാണ്. എന്താ സെക്കൻഡ് പ്രൊവിഷൻ ടു സെക്ഷൻ 17 subsection 4 ടാക്സബിൾ എക്സംപ്റ്റഡ്. ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സംഭവം കണ്ടുപിടിക്കുക, ഈ സംഭവം ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കുക. സിമ്പിളായിട്ട്. അവർക്ക് 2 ഓപ്ഷൻ ഇല്ലേ, 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ ടോട്ടൽ ക്രെഡിറ്റ് എടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ വിടുക. നമുക്കിവിടെ സെക്കൻഡ് ഓപ്ഷൻ ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്താൽ. സെക്കൻഡ് ഓപ്ഷനാണ് 50%. ടോട്ടൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് എത്രയാണ്? ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് ഇവിടെ എത്രയാണ് വരുന്നത്? 25 lakhs ആണ് അല്ലേ? 25 lakhs ആണ് ടോട്ടൽ അവൈലബിൾ ക്രെഡിറ്റ്. ഇതിൽ നിന്നും എക്സാം സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചതും മറ്റേ നോൺ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചതും കിടപ്പുണ്ട്. 5 lakhs 7 lakhs അത് കുറച്ച് കളയാം. അപ്പോൾ നമുക്ക് നമ്മുടെ കോമൺ ക്രെഡിറ്റ് കിട്ടി. ആ കോമൺ ക്രെഡിറ്റിന് എത്ര എടുക്കുക? 50% എടുക്കുക. ആ കോമൺ ക്രെഡിറ്റിന് എന്തെടുക്കുക? 50% എടുക്കുക. പിടിയോ? മനസ്സിലായോ? ഓക്കെ, അത്രേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. ഇനി റൂൾ നമ്പർ 42, 43 പോരുന്നെങ്കിലോ EYF കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ EYF ഒന്നും ഇൻഫർമേഷൻ അവൈലബിൾ അല്ല. അപ്പോൾ ഡയറക്റ്റ് ഈ പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് എടുക്കാം. 25 lakhs നോൺ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള 7 ലക്ഷം കുറച്ച് കളയാം. അതുപോലെ സെക്കൻഡ് റോസോ, അതായത് നമ്മുടെ എക്സാം സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള 7 ലക്ഷം എക്സാം സപ്ലൈയും 5 ലക്ഷം നോൺ ടാക്സബിൾ സപ്ലൈയും. ഓക്കെ, അത് കുറച്ച് കളയുമ്പോൾ നമുക്ക് 25 lakhs minus 5, 20 lakhs minus 7 എന്ന് പറയുമ്പോൾ എത്ര വരാ? 13 lakhs അല്ലേ? ഞാൻ 50% എടുക്കുക. അതിൻ്റെ എത്ര എടുക്കുക? 50% നിങ്ങൾ എടുത്തോളാം. ഇത് GSTR 2 അല്ല, ഇത് വിട്ടേക്ക്. GSTR 2 അത് ലേറ്റസ്റ്റ് അമെൻമെൻ്റ് ആണ്. 2 അല്ല കേട്ടോ. ഇപ്പോൾ GSTR 2-ന് പകരം എല്ലായിടത്തും GSTR 2B ആണ്. GSTR 2-ന് പകരം എല്ലായിടത്തും ഇവിടെ എത്രയാണ്? GSTR 2B. അപ്പോൾ നിങ്ങൾ നോക്കി, 25 minus 5 minus 7 എത്ര വരും? 13 ലക്ഷം വരും. ആ 13 ലക്ഷത്തിൻ്റെ 50% എത്ര വരാ? 13 ലക്ഷത്തിൻ്റെ ബൈ 50% എത്ര വരാ? 6,25,000 വരാം. 6,25,000 ആണ് വരാം. ഇത് വിട്ടേക്കാം. ഈ ആൻസർ തെറ്റാണേ. 6,25,000 ആണ് ആൻസർ വരാം. ഓക്കെ, അപ്പോൾ 6,25,000 ക്യാൻ ബി അവൈൽഡ്. റിമൈനിങ് 6,25,000 വിൽ ബി ലാബ്സ് ആയി പോകും. ഓക്കെ, ശരി, കഴിഞ്ഞു. ടെക്സ്റ്റിൽ അതിൻ്റെ ക്വസ്റ്റൻ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാൻ വേണമെങ്കിൽ. നമ്മുടെ ബാങ്കിൻ്റെ കാര്യം 50% സെയിം പാൻ. പിന്നെ അത് കഴിഞ്ഞ് സെക്ഷൻ 17 subsection 5 ആ ബ്ലോക്ക് ക്രെഡിറ്റ് ഇത് ഞങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഓടിക്കോ, അങ്ങനെ ഞങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഓടിക്കോ. ഓക്കെ, ഓടി. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് 18. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ആ 18 ഞാൻ പറഞ്ഞില്ലേ, അടുത്ത സെക്ഷൻ മുതൽ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. സെക്ഷൻ 18, 19, 20 കുറച്ച് സെക്ഷൻസ് ഉണ്ട്. സിമ്പിൾ സെക്ഷൻസ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇല്ല, ചെറിയ ഐറ്റംസാണ്. നമുക്ക് പഠിക്കാം. അടുത്തൊരു ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം.
ടെക്സ്റ്റിൽ നമ്മൾ ആ ഇലുസ്ട്രേഷനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. കാണാൻ വഴിയില്ല, കാരണം ഇതിനൊന്നും ഇലുസ്ട്രേഷൻ്റെ ആവശ്യമില്ലല്ലോ, സിമ്പിൾ കാര്യമല്ല ഇതിനകത്ത്. ഇപ്പോൾ എന്തിനാ ഇലുസ്ട്രേഷൻ? ഒന്നുമില്ല. ഓക്കെ, ശരി, കഴിഞ്ഞു, പരിപാടി ഫിനിഷ്ഡ്, ക്ലോസ്ഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്ന് പഠിച്ചത് കൂടെ നമുക്ക് റിവൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിർത്താം. എന്നിട്ട് നാളെ നമ്മൾ 18 ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, വിത്തൗട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്തിട്ട് വേണം വരാൻ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ചത് ആകെ ഒരു സെക്ഷനാണ്, സെക്ഷൻ 17 മാത്രമാണ് പഠിച്ചത്. സെക്ഷൻ 17 4 സബ്സെക്ഷൻസ് അല്ലെങ്കിൽ 5 സബ്സെക്ഷൻസ് ഉണ്ട്. 17 സബ്സെക്ഷൻ 1, 2, 3, 4, 5. 17 സബ്സെക്ഷൻ 1 പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരു ഇൻപുട്ട് ഗുഡ്സ് വാങ്ങി അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് വാങ്ങി. ക്യാപിറ്റൽ ഗുഡ്സ് ഇവിടെ ഉണ്ടോ? ക്യാപിറ്റൽ ഗുഡ്സ് ഇവിടെ ഇല്ല, അല്ല. ഓക്കെ, ശരി. അത് നിങ്ങൾ യൂസ്ഡ് ഫോർ ബിസിനസ് പർപ്പസ് ആയിരിക്കാം, യൂസ്ഡ് ഫോർ നോൺ ബിസിനസ് പർപ്പസ് ആയിരിക്കാം. ബിസിനസ് പർപ്പസ് ആണെങ്കിൽ അലൗഡ്, നോൺ ബിസിനസ് പർപ്പസ് ആണെങ്കിൽ നോട്ട് അലൗഡ്. 17 സബ്സെക്ഷൻ 2 എന്താ പറയുന്നത്? ഗുഡ്സും സർവീസും വാങ്ങി എന്നതിന് വേണ്ടിയിട്ട് ടാക്സബിൾ സപ്ലൈ ഇൻക്ലൂഡിങ് സീറോ റേറ്റ് സപ്ലൈ, അതുപോലെ എക്സം സപ്ലൈ. ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചത് എക്സ്ക്ലൂസീവ്ലി ടാക്സബിൾ അല്ലെങ്കിൽ സീറോ റേറ്റ് സപ്ലൈ ആണെങ്കിൽ അലൗഡ്, എക്സം സപ്ലൈ ആണെങ്കിൽ നോട്ട് അലൗഡ്. എക്സം സപ്ലൈ ഇൻക്ലൂഡ്സ് നിൽ റേറ്റഡ്, ഹോളി എക്സംപ്റ്റഡ്, നോൺ ടാക്സബിൾ സപ്ലൈസ്. പിന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ട വേറെ 3 ഐറ്റംസ്: റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യേണ്ടത്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ, അതുപോലെ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നേ GST ഉണ്ട് ആ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ശരി, സീറോ റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പോർട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് സാധനം കൊടുക്കാം. ശരി, 17 സബ്സെക്ഷൻ 4 പറയുന്നത് എന്താ? ഒന്നുമില്ല, എക്സാം സപ്ലൈ ഇൻക്ലൂഡ്സ്, അതാണ് 17 സബ്സെക്ഷൻ 4 പറയുന്നത്. അത് നമ്മൾ പഠിച്ചു. എന്നിട്ട് റൂൾ 42 റൂൾ 43. റൂൾ 42 പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ? റൂൾ 42 പറയുന്നത് അപ്പോർഷൻമെന്റ് ഓഫ് കോമൺ ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ഗുഡ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ്. എന്താ ചെയ്യുക? T - T1 - T2 - T3. അപ്പോൾ എന്ത് കിട്ടും? C1 കിട്ടും. C1 നിന്ന് T4 കുറയ്ക്കുക, അപ്പോൾ എന്ത് കിട്ടും? C2 കിട്ടും. എന്നിട്ട് D1 D2 കണ്ടുപിടിക്കാം. T എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ക്രെഡിറ്റ്. T1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ക്ലൂസീവ് ഫോർ നോൺ ബിസിനസ് പർപ്പസ്. T2 എക്സ്ക്ലൂസീവ് ഫോർ എക്സാം സപ്ലൈ. T3 നമ്മൾ ബ്രോ ക്രെഡിറ്റ്, അതായത് 17 സബ്സെക്ഷൻ 5. അപ്പോൾ നമുക്ക് C1 കിട്ടും. C1 നിന്ന് ടാക്സ് നമുക്ക് അലോ ചെയ്യുന്ന ക്രെഡിറ്റും കൂടെ കുറച്ച് കളഞ്ഞാൽ നമ്മുടെ കോമൺ ക്രെഡിറ്റ് കിട്ടും. പിന്നെ D1 D2 കണ്ടുപിടിക്കാം. D1 എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എന്താ? C2 × E/F. D2 എന്ന് പറഞ്ഞാൽ എന്താ? 5% ഓഫ് C2. 5% ഓഫ് C2. ശരി, ഈ D1 കണ്ടുപിടിക്കേണ്ടത് എല്ലാ മാസവും മാൻഡേറ്ററിയാണ്. കാരണം ഒരു മാസത്തെ ഈ ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ മാസം DUF എടുക്കുക, ഈ മാസം ഈ ഇല്ലെങ്കിൽ അതിന് മുന്നത്തെ മാസം DUF എടുക്കുക. മാൻഡേറ്ററി അല്ലേ? ഇനി 5% എടുക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണോ? അല്ല. നമ്മൾ ഈ മാസം, അതായത് ആക്ച്വലി ആ ടാക്സ് പീരീഡിൽ ഒരു നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ആ ഗുഡ്സ് യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ മാത്രം ഈ 5% എടുത്താൽ മതി. ശരി, അപ്പോൾ ക്വാണ്ടം ഓഫ് എലിജിബിൾ ITC എന്ന് പറഞ്ഞാൽ എന്താണ്? C3 = C2 - D1 + D2. സംശയമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഈ D1നെയും D2നെയും നമ്മൾ റിവേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്യണം. റിവേഴ്സ് ചെയ്യേണ്ട ഫോം GSTR 3B, ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്യേണ്ട ഫോം റിവേഴ്സ് ചെയ്യേണ്ട ഫോം നമ്മുടെ GSTR DRC 03, ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോട് ആഡ് ചെയ്യേണ്ട ഫോം GSTR 3B. ഓക്കെ, ശരി. പിന്നെ 43 റൂൾ 43 ആർക്ക് ആപ്ലിക്കബിൾ? ക്യാപിറ്റൽ ഗുഡ്സിനാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ക്യാപിറ്റൽ ഗുഡ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ടാക്സബിൾ സപ്ലൈ, സീറോ റേറ്റ് സപ്ലൈ ആണെങ്കിൽ അലൗഡ്, എക്സ്ക്ലൂസീവ് ഫോർ നോൺ ടാക്സബിൾ സപ്ലൈസ്, എക്സം സപ്ലൈസ് ആണെങ്കിൽ നോട്ട് അലൗഡ്. ശരി, ഇനി കോമൺ ക്രെഡിറ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫുൾ ITCയും അറ്റ് ദ മന്ത് ഓഫ് ഫസ്റ്റ് മന്തിൽ തന്നെ ഫുൾ ITC നമുക്ക് അവൈൽ ചെയ്യാം. അവൈൽ ചെയ്ത് കളഞ്ഞിട്ട് ഓരോ മാസത്തെയും ക്രെഡിറ്റ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ 60 months ആണ് നമ്മൾ അസ്യൂം ചെയ്തു. അതിനുശേഷം എല്ലാ മാസവും E/F, ഈ മാസം ഇല്ലെങ്കിൽ കഴിഞ്ഞ മാസം E/F കണ്ടുപിടിക്കുക, ആ എമൗണ്ട് റിവേഴ്സ് ചെയ്യുക. ആ എമൗണ്ട് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ബാക്ക് ചെയ്തോളാം. EF ഈ മാസം ഇല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിൽ എടുക്കുക. അതുപോലെ ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്ത കാര്യം എന്താ പറയേണ്ടത്? വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി, അതൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട. പിടിയിട്ടോ? പിന്നെ നോട്ടിഫിക്കേഷൻ പഠിച്ചില്ലേ? കാരണം ഈക്കകത്ത് നിങ്ങൾ ഒരിക്കലും ഇൻട്രസ്റ്റിനെയും ഡിസ്കൗണ്ടിനെയും ആഡ് ചെയ്യേണ്ട. അതർ ദാൻ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഇൻട്രസ്റ്റിനെയും ഡിസ്കൗണ്ടിനെയും ബാക്കിയുള്ള സാധാരണക്കാരെ ആഡ് ചെയ്യേണ്ട. കാരണം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 17 സബ്സെക്ഷൻ 4 എന്താ പറയുന്നത്? നിങ്ങൾക്ക് എയ്തർ കംപ്ലൈ വിത്ത് റൂൾ 42 and 43 ഓർ സെലക്ട് അനദർ ഓപ്ഷൻ. എന്താണ് അനദർ ഓപ്ഷൻ? 50% ഓഫ് കോമൺ ക്രെഡിറ്റ്. നമ്മുടെ കോമൺ ക്രെഡിറ്റ് നമ്മുടെ എലിജിബിൾ ITCയുടെ 50% എടുക്കുക. പിടിയിട്ടോ? അതിൻ്റെ ഒരു പ്രൊവിഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ 50% അല്ല 100% അലൗഡാണ്. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. ബാക്കി സ്പെഷ്യൽ കേസ് നമുക്ക് നാളെ പഠിക്കാം. ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, വിത്തൗട്ട് റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഷുവർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.